പേര് പറയപ്പെട്ട കുടുംബങ്ങളുണ്ട്. നമ്മൾ സാധാരണ ദേവദാസന്മാരായ എല്ലാവരും അനുഗ്രഹ പ്രാർത്ഥന നടത്തുമ്പോൾ പറയുന്ന ചില കുടുംബങ്ങളുടെ പേരുണ്ട്. ഒന്ന് കാണാൻ പറയാമോ? ഏതൊക്കെയായിരിക്കും? തലേ കൈവച്ച് പറയുന്ന കുടുംബങ്ങളുടെ പേരുണ്ട്. അബ്രഹാമിനോടുകൂടെ സാറയും, ഇസാക്കിനോടുകൂടെ റിബേക്കയും, യാക്കോബിനോടുകൂടെ റാഹേലിനെയും. സത്യത്തിൽ രണ്ടുണ്ട്, ലേയുണ്ട്, റാഹേലുമുണ്ട്. ഒറിജിനൽ പർപ്പസ് ഒന്നുണ്ടായിരുന്നെങ്കിലും വന്ന് കയറി രണ്ടുപേര്, യാക്കോബിൽ റാഹേലിനെയും ലേയും. എന്നാലും അവരെ ദൈവം അനുഗ്രഹിച്ചു. അത് ദൈവത്തിനൊരു കൃപയാണ്. അവരാണ് ഇസ്രായേൽ ഗ്രഹം. അപ്പോൾ പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പിന്നെ നമ്മൾ പേര് പറയുന്ന ആരാണ്? ബോവസിനോടുകൂടെ രൂത്തിനെ. പിന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അഖില്ലാതും പ്രിസ്കില്ലേ. അപ്പോൾ അങ്ങനെ കുറേ ദമ്പതികളുടെയാണ് പേര് നമ്മൾ പറയുന്നത്. ഒത്തിരി കുടുംബങ്ങളുടെ വേദവസ്ഥയിലുണ്ടെങ്കിലും ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കൂടെ പേര് പറയുന്ന ആ ചില കുടുംബങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. അവിടെ ഈ ബൈബിളിൻ്റെ വേദപുസ്തകത്തിൻ്റെ ചുരുളുകളെ നമ്മളിങ്ങനെ ഒന്ന് അഴിച്ച് പഠിക്കാൻ തുടങ്ങിയാൽ ഒരു കാര്യം സത്യമാണ്, ജീവിതത്തിൻ്റെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. ജീവിതം മനസ്സിലാകണമെങ്കിൽ വേദപുസ്തകം മനസ്സിലാകണം. വേദപുസ്തകത്തിൻ്റെ പൊരുൾ അഴിയുമ്പോഴാണ് ജീവിതത്തിൻ്റെ ചുരുളുകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനും ഏറ്റവും നല്ലത് വേദപുസ്തകം തന്നെയാണ്. വേദപുസ്തകത്തിൽ പറയപ്പെട്ട കുടുംബങ്ങൾ, അവിടെ പ്ലസ് മൈനസ് എല്ലാം നമുക്ക് നോക്കാം. ഈ പ്ലസും മൈനസും നമ്മൾ ചിന്തിക്കുന്നത് ചിലത് നമുക്ക് കരസ്ഥമാക്കാനുണ്ട്, അപ്പം തന്നെ ചിലത് നമുക്ക് ഒഴിഞ്ഞു മാറാനുണ്ട്. ഇതിനെല്ലാം കൂടിയാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ഇതെല്ലാവർക്കും മനസ്സിലാക്കാൻ ഒക്കുന്ന സന്ദേശമാണ്. അബ്രഹാമിനെയും സാറായും ഒന്നും അറിഞ്ഞില്ലെങ്കിലും ഈ കേൾക്കുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും ഓർമ്മയോടൊക്കെ ഇരിക്കുക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ദൈവം തമ്പുരാൻ കുടുംബത്തെ സൃഷ്ടിക്കുന്നത്? ശാന്തമായിട്ട് ചിന്തിക്കുക. മക്കളെല്ലാവരും എടുക്കുക. പുസ്തകമുള്ളവരൊക്കെ പുസ്തകം എടുത്ത് വെക്കുക. കുറിക്കുന്ന സ്വഭാവം ഉണ്ടവരുണ്ടെങ്കിൽ കുറിക്കുക. ലൈവ് കേൾക്കുന്നവരുണ്ട്. എനിക്ക് ലൈവ് സംസാരിക്കുമ്പോൾ ഇച്ചിരി പേടിയുണ്ട്. ഒന്നാമത്തെ കാര്യം, മനസ്സ് തുറന്ന് സംസാരിക്കാനൊക്കത്തില്ല. കാരണം നമ്മൾ ഈ പർട്ടിക്കുലർ കോണ്ടസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് സംസാരിക്കുന്നത്. നിങ്ങളെ കണ്ടുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എനിക്ക് ഇവരെ ആരെയും കാണത്തില്ല. അപ്പോൾ ആരാ ശ്രദ്ധിക്കുന്നത്? നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്ക് ഓരോ ദൂതൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് പ്രസംഗിക്കുന്നത്. അപ്പം എന്നാലും ദൈവം എല്ലാവരെയും സഹായിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ലൈവിൽ കാണുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് വലിയൊരു ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന തൂലികയുടെ പ്രവർത്തകരെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവർ പലപ്പോഴും അവരുമായിട്ട് ആത്മീയ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ദൈവം അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത് വലിയൊരു പ്രവർത്തനമാണ്, ഈ യൂട്യൂബ് ലൈവിലൂടെയുള്ള പ്രവർത്തനം. കാരണം നമുക്ക് യാദൃശ്യമായിട്ടൊക്കെ ആണെങ്കിലും പലരും ഇത് കാണും. അങ്ങനെ കണ്ട ഒത്തിരി അനുഭവങ്ങളെ എനിക്ക് പലയിടത്ത് വെച്ച് ഉണ്ടായിട്ടുണ്ട്. ഗുണം ഉണ്ടായിട്ടുണ്ട്, ദോഷം ഉണ്ടായിട്ടുണ്ട്. ഗുണം നമ്മൾ എവിടെ വെച്ചാലും കാണുമ്പോൾ നമ്മളെ അറിയുമെന്നുള്ളതാണ് ഗുണം. രണ്ടാമത്തെ ഒരു വലിയ സന്തോഷം ഉണ്ടായത്, ഞാനൊരിക്കൽ ഫ്ലൈറ്റേ കയറുകയാണ്. ഫ്ലൈറ്റേ കയറി വരുമ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഇരുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, അച്ചാനി ഇവിടെ ഇരുന്നു, ഞാൻ പ്രസംഗം കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി എന്നെ പുള്ളി എൻ്റെ സീറ്റിൽ പോയിരുന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ അനുഗ്രഹങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലയിടത്ത് വെച്ച് ഒത്തിരി പേരെ ഇതുകൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട്, നന്മയുണ്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയരെ, എല്ലാ ശുശ്രൂഷകളെയും ദൈവം മാനിക്കട്ടെ. എനിക്ക് ഈ നമ്മൾ ഈ ടി വിയിലൂടെയൊക്കെയുള്ള ശുശ്രൂഷകളെ കുറച്ചുകൂടെ ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകണം. കാരണം അതൊരു വലിയ ദൈവിക ദൗത്യമാണ്. അന്ത്യകാലത്ത് സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്കായിട്ട് കർത്താവ് ഒരുക്കുന്ന ഒരു സംഭവം. എനിക്കൊരു രസകരമായ അനുഭവം ഉണ്ടായി. കർത്താവ് ശുശ്രൂഷകരൊക്കെ ഓർത്ത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരെ ഈ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ കേരളത്തിന് പുറത്ത് നമ്മുടെ ഇന്ത്യക്കകത്ത് ഒരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്കായിട്ട് കടന്നുപോയി. വേറൊരു ഭാഷയിലാണ്. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കുക. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ഒരു സഭയാണ്. അപ്പോൾ അദ്ദേഹം ആ ദേശക്കാരനായിട്ട് ജനിച്ചു വളർന്നവനാണ്. അപ്പോൾ ആ ഭാഷയൊക്കെ പുള്ളിക്ക് ഇങ്ങനെ കൈവെള്ളക്കൊണ്ട്, അവിടെ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളമല്ല, ആ ഭാഷയാണ്. അപ്പോൾ അവിടെ ഇന്ന് ഞാൻ കുടുംബ സെമിനാറിന് വേണ്ടി പോയതാണ്. ഫാമിലി സെമിനാർ എടുക്കുമ്പോൾ എനിക്ക് പരിചയമില്ലാത്ത, ഞാനവിടെ പോയിട്ടുണ്ട്, ഒത്തിരി പുതിയ ആൾക്കാരിരിക്കും. അപ്പോൾ വളരെ അട്ടിത്തൊക്കെ ഉള്ള കുറേ പേര് പുതുതായിട്ടൊക്കെ കുറേ ദമ്പതികൾ വന്നിരിക്കുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കഴിക്കാൻ വന്നപ്പോൾ പ്യുവർ വെജിറ്റേറിയൻ ഫുഡാണ്.
അപ്പം ഇദ്ദേഹം ഭയങ്കര മണ്ണാണ് ഈ എന്നെ കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ ഓർത്ത് ഞാനോട് ചോദിച്ചു, നീ സഹോദരൻ എന്നാ ഡയറ്റിൻ്റെ ഭാഗമായാന്ന് ചോദിച്ചു. കാരണം എനിക്ക് അദ്ദേഹത്തെ അറിയാം എന്നാ പറഞ്ഞു. അതുകൊണ്ടല്ല, ആ വന്നിരിക്കുന്നവരെല്ലാം വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നവരാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് അവർ വന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ആ പ്രാദേശിക ഭാഷയിൽ ഈ ഒരു ലോക്കൽ ചാനലിൽ സന്ദേശം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സന്ദേശം കൊടുക്കും. ഈ സന്ദേശം റെക്കോർഡ് ചെയ്യുന്നത് ഭയങ്കര രസമാണ്. ആരും മുമ്പിൽ കാണത്തില്ല, സ്റ്റുഡിയോയിൽ വന്നിരിക്കും, സ്റ്റുഡിയോക്കാർ വരും, അവർ നമ്മളോട് പറയും ഇന്ന് മുഴുവൻ നിങ്ങൾക്കാണ് 8 എപ്പിസോഡ് 10 എപ്പിസോഡ് നമ്മുടെ ചാറ് ഊറ്റും. കാരണം ആരും മുന്നേ ഇല്ല. 8 എപ്പിസോഡ് 10 എപ്പിസോഡൊക്കെ ഇങ്ങനെ അവർക്ക് റെക്കോർഡ് ചെയ്യാവുന്നിടത്തോളം അവരെന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. ഈ ഭയങ്കര നിയോഗങ്ങളാണ്. നമ്മളോർക്കും ഇതെല്ലാം കള്ളത്തരാണ്, അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അനുഭവം പറയുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു ദിവസം ഇതിങ്ങനെ ടെലികാസ്റ്റ് ചെയ്തു. അപ്പോൾ അവസാനം ആ റെക്കോർഡ് ഇത് ചെയ്യും, ലൈവല്ല, TV അല്ലേ. അപ്പം ചെയ്യുമ്പോൾ അവസാനം പ്രാർത്ഥിക്കും, കുറേ ദൂതൊക്കെ പറയുന്നു. നമ്മുടെ ഇടയിൽ എന്തുണ്ട്, ദൂതും പ്രവചനമൊക്കെ ഉണ്ട്. അദ്ദേഹം കുറച്ച് ദൂതും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരിത് കേൾക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ചത്, ഈ ഒരു സഹോദരി ഇങ്ങനെ കേൾക്കുമ്പോൾ അവരിങ്ങനെ ചാനൽ മാറ്റി വരുമ്പോഴാണ് ഇത് കേൾക്കുന്നത്. അപ്പോൾ അവരോട് ഈ ചാനലിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ദൈവദാസൻ പറയുകയാണ്, സഹോദരി ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഷയിലാണ് പറയുന്നത്. നിങ്ങളിത് കേൾക്കാൻ വേണ്ടി ഇരുന്നതല്ല, പക്ഷേ യാദൃച്ഛിക ചാനൽ മാറി വന്നപ്പോഴാണ് ഇത് കേട്ടത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് മാറ്റരുത്. കർത്താവിന് നിങ്ങളോട് ഒരു കാര്യം പറയാനായിട്ടുണ്ട്. നിങ്ങളുടെ ഭർത്താവ് ഇപ്പോൾ അവർ ഭയങ്കര കടത്തിലാണ്. അദ്ദേഹം ഇച്ചിരി പൈസയ്ക്ക് വേണ്ടി വീണ്ടും ഒരാളെ സമീപിക്കാൻ പോയിരിക്കുകയാണ്. ആ പൈസ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ വിഷം മേടിക്കുകയാണ്. പെട്ടെന്ന് വിളിച്ച് പറയണം, വിഷം മേടിക്കേണ്ട, കർത്താവുണ്ടെന്ന്. അപ്പോൾ ഇവരിത് ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അച്ഛനെ വിളിച്ചു, അച്ഛനെ വിടാ, ഇടി പൈസ കിട്ടിയില്ല, ഞാൻ ചാകാൻ വിഷം മേടിക്കുക, നമുക്കൊന്നിച്ച് ചാകാൻ പോകും. തണ്ടച്ചാ ചാകരുത്, വിഷം മേടിക്കേണ്ട. ആര് പറഞ്ഞു? ഒരാൾ TV കൂടെ പറയുന്നു. ആരോ പറയുന്നു, നമ്പർ മേടിക്കാൻ പറഞ്ഞു. അവരപ്പോൾ അടിയിൽ ഈ നമ്പർ പറഞ്ഞപ്പോൾ അത് കുറിച്ചെടുത്തു. ഒത്തിരി കുടുംബങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ എപ്പോഴാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല, എപ്പോഴാണ് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, സകലത്തെ നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ ശുശ്രൂഷകളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു ജോലിയുണ്ട്, ഇതിനെ ഓർത്ത് പ്രാർത്ഥിക്കാൻ കഴിയണം. ഇത് കാണുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. എല്ലാവരും കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്ന് രാത്രി ഈ ലൈവിലൂടെ നമ്മളെ വാച്ച് ചെയ്യുന്ന ആരൊക്കെയോ നമുക്കറിയത്തില്ല, എനിക്കും അറിയില്ല, അവരെല്ലാം ഒരു നിമിഷം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചൊന്നും സ്തോത്രം ചെയ്തേ. തകർന്ന കുടുംബങ്ങളെ പണിയുന്ന ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടട്ടെ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ നമുക്ക് ബൈബിളിലെ കുടുംബങ്ങളെക്കുറിച്ച് വേഗത്തിൽ ചിന്തിക്കാം. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്നോട് ഒറ്റ കാര്യം നിർത്തുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് ദിവസം ആയതുകൊണ്ടാണ് അച്ചായനത് പറയാഞ്ഞത്. കാരണം നാളെ നിങ്ങളെ ആരെയും അച്ചായനെ കാണണ്ട. എന്നോടൊന്നും പറഞ്ഞില്ല. പറഞ്ഞോ അച്ഛാ? ഇല്ല, കണ്ടോ, അച്ചായൻ പറഞ്ഞില്ല. ഒന്നീ അച്ചായൻ പറയാൻ വിട്ടുപോയി, അല്ലെങ്കിൽ പറയിപ്പിച്ചില്ല ദൈവം. ഏതായാലും കൊള്ളാം, എന്നാലും പേടിക്കേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് സന്തോഷത്തോടിരിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് കുടുംബം സ്ഥാപിക്കും. എന്തിനാണ് കുടുംബം സ്ഥാപിച്ചെന്ന് നമുക്കറിയാം. കുടുംബം സ്ഥാപിച്ചത് ദൈവത്തിൻ്റെ വലിയൊരു ദൗത്യമാണ്. കുടുംബത്തിൻ്റെ സ്ഥാപനം ദൈവമാണ്. അതൊക്കെ നമുക്ക് അടിസ്ഥാനപരമായിട്ട് അറിയാവുന്ന കാര്യം. എന്തിനു വേണ്ടിയാണ് ദൈവം സ്ഥാപിച്ചത്? 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ദൗത്യങ്ങൾ 3ആണ്. 1 സൃഷ്ടിക്കുന്ന ദൈവം, 2 രക്ഷിക്കുന്ന ദൈവം, 3 പരിപാലിക്കുന്ന ദൈവം. ഈ 3 ദൗത്യങ്ങളിലേക്കും ദൈവം മനുഷ്യനെ ഒരു വിളി കൊടുത്തു, ഒരു പാർട്ട്ണർഷിപ്പ് കൊടുത്തു. അതാണ് എന്തെന്ന് പറയുന്നത്? കുടുംബം ഒരു പാർട്ട്ണർഷിപ്പാണ്. ദൈവത്തിൻ്റെ ദൗത്യങ്ങളിലേക്കുള്ള ഒരു വിളിയാണ് കുടുംബം എന്ന് പറയുന്നത്. എന്തിനാ മോനെ കല്യാണം കഴിച്ചത്? ഒന്നും കഴിക്കാതിരുന്നപ്പം കഴിച്ചു. എന്തോന്ന്? കല്യാണം. ഒന്നും കഴിക്കാതിരുന്നപ്പം കഴിച്ച കാര്യമല്ല കല്യാണം, ആണോ? അല്ല, ഒന്നും കഴിക്കാനില്ലപ്പം കഴിച്ച കല്യാണമാണ് തകർന്നു പോകുന്നത്. എല്ലാവരും ഒരുങ്ങി വേണം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ. കാരണം അതൊരു വിളിയാണ്. എന്തിനുള്ള വിളി? ദൈവത്തിൻ്റെ ദൗത്യങ്ങളിൽ പങ്കുചേരാനുള്ള വിളി. എല്ലാവരും പറഞ്ഞ് ദൈവത്തിൻ്റെ ദൗത്യങ്ങളിൽ പങ്കുചേരാനുള്ള വിളിയാണ് കുടുംബം. അങ്ങനെ ദൈവം മനുഷ്യന് ആ വിളി കൊടുത്തിട്ട് ദൈവം മനുഷ്യനെ തോട്ടത്തിലാക്കി വെച്ചു. അവർ ഭയങ്കര സന്തോഷമായിരുന്നു. എന്നും സന്ധ്യയാകുമ്പോൾ ആര് വരും? ദൈവം വരും. അതൊക്കെ ഒന്ന് നിന്ന് പറയണമെന്നുണ്ട്, സമയമില്ല. അപ്പോൾ അങ്ങനെ ആ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട് ഏതാണ്ട് തോട്ടത്തിലാക്കി വെച്ചു. പക്ഷേ പിശാച് വന്നു. പിശാചിന് ഭയങ്കര കഴിവുണ്ട്. കള്ളത്തെ സത്യമായിട്ട് പറയാനുള്ളൊരു കഴിവ് ആർക്കുണ്ട്? പിശാചിനുണ്ട്. പിശാച് കള്ളം പറഞ്ഞാൽ എന്താണെന്ന് തോന്നും? സത്യമാണെന്ന് തോന്നും. സത്യമായിട്ട് ഇതിനെ അവതരിപ്പിക്കാനുള്ള ഒരു കഴിവ് ആർക്കുണ്ട്? പിശാചിനുണ്ട്. അപ്പോൾ ആ പിശാച് ഇങ്ങനെ കള്ളം സത്യം പോലെ അവതരിപ്പിച്ചു. അതിൻ്റെ കെണിയിൽ മനുഷ്യൻ പെട്ട് പാപം ചെയ്തു. അതോടുകൂടി ആദ്യ കുടുംബം തോട്ടത്തിന് പുറത്താക്കപ്പെട്ടു.
അത് കഴിഞ്ഞ് ദൈവം അവർക്ക് മക്കളെ കൊടുക്കുന്നു. കയീനും ഹാബേലുമാണ്. പിന്നെ മുമ്പോട്ട് പോവുകയാണ്, വംശപാരമ്പര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നു. ചേട്ടൻ അനിയനെ കൊല്ലുന്നു. ഇതിൻ്റെ എല്ലാം കാര്യം ഒറ്റ കാര്യമാണ്, ചേട്ടൻ അനിയനെ കൊന്നു. എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. ചേട്ടനും അനിയനും കൂടെ എവിടോട്ട് പോയി? വയലിൽ പോയി. ചേട്ടനും അനിയനും കൂടെ കളിക്കാൻ പോയി, വർത്തമാനം പറയാൻ പോയി. ചേട്ടൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് ആര് പോയി? അനിയൻ പോയി. ലോകത്തിലെ ഏറ്റവും വലിയൊരു ബന്ധമാണ് ആര് തമ്മിൽ? ചേട്ടൻ അനിയൻ അല്ലേ? അതുകൊണ്ട് തന്നെ സ്കൂളിൽ വെച്ച് എനിക്ക് ഭയങ്കര നമ്മൾ അധികം അടി ഉണ്ടാക്കത്തില്ലായിരുന്നു. അധികം ഉണ്ടാക്കാതെല്ലാം ചോദിച്ചാൽ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്നവരുമായിട്ട് അടി ഉണ്ടായാൽ ഈ ഇൻ്റർവെല്ലിടുമ്പം അവൻ്റെ ചേട്ടന്മാരടിക്കാൻ വരും. എന്നെ അടിച്ച ആരും ചോദിക്കാനില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ സങ്കടമായിരുന്നു. അതേസമയം ചേട്ടന്മാരുണ്ടെങ്കിൽ എന്നെ ഒരിക്കൽ ഞാൻ ഈ പത്തനാം വഴിക്കൂടെ പോകുമ്പോൾ റോഡിലിട്ട് ഒരു ഈ വഴിയിൽ വഴക്കുണ്ടായി. വണ്ടിയിൽ കണ്ട കാര്യം, ഈ പത്തനാപുരത്ത് വെച്ച് കണ്ട കാര്യം, ചങ്ക് പറഞ്ഞു പോയ കാര്യം. റോഡിലിട്ട് ഒരു വണ്ടി ഇരുന്നവരെ വേറെ ബൈക്കേ വന്നൊരു 3 പിള്ളേരെ കയറി അടിച്ചങ്ങ് ശരിയാക്കുക. ഇപ്പോഴത്തെ അത് ഞാൻ വരാം അതിലേക്ക്. അപ്പോൾ അടിക്കുകയാണ്, അതിൻ്റെ കാരണമുണ്ട്. അപ്പോൾ അടിക്കുകയാണ്, അടിച്ച് കുറേ ആരും നോക്കുന്നില്ല. അപ്പോൾ എനിക്കങ്ങ് സങ്കടം വന്നു ഈ അടി കൊണ്ടിട്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ഇറങ്ങി ചെന്നപ്പോൾ തന്നെ നമുക്കങ്ങ് ഉൾഭീതിയും തോന്നി. അപ്പോൾ അവിടെ ഒരു ഇസ്ലാം സഹോദരൻ നിൽപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം തോന്നുന്നു ഇസ്ലാമാണോ അതോ ആന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം ഇടപെട്ടിനകത്ത് പിള്ളേരെ പോയിനിടാന്നൊക്കെ പുള്ളി ഇറങ്ങി പറഞ്ഞപ്പോഴാണ് ഈ പിള്ളേർ പോകുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു മനുഷ്യനുണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പിടിച്ചു മാറ്റാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവന്മാരുടെ ഭാവം കണ്ടോ, അടിച്ചു കൊല്ലാൻ വരുന്ന മട്ട് കാണാം. അപ്പം എൻ്റെ കൂടെ എൻ്റെ ചേട്ടനും അനിയന്മാരും 3 പേരുണ്ടായിരുന്നു. ഞാനിപ്പം പിടിച്ചു മാറ്റായിരുന്നു. ഞാൻ ചോദിച്ചാൽ അതാ എന്നാ കാര്യം? ചേട്ടാനിയന്മാരും 3 കൂടെ അടിക്കാൻ പിടിച്ചു മാറ്റിയാൽ തല്ലിക്കൊന്നാലും മാറത്തില്ല. ഇവിടെ നിൽക്കുന്ന നിങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ കയറി പിടിച്ചു മാറ്റിയാൽ നിങ്ങളെല്ലാം ഓടും. നിങ്ങളെല്ലാം എന്ത് ചെയ്യും? ഓടും. എൻ്റെ ചേട്ടനിയനെ എൻ്റെ കൂടുതൽ. അപ്പോൾ എന്നോട് ചോദിച്ചു താങ്കൾ ഓടുമോ? ഞാൻ പറഞ്ഞു അറിയത്തില്ല. പിള്ളേരെ ഓർത്താൽ ചിലപ്പം പിള്ളേരെ ഓർത്തില്ലെങ്കിലും ഈ നമ്മുടെ ശുശ്രൂഷയെ ഓർത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഓടിപ്പോവും. എന്നാലും എൻ്റെ രക്തം ഇങ്ങനെ തിളയ്ക്കുകയാണ്. നമ്മുടെ അകത്തെല്ലാം ഒരു രക്തം കിടപ്പില്ലേ, അതിങ്ങനെ തിളയ്ക്കുക. അപ്പം ഞാൻ പറഞ്ഞു പുള്ളി എന്നോട് കുറേ കാര്യം പറയണം. ഈ അടിക്കിടെ പുള്ളി എന്നോട് ഫിലോസഫി പറഞ്ഞു, അടിക്കാൻ പോവുകയാണെങ്കിൽ ചേട്ടാനിമാരൊന്നിച്ചേ പോകാവും. കാരണം ചത്താലും എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. അതൊരു പരമാർത്ഥമാണ്. ചത്താലും എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. അപ്പം അത്ര ഒരു ബന്ധമാണ് ചേട്ടനനിയൻ. പക്ഷേ ഈ ചേട്ടനും അനിയനും കൂടെ പോയിട്ട് ചേട്ടൻ ആരെ കൊന്നു? അനിയനെ കൊന്നു. എന്താ കാര്യം അറിയാതെ ഈ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പനും അമ്മയും കൂടെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അവന് ആദാമിനോട് വന്ന് ചോദിച്ചു, നീ എന്തിനാ കഴിച്ചത്? എൻ്റെ കുറ്റമല്ല. ആര് തന്നു? ഈ സ്ത്രീ തന്നു. അതിന് മുമ്പേ വിളിച്ച എന്നാണെന്നറിയാമോ? ഇവളെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും. പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒറ്റയടിക്ക് ആരായി? സ്ത്രീയായി. മനസ്സിലായോ? അപ്പോൾ ഇവർ തമ്മിൽ അങ്ങ് അകന്നു. ഇവരകുന്നത് കൊണ്ടായിരിക്കണം ആര് തമ്മിൽ അകന്നത്? മക്കൾ തമ്മിൽ അകന്നു. അപ്പം മക്കൾ അകലാൻ കാര്യം ആരുടെ അകൽച്ച? അപ്പൻ്റെ അമ്മയുടെ അകൽച്ച. അപ്പനും അമ്മയും അകന്ന ഉറപ്പാണ്. ആരകലും? മക്കളകൽ. ഒത്തിരി തെളിവുണ്ട് വേദോസത്തിൽ. അപ്പം അങ്ങനെ വേറെ എങ്ങും നമുക്ക് തപ്പണ്ട, വേദോസത്തിൽ ഒത്തിരി തെളിവുണ്ട്. അപ്പോൾ ആദമും ഹവ്വയും പാപം ചെയ്യുന്നു. അത് കഴിഞ്ഞ് കയീനും ഹാബേലും ചേട്ടൻ അനിയനെ കൊല്ലുന്നു. വീണ്ടും ചരിത്രം മുമ്പോട്ട് പോകുന്നു. കുടുംബങ്ങളുടെ ചരിത്രങ്ങളാണ് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ മുമ്പോട്ട് പോയിട്ട് 6-ാമത് അധ്യായത്തിലേക്ക് എത്തിയപ്പോഴത്തേന് ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത പെരുകി. അതെനിക്കൊന്ന് നിന്ന് പറയണമെന്നുണ്ട്. 6-ാമത് അധ്യായത്തിൽ ഞാൻ ഈ ദിവസങ്ങൾ ഒത്തിരി എടുത്ത് പറഞ്ഞു. വീണ്ടും വീണ്ടും ധ്യാനിക്കും തോറും കർത്താവ് എന്നോട് പറയാനും അതിൻ്റെ റിസൾട്ടും വലുതായതുകൊണ്ടാണ്. 6-ാം അധ്യായത്തിൽ മനുഷ്യന് ഒരു പെട്ടകം പണിതു. എന്തോരം എത്തുന്ന പെട്ടകം? ആകാശം വരെ എത്തുന്ന ഒരു പെട്ടകമല്ല. എന്ത് പണിതു? 6-ാം അധ്യായത്തിൽ പെട്ടകം പണിയുന്നു. 11-ാം അധ്യായത്തിലാണ് ഗോപുരം പണിയുന്നത്. 6-ാം അധ്യായത്തിൽ പെട്ടകം പണിയാനുള്ള കാരണമുണ്ട്. ഭൂമി മനുഷ്യൻ്റെ ദുഷ്ടത പെരുകി. എന്താണെന്ന് ചോദിച്ചാൽ ബോധിച്ച ഏവരെയും എന്തായിട്ട് എടുത്തു? ഭാര്യമാരായിട്ട് എടുത്തു. അവിടെ അബദ്ധം പറ്റിയെന്നാന്ന് ചോദിച്ചാൽ ആദാമിന് ഹവ്വയെ കൊടുക്കുകയായിരുന്നു. എന്നാൽ 6-ാം അധ്യായത്തിൽ വന്നപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? എടുക്കാൻ തുടങ്ങി. ഒരിക്കലും കുടുംബം എടുക്കരുത്. ആര് തരണം? ദൈവം തരണം. ഇന്ന് പറ്റുന്നത് എടുക്കുകയാണ്. എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. കൊടുക്കുന്നത് വേറൊരാളാണ്, എടുക്കുന്നത് അവരവരുടെ ഇഷ്ടത്തിനാണ്. അപ്പോൾ ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്യാൻ പാടില്ല? എടുക്കാൻ പാടില്ല. ഇവിടെയാണ് കാണുന്നത് ബോധിച്ച ഏവരെയും ഭാര്യമാരായിട്ട് എടുത്തു എന്ന് കാണാം. എടുത്തപ്പം എന്ത് പെരുകി? ദുഷ്ടത പെരുകി. അപ്പം ദൈവം മനുഷ്യനെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. എങ്ങനെ തീരുമാനിച്ചു? വെള്ളപ്പൊക്കം കൊണ്ട് 40 ദിവസത്തെ ഒരു വെള്ളം പൊങ്ങുന്നു. അപ്പം ദൈവം നോഹയോട് പറഞ്ഞു, നീ എന്ത് പണിയണം? പെട്ടകം പണിയണം. അങ്ങനെ ആ കുടുംബം പെട്ടകം പണിതു. പെട്ടകത്തിന് എത്ര പേര് കയറി? 8 പേര് കയറി. 3 മക്കൾ, അവരുടെ ഭാര്യമാർ, അപ്പന്, അമ്മ. എനിക്കിഷ്ടം തോന്നി ആ കുടുംബത്തോട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയത് നോഹയുടെ മരുമക്കളോടാണ്. അവരെ
ചെറുക്കന്മാരുടെ പെണ്ണുങ്ങൾ ഈ അമ്മായിപ്പം പറഞ്ഞപ്പം പെട്ടകത്തിൽ കയറാൻ തയ്യാറായതുകൊണ്ടാണ് ആ വീട് രക്ഷപ്പെട്ടത്. ഒരു പെണ്ണ് ഇടഞ്ഞു നിന്നായിരുന്നെങ്കിൽ കഥ മുഴുവൻ മാറിപ്പോയേനെ. ഇന്നങ്ങനെയാണ്, ഒരുമിച്ച് പോകാൻ നിൽക്കുമ്പോൾ ഒരു പെണ്ണ് പറയും ഞാൻ പോത്തില്ലെന്ന്. അതോടുകൂടി ആകെ തെറ്റത്തില്ലേ. ഇപ്പം ഞാൻ വരുന്നില്ല, വന്നാലും ഞാൻ വരത്തില്ല. അവൾ വന്നില്ല, പിന്നെ അവിടെ കെട്ടിയവൻ എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. അപ്പോഴത്തേന് ഈ ഹാർമണി മുഴുവൻ അങ്ങ് പോകും. അവർ ഇളയ ചെറുക്കനാണെങ്കിൽ മിക്കവാറും അമ്മ പറഞ്ഞേ, മനുഷ്യ നിങ്ങൾ വെക്കും, എൻ്റെ കൊച്ചനില്ല, ഞാൻ എന്ത് ചെയ്യുന്നേ ഇല്ല. അപ്പം കുറച്ചെങ്കിലുമൊക്കെ അമ്മ ഇപ്പം പറയുന്നത് എന്ത് ചെയ്യണം, കേൾക്കണം. ഇനി കേൾക്കാൻ ഇഷ്ടമില്ലെങ്കിലും തറുതല പറയാതെ കേൾക്കുക, മിണ്ടായിരിക്കുക, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യുക. പക്ഷേ ഒരു കാരണവശാലും തിരിച്ചെന്ത് ചെയ്യരുത്, പറയാം. നിങ്ങൾക്ക് ഇഷ്ടം പോലെ അങ്ങ് ചെയ്യും. ഞാൻ എല്ലാ മരുമക്കളും പറയുന്ന കാര്യമുണ്ട്, മാ നിറച്ച് അമ്മയെന്ന് അങ്ങ് വിളിക്കണം, അമ്മ എന്നെ ചോദിക്കണം, എന്നാൽ അമ്മ ഒത്തിരി കാര്യം പറയും. പക്ഷേ ഒരു കാരണവശാലും നിങ്ങളത് അനുസരിക്കരുത്, പക്ഷേ തിരിച്ചു പറയരുത്. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ത് ചെയ്യുക. അമ്മച്ചി എന്ന് പറഞ്ഞാൽ അമ്മച്ചി ഓക്കെ ആവും. അത്രയൊക്കെ പോരെ, മതി. അതിൽ കൂടുതൽ എന്തോ പറഞ്ഞു തരണ്ടേ. അപ്പോൾ ഏതായാലും ഈ കൊച്ചുങ്ങൾ കയറി 8 എണ്ണം കയറി വീണ്ടും ചരിത്രം മുമ്പോട്ട് പോയപ്പോൾ 11ാമത് അധ്യായത്തിൽ എത്തി. അപ്പം 8 എണ്ണം പിന്നെയും വർദ്ധിച്ച് ഈ അധ്യായം കടയിൽ ഒത്തിരി ഗ്യാപ്പുണ്ട്. പെട്ടെന്നാണ്, അന്ന് ഈ മനുഷ്യന് ഭയങ്കര ആയുസല്ലേ, പെട്ടെന്നാണ് ഈ ചരിത്രം ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ആൾക്കാർ എണ്ണം കൂടി, നിമ്രോദിൻ്റെയൊക്കെ കാലമായി. അപ്പോൾ ആ സമയത്ത് വന്നപ്പോഴത്തേന് ഇവരൊരു ബാബേലിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു. ബാബേലിലാണ് ബാബേലി ആരാധനകളൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ 11ാം അധ്യായം എത്തിയപ്പോഴത്തേന് ഇവരൊരു ഗോപുരം പണിതു. എന്ത് വരുത്തുന്ന ഗോപുരം? ആകാശം വരെ എത്തുന്ന ഒരു ഗോപുരം പണിതു. എല്ലാവരും പറഞ്ഞ് എന്ത് വരെ എത്തുന്ന ഗോപുരം? ആകാശം വരെ എത്തുന്ന ഗോപുരം പണിത് ദൈവത്തെ തോപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം ഇനിയും വെള്ളപ്പൊക്കം കൊണ്ട് വന്നാൽ ഞങ്ങളെല്ലാം കൂടെ എവിടെ കയറിയിരിക്കും? ഗോപുരത്തിൽ കയറിയിരിക്കും. അപ്പം തമ്പുരനെ തോപ്പിക്കാൻ വേണ്ടി ഒരു പണി ഇണക്കിയതാണ്. പക്ഷേ ദൈവത്തെ തോപ്പിക്കാനൊക്കെ ഒക്കത്തില്ല. അപ്പോൾ എന്തോ കലങ്ങിപ്പോയി, ഭാഷ കലങ്ങിപ്പോയി. ഇതൊരു അടിസ്ഥാന പ്രശ്നമാണ്. ഇന്ന് കുടുംബങ്ങളിൽ പ്രശ്നം ഒരു കലക്കമുണ്ട്. ഒരു കാര്യമില്ലാതാണ് എന്ത് കലങ്ങുന്നത്? ഭാഷ കലങ്ങുന്നത്. ഒരു കാര്യമില്ലാതെ ഭാഷ കലങ്ങുന്നത്. എന്തിനാണെന്ന് നമുക്ക് പോലും അറിയത്തില്ല. ഒരു കാര്യമില്ലാതാണ് വഴക്കുണ്ടാകുന്നത്. എന്താണെന്ന് അറിയത്തില്ല. എന്തോ കലക്കുക, ഭാഷ കലങ്ങും. ഈ ഭാഷ കലങ്ങുമ്പോൾ എന്തോ പറ്റുമെന്നറിയോ? ചിലപ്പം കൊതിച്ച് ഫ്രൈഡ് റൈസ് പിടിക്കുന്ന അമ്മമ്മ കഷ്ടപ്പെട്ട് ഫ്രൈഡ് റൈസ് വെക്കുന്ന അന്നായിരിക്കും ഈ കലക്കം ഉണ്ടാകുന്നത്. ചെറുക്കത്തിൽ ആരും എന്ത് കഴിക്കത്തില്ല, പിള്ളേർ മാത്രം കഴിച്ചിട്ട് കിടക്കും. ഈ വെച്ച അമ്മ ഇത് കഴിക്കത്തില്ല. കാരണം ഒരു കാര്യമില്ലാതെ ഒരു പിണക്കം ഉണ്ടായി. അത് എതുവഴിയെങ്കിലുമൊക്കെ കയറി വരും. ചിലപ്പം കയറി വരുന്നത് പിള്ളേരിൽ കൂടെ ആയിരിക്കും, ചിലപ്പം കയറി വരുന്നത് വേറെ ആരെങ്കിലും കൂടെ ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലാണെന്ന് അറിയത്തില്ല. എന്ത് കലങ്ങിപ്പോവും? ഭാഷ കലങ്ങിപ്പോവും. ഈ ഭാഷ കലങ്ങുന്ന ഒരു ദുഷ്ടശക്തി എല്ലായിടത്തും ഉണ്ട്. ഞാനതിന് ഇത് പറയാൻ വേണ്ടി പറയുന്നൊരു ഉദാഹരണമുണ്ട്. എന്നെ കർത്താവ് പഠിപ്പിച്ച ഉദാഹരണം. ഭാഷ ചെറിയ ഒരു കാര്യമില്ല. ഞാൻ ആദ്യമായിട്ട് കൺവെൻഷൻ പ്രസംഗിക്കാൻ പോവാം. അപ്പം ഇത് ഞാൻ ഒത്തിരി എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അമ്മയുടെ മുഖം ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ അമ്മമാരുടെ മനസ്സിലെന്താ നമുക്ക് ചിലപ്പോൾ അറിയത്തില്ല, ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ കല്യാണം കഴിച്ചേ, അതുകൊണ്ടാണ്. അപ്പം കല്യാണം കഴിച്ച സമയമാണ്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ പൊക്കോട്ടെ. പോടാ. അമ്മ വരുന്നോ? വരുന്നില്ല. അമ്മയ്ക്ക് എന്താ പറ്റി? അമ്മയ്ക്കൊന്നും പറ്റിയില്ല. എടാ അമ്മ എന്തോടാ? എന്തോ അമ്മേ? ഒന്നുമില്ലടാ, പോ. അപ്പം ഞാൻ പപ്പയും കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് ഇറങ്ങുക. ആദ്യമായിട്ട് കൺവെൻഷൻ പ്രസംഗിക്കാൻ പോകുന്ന ഒരു ജീവിതത്തിൻ്റെ ഒരു സുശേഷനെ സംബന്ധിച്ചോളം കൺവെൻഷൻ പ്രസംഗിക്കുന്ന ഒരു സംഭവമല്ലേ ആദ്യമായിട്ട്. അതല്ലാതെ ഇപ്പോഴും ഒരു അനുഗ്രഹമാണ്. അപ്പം ഞാൻ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അന്നൊരു ജീപ്പും കൊണ്ട് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലങ്ങ് കലുഷിതമായി. എന്താ പറ്റി എൻ്റെ അമ്മയ്ക്ക്? മറ്റേ അമ്മ ഭയങ്കര ലൈവാണ്. അപ്പം ഞാൻ വണ്ടി ഇട്ടിട്ട് കയറി ചെന്നിട്ട് ചോദിച്ചു. അപ്പോൾ എനിക്കൊരു ആശയം കിട്ടി. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, അമ്മയുടെ മോനെ ആദ്യമായിട്ടൊരു യോഗത്തിന് പ്രസംഗിക്കാൻ പോലും എൻ്റെ ചക്കരയും ഒന്ന് പ്രാർത്ഥിച്ച് വിട്ടേമേ. ഒരൊറ്റ കരച്ചിലും ഒരു പ്രാർത്ഥനയും. എന്തിനാ ഇങ്ങനെ ഇരുന്നറിയാമോ? അമ്മ ഓർത്തു അമ്മയുടെ മോനെ ആദ്യമായിട്ട് കൺവെൻഷൻ പോലെ അമ്മയുടെ അടുത്ത് എന്ന് പറയും, അമ്മേ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ. ഈ അമ്മ എന്നാൽ പിന്നെ അങ്ങ് പറഞ്ഞാൽ പോലെ ഇങ്ങോട്ട് വാടാ ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെന്ന്. ഇതൊട്ട് പറയത്തുമില്ല. ഇത് പറയാതെ ഞാൻ പോയിരുന്നെങ്കിൽ ഒരു കുഴപ്പം പറ്റിയേനെ. എന്താണെന്നറിയാമോ? ഇത് മുഴുവൻ എൻ്റെ ഭാര്യയുടെ മണ്ടയ്ക്കോട്ട് വീണേനെ. അത് മുഴുവൻ ഇവിടെ ഞാൻ ചെല്ലുമ്പം തിരിച്ച് എൻ്റെ ഇങ്ങോട്ട് വീണേനെ. അത് മുഴുവൻ അങ്ങോട്ട് വീണേനെ. ചുരുക്കത്തിൽ കൺവെൻഷൻ കഴിഞ്ഞ് വരുമ്പോൾ സകല സന്തോഷം പോയേനെ. എന്നോട് ഈയിടയ്ക്കൊരു ഭൂതത്തിൻ്റെ മേൽ ഭയങ്കര അധികാരമുള്ള ഒരാൾ പറഞ്ഞു, ഞാൻ ഈ ഭൂതപരിപാടി നിർത്തി. ഞാൻ ചോദിച്ചു, അതല്ല, ഭൂതത്തെ ഇറക്കി വിട്ടിട്ട് വീട്ടിൽ വരുമ്പോൾ അതിലും വലിയൊരു ഭൂതം ഇങ്ങനെ അടിഞ്ഞാടി വരും. അതുകൊണ്ട് എൻ്റെ പൊന്നു കർത്തദാസന് അതിനെ ശാസിച്ചിറക്കി വിടാം. ഇതിനെ എന്തോ ചെയ്യും?
മറ്റേത് ശ്വാസിച്ചാൽ പോവും, ഇത് ശ്വാസിച്ചാൽ പോകത്തില്ല. അപ്പം ഒരു കാര്യമില്ലാതാണ് ഈ പിശാച് എന്തോ കലക്കുന്നത്, ഭാഷ കലക്കും. ഇതൊരു പരമാർത്ഥമല്ലേ. നമുക്കാകെപ്പാടെ എൻ്റെ ജീവിതത്തിൻ്റെ ഫിലോസഫി തന്നെ ഞാൻ പറയാം. എൻ്റെ ഒരു ലൈഫിനെ ഒത്തിരി ചേഞ്ച് ചെയ്തൊരു ചിന്തയുണ്ടേ. പരമാർത്ഥമായ കാര്യമാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളെല്ലാവരും വീട്ടിൽ പോയി ഒന്ന് വർക്കൗട്ട് ചെയ്യണം. അങ്ങനെ വർക്കൗട്ട് ചെയ്ത് ഒത്തിരി പേർക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ ആയുസ് 70, ഏറെയായ 80. ഏറെയാണേ, 80 വരെ പോകണം നിർബന്ധമില്ല. 70, ഏറെയായ 80. കൊളസ്ട്രോളിൻ്റെ ലെവലും ഷുഗറിൻ്റെ പോക്കും ഒക്കെ കണ്ടാൽ എവിടം വരെ പോകുമെന്നുള്ളത് കർത്താവിന് മാത്രം അറിയാം. ഏതായാലും അതിൽ കൂടുതലൊക്കെ ആഗ്രഹിക്കുന്നവർ ഒറ്റ കാര്യം കൂടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോണം, ആരോഗ്യം കൂടെ. ആരോഗ്യത്തോടു കൂടിയോ മുമ്പോട്ട് പോകാവും. ഇല്ലെങ്കിൽ ഭയങ്കര ബോറല്ലേ? ആണോ അല്ലയോ? ആണ്, ഭയങ്കര ബോറാണ്. അപ്പോൾ ആരോഗ്യം വേണം, വേണ്ടേ? ആരോഗ്യമില്ലാത്ത ആയുസ് ഭയങ്കര ദോഷമാണ്. കാരണം നമുക്ക് സമയവും പോകത്തില്ല, വല്ലാത്ത ബുദ്ധിമുട്ടാവും. അങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേരുണ്ട്. ഏതായാലും 70, ഏറെയായ 80. 80 വരെ നിങ്ങൾ ജീവിച്ചാൽ നമുക്ക് 29,200 ദിവസമുണ്ട് നമ്മുടെ ജന്മം മുതൽ. എങ്ങനെ അറിയാം? 80 × 365, 29,200. ഒരു 29,000 ദിവസമുള്ളൂ നമ്മുടെ ഈ ഭൂമിയിലെ ആയുസ്. അതിനകത്ത് നമ്മളൊരു 27 വയസ്സിലൊക്കെ ആയിരിക്കും കല്യാണം കഴിക്കുന്നത്. അപ്പം നമുക്ക് ആകെപ്പാടെ ഒരാരോഗ്യമുള്ള 40-ന് മുമ്പ് ഇപ്പം മിക്കവരും BP ആവും, കൊളസ്ട്രോൾ ആവും. 40-45 അസുഖങ്ങൾ തുടങ്ങും. അത് BP ആയിട്ടായിരിക്കും തുടങ്ങുന്നത്. അപ്പോഴേ ഡോക്ടർ മരുന്ന് തരും. 3 വർഷം മരുന്ന് കഴിക്കുമ്പോൾ ഷുഗർ കൂടെ തുടങ്ങിക്കോളും. ഷുഗറിൻ്റെ മരുന്ന് കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ കൂടെ ആയിക്കോളും. അപ്പോൾ അങ്ങനെ ഒരു 50-55 ആകുമ്പോഴത്തേനും മനുഷ്യൻ്റെ എന്ത് കുറയും? ആരോഗ്യമെല്ലാം കുറയും. 55-60 ഇതൊക്കെ ഒരു പരമാർത്ഥമായ കാര്യമാണ്. അല്ലെങ്കിൽ ഡോക്ടേഴ്സിനൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യം. അപ്പോൾ ഈ പണ്ടത്തെ മനുഷ്യർ കുറച്ച് ലൈഫ് സ്പാനും ആരോഗ്യമുള്ള ലൈഫ് സ്പാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനല്ല. എനിവേ പോട്ടെ, ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, എന്നാലും ആയുസിനെക്കുറിച്ച് ചിന്തിക്കാം. അപ്പം നമുക്ക് ഒരു ഇത്രയും വർഷമുള്ളൂ ഭൂമിയിലെ ജീവിതം. അപ്പോൾ ഉറപ്പായിട്ടും ഇന്ന് ചിന്തിക്കണേ, 45 വയസ്സുള്ള ഒരു ചേച്ചിയുടെ ഭർത്താവിന് ഏറ്റവും കുറഞ്ഞത് ഭർത്താവ് ഒരു 5 വയസ്സെങ്കിലും എന്തായിരിക്കണം? മൂത്തായിരിക്കും നമ്മുടെ നാട്ടുകാർക്കനുസരിച്ച്. ഇനി അതല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരോടും പറയാതിരിക്കുക, പേര് വിളിക്കാതിരിക്കുക. കഴിവതും മനുഷ്യൻ്റെ മുമ്പിൽ വെച്ച് അച്ചാച്ചാന്ന് മാത്രം വിളിക്കുക, അല്ല ചേട്ടാന്ന് വിളിക്കുക. അങ്ങനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവുക. ആരോടും പറയരുത്. ഡേറ്റ് ഓഫ് ബർത്ത് ആരും ചോദിക്കത്തില്ലല്ലോ. അപ്പോൾ ഏതായാലും 45 വയസ്സുള്ള ചേച്ചിക്ക് 50 വയസ്സുള്ള അച്ഛന് 5 വയസ്സ് മൂത്തായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി ഒന്നിച്ച് എത്ര നാളുണ്ട്? 30 വർഷം കൂടെ ഉണ്ട്, 80 ആണെങ്കിൽ. പക്ഷേ 30 വർഷം നിങ്ങൾ ഒന്നിച്ചുണ്ടോ? 30 വർഷം. അപ്പോൾ ഒരു കാര്യം, ചേച്ചിക്ക് 75 ആകുമ്പോഴേ അച്ഛൻ 80 ആവും. അപ്പോൾ അപ്പോഴത്തേനും പോവും. അപ്പോൾ 45 ഉള്ള ചേച്ചിക്ക് അച്ഛൻ 50 ആണെങ്കിൽ ഇനി 30 വർഷമേ നിങ്ങൾ ഒന്നിച്ചുള്ളൂ. പേടിക്കണ്ട, ഉള്ളൂ. 3 1 9, 3 6 18, 10,000 ദിവസമേ ഒന്നിച്ചുള്ളൂ. ഈ 10,000 ദിവസം അച്ഛൻ ഗൾഫിലാണെങ്കിൽ അതുമില്ല. വർഷത്തിൽ 3 ദിവസം 30 ദിവസം വെച്ച് വരും, 45 ദിവസം. അങ്ങനെയാണ് ഇനി ഒരു 450 ദിവസമേ ഒന്നിച്ചുള്ളൂ. ഈ ദിവസം ഒരു കാരണവശാലും പിണങ്ങരുത്. പിശാച് നോക്കുന്ന ഈ കൊച്ചായുസിനെ കലക്കിക്കളയും, ഒരു കാര്യമില്ല. അപ്പം ഞാൻ തീരുമാനിച്ചൊരു കാര്യമുണ്ട്. പിണങ്ങുമ്പോൾ ഇത് പഠിപ്പിച്ചപ്പം പിണങ്ങിയാൽ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, പിണങ്ങണ്ട, പോകണ്ട. കാരണം ഇത്രയും ദിവസമല്ലേ ഉള്ളൂ. അത്രയും ദിവസം ഉള്ളെങ്കിൽ ഒരാളും എന്ത് ചെയ്യത്തില്ല, പിണങ്ങത്തില്ല. അപ്പോൾ ഈ കൊച്ചായുസിനെ കലക്കി കളയുന്ന ഒരു ദുഷ്ടശക്തി കുടുംബങ്ങളിൽ കിടന്ന് തേർവാഴ്ച നടത്തുകയും, അതിൻ്റെ പേരാണ് ബാബേൽ ശക്തി. ബാബേൽ ശക്തി. ഇത് സുവിശേഷകരുടെ വീട്ടിലുണ്ട്, ഇത് ഹൈന്ദവ സഹോദരങ്ങളുടെ വീട്ടിലുണ്ട്, ഇത് ഇസ്ലാം സഹോദരങ്ങളുടെ വീട്ടിലുണ്ട്. ഒരു കാര്യവുമില്ലാതെ പ്രിയരെ കുടുംബത്തിൻ്റെ ദിവസങ്ങളെ പിണക്കി കലക്കി നശിപ്പിക്കുന്ന ദുഷ്ടശക്തിയെ ഞാൻ വിളിക്കും ബാബേലിൻ്റെ ശക്തി. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവിടെ ഓടിക്കൂടിയവർക്കൊക്കെ കലക്കവും പിണക്കവും അല്ല ഉണ്ടായത്. അവിടെ ഓടിക്കൂടിയവർക്കെല്ലാം ഭാഷ മനസ്സിലാകാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞങ്ങൾക്ക് സന്ധിയില്ല പോരാട്ടമുണ്ട്. എന്തിനോട്? മനുഷ്യരോടല്ല, എന്നാൽ മനുഷ്യരുടെ കുടുംബങ്ങളുടെ ദിവസങ്ങളെ നശിപ്പിച്ച് തകർത്ത് പിണക്കി അകറ്റി സ്വസ്ഥതയെ കെടുത്തുന്ന ബാബേലിൻ്റെ ശക്തിയോട് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾക്ക് രാത്രി പോരാട്ടമുണ്ട്. ഞാനിത് പറയുമ്പോൾ അത് പ്രിയ ദൈവദാസനെ സത്യമാണെന്ന്
ബോധ്യമുള്ളവർ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ശത്രുവിൻ്റെ തന്ത്രങ്ങളോട് നിങ്ങൾ എതിർത്ത് നിന്നാൽ അത് നിങ്ങളെ വിട്ട് ഓടിപ്പോകും. യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളുടെ ദിവസങ്ങളെ നശിപ്പിച്ച് പിണക്കി വഴക്കുണ്ടാക്കി കുടുംബ പ്രാർത്ഥനയെ കെടുത്തി സ്വസ്ഥതയെ നശിപ്പിച്ച് ആകപ്പാടെ എണ്ണപ്പെട്ട ഈ ഭൂമിയിൽ തമ്പുരാൻ തന്ന ദിവസങ്ങളെ നശിപ്പിക്കുന്ന ദുഷ്ടശക്തി, ബാബേൽ ശക്തി, യേശുവിൻ നാമത്തെ കുടുംബങ്ങളിൽ നിന്ന് രാത്രി വിട്ടുമാറാൻ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറായ എല്ലാവരും ഇന്ന് രാത്രി വിശ്വാസത്തോടെ കരങ്ങളെ ചേർത്തടിച്ച് ആത്മാവിൽ പോരാടിയെന്ന് പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും സ്വസ്ഥതയെ കെടുത്തുന്ന അന്ധകാര ശക്തിയെ ശബ നഗദന ഹർക്കന ദിഗ നഗദന ഹൂഡബന ഖദന ശബല, എല്ലാവരും പ്രാർത്ഥിച്ചേ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. വളരെ ഗൗരവമായി അത് പലരിലൂടെ കയറി വരും. മക്കളിലൂടെ ആയിരിക്കാം, ഒരുപക്ഷെ നിങ്ങളിലൂടെ ആയിരിക്കാം, ഇത് ആരുമല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന സെർവൻറ്റിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗത്തിൽ കൂടെ കയറി വരും. പ്രിയരെ, യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ ഞങ്ങൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രിയരെ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവമായിരിക്കും. എന്ന ഒരു കാര്യം പറയാം, ഇതിനെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ജയമുണ്ടാകും. ഇതിനെ തിരിച്ചറിഞ്ഞ ജയമുണ്ട്. കർത്താവ്, എൻ്റെ കുടുംബത്തിലെ എണ്ണപ്പെട്ട ദിവസങ്ങളെ പിണക്കി കിടത്തി നശിപ്പിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ദിവസങ്ങളെ നശിപ്പിക്കുന്ന ബാബേൽ ശക്തിയിൽ നിന്ന് ഇന്ന് എനിക്ക് മോചനം വേണമെന്ന് ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അവരെല്ലാം കരമുയർത്തി പ്രാർത്ഥിച്ച് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഭയങ്കര വ്യത്യാസങ്ങൾ ദൈവം തരുന്നുണ്ട്. ഞാനിത് പറഞ്ഞെടുത്തൊക്കെ ഭയങ്കര വ്യത്യാസങ്ങൾ അനേക കുടുംബങ്ങൾ എന്നോട് സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഭയങ്കര തിരിച്ചറിവായി നിങ്ങളെ ഒരു കാര്യമില്ലാതെ പിണക്കുന്നു. അത് അമ്മച്ചിയിലൂടാകാം, മരുമകളിലൂടാകാം, നാത്തൂനിലൂടാകാം, പലരിലൂടാകാം. പക്ഷെ എന്തുവാകട്ടെ, ഇന്ന് രാത്രി നിനക്ക് നഷ്ടപ്പെടാൻ ദിവസങ്ങളില്ല. ഈ ഭൂമി കർത്താവ് തന്ന ദിവസങ്ങൾ കർത്താവിനോടൊപ്പം ഹാനോക്ക് നടന്ന് കുടുംബത്തെ ജീവിച്ചതുപോലെ കർത്താവിനോടൊപ്പം കുടുംബത്തെ ജീവിക്കാൻ വേണ്ടി കർത്താവ് തന്ന ദിവസങ്ങളെ നശിപ്പിക്കുന്ന ബാബേൽ ശക്തി. അതാണ് പ്രിയരെ നമ്മൾ കാണുന്നത് 11-ാം അധ്യായത്തിൽ. ആ ബാബേലിൻ്റെ ശക്തി അതെന്ത് കലക്കിക്കളയും? ഭാഷ കലക്കിക്കളയും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്ത് കലക്കും? ഭാഷ കലക്കും. അപ്പോൾ ഭാഷ കലക്കുന്നതിൻ്റെ പിന്നിൽ ആരുണ്ട്? പിശാചുണ്ട്, ബാബേൽ ശക്തിയുണ്ട്. ഞാനതിനെ വിളിക്കുന്നു എന്ത് സ്പിരിറ്റ്? ബാബേലിൻ്റെ സ്പിരിറ്റ്. അതാണ് കലക്കം ഉണ്ടാക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് കലക്കം ഉണ്ടാക്കത്തില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരുമയുണ്ടാകും. സ്തോത്രം ചെയ്തേ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? ഒരുമയുണ്ടാകും. ഇന്ന് രാത്രി നിങ്ങളുടെ ഒരുമയെ തകർക്കുന്ന, ഭാഷയെ മനസ്സിലാക്കാതെ കലക്കി വൈരുദ്ധ്യപ്പെടുത്തുന്ന ആ ദുഷ്ടസ്വാധീനത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ കർത്താവിനോട് വളരെയധികം പ്രാർത്ഥിച്ചോണം, വളരെയധികം പ്രാർത്ഥിക്കണം. ബാബേലിൻ്റെ ശക്തി. എന്നാൽ ആ തകർച്ചകൾ ഉണ്ടായ ശേഷം ഭാഷ കലങ്ങുന്നു. അപ്പോഴാണ് ദൈവം ഒരാളെ വിളിക്കുന്നു. ആരെ വിളിച്ചു? അബ്രഹാമിനെ വിളിക്കുന്നു. ആദ്യം വിളിക്കുന്ന തേരഹിനോടൊപ്പമാണ്. അങ്ങനെ അവർ വന്നിട്ട് ഹാരാനി വരെ താമസിക്കുന്നു. തേരഹ് ഹാരാനി വെച്ച് മരിക്കുന്നു. 12-ാം അധ്യായത്തിൽ ദൈവം വീണ്ടും അബ്രഹാമിനെ വിളിക്കുന്നു. അപ്പോൾ വയസ്സ് 75. അങ്ങനെ ദൈവം വിളിക്കുകയാണ്. അബ്രഹാമിൻ്റെ കുടുംബത്തിലൂടെ നമുക്കൊന്ന് പോകാം. അബ്രഹാമിനെയും സാറയും കൂടെ ദൈവം വിളിക്കുന്നു. അപ്പം അബ്രഹാമിനെ വിളിച്ചപ്പോൾ ആരുമുണ്ട് അതിനകത്ത്? സാറയുണ്ട്. ഞാൻ നിന്നെ കാണിപ്പായിരിക്കും, ദേശത്തേക്ക് പോകുക, ഞാൻ നിൻ്റെ പേരെന്താക്കും? വലുതാക്കും, നീ വലിയൊരു ജാതിയാകും. ഇതെല്ലാം പറഞ്ഞ് ദൈവം വിട്ടു. അങ്ങനെ വിട്ട് അവർ പോയെങ്കിലും കുറേ യാത്ര ചെയ്ത് പോയി, യാഗമൊക്കെ കഴിച്ച് കൂടാരമൊക്കെ അടിച്ച് മുന്നോട്ട് പോയി. പക്ഷെ പെട്ടെന്ന് ദേശത്തൊരു ക്ഷാമം ഉണ്ടായപ്പോൾ അബ്രഹാം എവിടെ പോയി? മിസ്രൈമിൽ പോയി. 12-ാം അധ്യായം വായിക്കുന്നവർക്കറിയാം. 12-ാം അധ്യായത്തിൽ അബ്രഹാം എവിടെ പോയി? മിസ്രൈമിൽ പോയി. മിസ്രൈമിൽ പോയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി. ഈ മിസ്രൈമിൽ ചെന്നപ്പം ഈ അന്നത്തെ രാജാക്കന്മാർ സൗന്ദര്യമുള്ളവരെയൊക്കെ ഇഷ്ടമുള്ളവരെ വിളിക്കുക. അവർക്ക് അതിനുള്ള അധികാരമുണ്ട്. കിരീടം ഭയങ്കര തേർമാഴ്ച നടത്തുന്ന ഫറവോ രാജാക്കന്മാർ. അപ്പോൾ അവർ ഈ സ്ത്രീ സാറ സുന്ദരി എന്ന് കണ്ടു. അപ്പം ഫറവോനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവളെൻ്റെ ആരാണ്? പെങ്ങളാണെന്ന് പറഞ്ഞു. 20-ാം അധ്യായത്തിൽ അതിനൊരു കാരണം നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും ഇതേ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പറയുന്നു, അവളെൻ്റെ പെങ്ങളാണോ? ആണ്. എൻ്റെ അപ്പൻ്റെ മോളാണ്, പക്ഷേ എൻ്റെ ആളല്ല, അമ്മയുടെ മകൾ, അർത്ഥ സഹോദരി. അന്നത്തെ ഒരു കഷ്ടം. ആ കഷ്ടത്തിൽ ഇവളെൻ്റെ ഭാര്യയാണോ? ആണ്. പെങ്ങളാണോ? പെങ്ങളാണ്. അപ്പം രണ്ടുമാണ്. പക്ഷേ ഒരു വിശുദ്ധ കള്ളം. അങ്ങനെ സാറ എവിടെ പോയി? ഫറവോൻ്റെ കൊട്ടാരത്തിൽ പോയി. പക്ഷേ ഈ കൊട്ടാരത്തിൽ പോയത് കൊണ്ടൊരു പ്രശ്നമുണ്ടായി. 17-ാം അധ്യായത്തിൽ അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായി നിമിത്തം യഹോവ ഫറവോനെയും അവൻ്റെ കുടുംബത്തെയും അത്യന്തം ദണ്ഡിപ്പിച്ചു. 12-17. അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായി നിമിത്തം യഹോവ ഫറവോനെയും അവൻ്റെ കുടുംബത്തെ എന്ത് ചെയ്തു? അത്യന്തം ദണ്ഡിപ്പിച്ചു. അപ്പം ഈ അപരൻ്റെ ഭാര്യ ഫറവോൻ്റെ വീട്ടിലുണ്ടായിരുന്നത് കൊണ്ട് ഫറവോൻ്റെ വീട്ടിൽ നിന്ന് എന്ത് മാറി?
ഞാനൊരു രോഗത്തിന് വേണ്ടി ബ്ലഡ് കൗണ്ട് കൂടി നിൽക്കുന്ന അരോഗവാനായ ഒരു കുഴപ്പമില്ലായിരുന്നു ചെറുക്കൻ പെട്ടെന്ന് ബ്ലഡ് കൗണ്ട് കൂടുന്നു, അപായകരമായ ഒരു ബ്ലഡ് കൗണ്ട് കൂടുന്നു. അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിൽ മാറ്റം വരണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, 100% എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ അല്ലാതെ മറ്റൊരു സ്ത്രീയില്ല, എനിക്ക് ആരുമായിട്ട് ഒരു ബന്ധവും ഇല്ല, ഞാൻ വളരെ ആ കാര്യത്തിൽ എനിക്ക് ദൈവസന്ധി പ്രാഗൽഭ്യം. അപ്പം പിന്നെന്താ കർത്താവ് അങ്ങനെ പറഞ്ഞത്? അപ്പം ഞാൻ സമ്പാദിച്ചു ആത്മാവിൽ, ഞാൻ അവനോട് ഇടപെട്ടു, ആ വ്യക്തിയുമായിട്ട് ആത്മാവിൽ നമ്മൾ സംസാരിച്ച് ദൈവം തന്ന ദൂതുകളെ കൈമാറുമ്പോൾ പറഞ്ഞു, അങ്ങനെയല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, ഭാര്യയെ വേറൊരു പെൺകുട്ടി വീട്ടിൽ ഇല്ലെങ്കിലും നിൻ്റെ ഫോണിൽ ആവശ്യമില്ലാത്ത വല്ല പെൺപിള്ളാരുടെയും ഫോട്ടോ ഉണ്ടോ? അപ്പം പറഞ്ഞു അതൊക്കെ ഉണ്ട്, അത് മതി ദണ്ഡനം വരാൻ. അപ്പം ഞാൻ പറഞ്ഞു അതെല്ലാം ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് മുഴുവൻ ഡിലീറ്റ് ചെയ്ത് തീരുമാനിച്ചപ്പോൾ ബ്ലഡ് കൗണ്ട് നോക്കിയപ്പോൾ കൂടി നിന്നത് കുറയുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ആവശ്യമില്ലാത്തത് എന്തെങ്കിലും വീട്ടിൽ കയറിയാൽ ആ വീട്ടിൽ നിന്ന് ദണ്ഡനം മാറത്തില്ല. ഒരു കാര്യം ഓർത്തണം, ചെറുപ്പക്കാരെ, അകാലത്തിൽ വാർദ്ധക്യമാക്കുന്ന ഒന്നാണ് ഇന്ന് കാണുന്ന മ്ലേച്ഛതകൾ. വളരെ ഞങ്ങളിത് പറഞ്ഞില്ല പിന്നെ ആരാ പറയുന്നത്? ഭൂമിയുടെ വലിയൊരു ഒരു ഭയങ്കര അപകടകരമായ ഒരു പ്രവണതയിലേക്ക് പോവുകയാണ്. മ്ലേച്ഛതകൾ കാണാൻ ആർക്കും ലൈസൻസ് ആകുന്ന ഒരു കാലം. കാരണം അവനവൻ്റെ സ്വന്തം ഫോണിൽ ഇഷ്ടം പോലെ കണ്ട് രസിക്കുമ്പോൾ ഓർത്തോണം, അകാലത്തിൽ രോഗിയായി പോകും. ഒരു കാരണവശാലും ഇങ്ങനെയുള്ളത് ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നാൽ ദൈവം നിനക്ക് രോഗസൗഖ്യവും ആരോഗ്യം തരും. പൂർണ്ണ വാർദ്ധക്യത്തിൽ കറ്റയടുക്കി വെച്ചതുപോലെ കർത്താവിൻ്റെ സന്ധി പ്രവേശിപ്പാൻ ഇടയാക്കും. അകാലത്തിൽ പൊലിപ്പിച്ച് അകാലത്തിൽ വാർദ്ധക്യം വരുത്തി വെച്ച് രോഗത്തിന് അട്ടിമയാക്കി പെട്ടിക്കകത്ത് നിന്നെ ഒടുക്കി കട്ടിലേക്ക് കിടത്തണം എന്നുള്ളതാണ് പിശാചിൻ്റെ പദ്ധതി. അതിനാണ് പിശാച് ഇങ്ങനത്തെയുള്ള മ്ലേച്ഛതകളുടെ സ്പിരിറ്റുകൾ കൊണ്ടിടുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി അതല്ല. നീ ആരോഗ്യത്തോടെ ഇരുന്ന് കുടുംബത്തിൽ ജീവിച്ച് രോഗസൗഖ്യവും ആരോഗ്യവും പ്രാപിച്ച് ഹല്ലേലൂയ ദീർഘായുസ്സോടെ തൃപ്തിപ്പെട്ട് മക്കളുടെ മക്കളെയും കണ്ട് കർത്താവിൽ ആനന്ദിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പദ്ധതികൾ എൻ്റെ വീട്ടിൽ മതി, അതിന് വിരുദ്ധമായിട്ടുള്ളത് ഒന്നും വേണ്ട കർത്താവേ എന്ന് തീരുമാനിക്കാൻ താല്പര്യമുള്ളവരൊക്കെ കരമുയർത്തി കർത്താവിനോടൊന്ന് പറഞ്ഞ്, കർത്താവേ മ്ലേച്ഛതകളൊന്നും വീട്ടിൽ കയറരുത്. എന്ത് പറ്റുമെന്നറിയാമോ? ദണ്ഡനം വരും. ദണ്ഡനം. ഫറവോന്റെ വീട്ടിൽ നിന്ന് എന്ത് മാറിയില്ല? ദണ്ഡനം മാറിയില്ല. ഒറ്റ കാര്യം, ആരുണ്ടായിരുന്നത് കൊണ്ട്? സാറാ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ദണ്ഡനങ്ങൾ വരാൻ കാരണമായ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരുപക്ഷെ ബന്ധങ്ങളായിരിക്കത്തില്ല, പക്ഷെ അതിലും വലിയൊരു ബന്ധനമാണ് മ്ലേച്ഛതകൾ കാണുന്നത്. കർത്താവേ ജയം തരണമേ എന്ന് പ്രാർത്ഥിച്ചോണേ, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചോണേ. കർത്താവേ ജയം തരണം. എന്തിനാ? അകാലത്തിൽ നിന്നെ വാർദ്ധക്യപ്പെടുത്തി അകാലത്തിൽ രോഗിയാക്കി കട്ടിലേക്ക് കിടത്തി. വീണ്ടും കർത്താവ് പറയുന്നത്, കട്ടിലേക്ക് കിടത്തി രോഗിയാക്കി ഒന്നിനും കൊള്ളാത്തവനാക്കി ചപ്പും ചവറുമാക്കി നിന്നെ ഒതുക്കാനാ പിശാചിൻ്റെ പദ്ധതി. അവൻ വന്നത് മോഷ്ടിക്കാൻ. ആരോഗ്യം മോഷ്ടിക്കും, ബന്ധത്തെ മോഷ്ടിക്കും, ദിവസങ്ങളെ മോഷ്ടിക്കും. എന്നാൽ എൻ്റെ കർത്താവ് വന്നത് ജീവൻ തരുവാനും അത് സമർത്ഥ്യമായി തരുവാനും. കരങ്ങളെ ചേർത്തടിച്ചിന്ന് രാത്രി എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചേ. ആരും ഇന്ന് രാത്രി വെറുതെ ഇരിക്കരുത്. എൻ്റെ യേശു വന്നത് മോഷ്ടിക്കാനല്ല. പിശാച് വന്ന ഈ കലക്കം വന്ന് നിന്റെ എണ്ണപ്പെട്ട ദിവസങ്ങളെ മോട്ടിച്ചോണ്ട് പോകും, എണ്ണപ്പെട്ട സന്ധ്യകളെ മോട്ടിച്ചോണ്ട് പോകും, എണ്ണപ്പെട്ട രാത്രികളെ മോട്ടിച്ചോണ്ട് പോകും, എണ്ണപ്പെട്ട ദിവസങ്ങളെ മോട്ടിച്ചോണ്ട് പോകും. എന്നാൽ എൻ്റെ യേശു വന്നാലോ ആ എണ്ണപ്പെട്ട ദിവസങ്ങൾക്കകത്തേക്ക് ജീവൻ വരാൻ തുടങ്ങും. എന്ത് ജീവൻ? സമർത്ഥമായ ജീവൻ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. കർത്താവിൻ്റെ ജീവൻ നമ്മുടെ കുടുംബങ്ങളിൽ. അപ്പം നോക്കൂ, അവിടെ 12-ാം അധ്യായത്തിൽ പ്രശ്നമാണ്. 13-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അബ്രഹാം വീണ്ടും യാത്ര തുടരുന്നു. കൂട്ടത്തിൽ ഒരാളുണ്ട്, കുടുംബം, അബ്രഹാമിൻ്റെ കുടുംബം. എന്തുകൊണ്ടാണ് കുടുംബത്തെ കാണുന്നത്? ഞാൻ കണ്ട പ്രത്യേകത, അബ്രഹാം പോകുമ്പോൾ ലോത്തും കൂടെ ഉണ്ട്. ആരുണ്ട്? ലോത്തുണ്ട്. ഉറക്കെ പറഞ്ഞേ, ലോത്തുണ്ട്. ശ്രദ്ധിച്ചിരിക്കണേ, ലോത്തുണ്ട്. അപ്പോൾ ഈ ലോത്തിൻ്റെ ഇടയന്മാരും അബ്രഹാമിൻ്റെ ഇടയന്മാരും തമ്മിൽ എന്തുണ്ടായി? വഴക്കുണ്ടായി. നമ്മുടെ നാട്ടിൽ ഇടയന്മാരില്ലെങ്കിലും പലപ്പോഴും വീട്ടിൽ വഴക്കുണ്ടായി. ചേട്ടന്മാരും അനിയന്മാരും ഒന്നിച്ച് താമസിക്കും. പിള്ളേരുണ്ടാകുന്നിടം വരെ ഒന്നിച്ച് താമസിക്കും. പിള്ളേർ വഴക്ക് പിന്നെ ആരുടെ വഴക്കാകും? വലിയയുടെ വഴക്കാകും. ഇത് തന്നെയാണ് എല്ലായിടത്തും. ഏതായാലും വഴക്ക് കുറച്ച് കഴിയുമ്പോൾ ആരുടെ വലിയ വിഷയമാകും? വലിയയുടെ വിഷയമാകും. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വഴക്കുണ്ടായി. ലോകത്തിൻ്റെ ഇടയന്മാരും അബ്രഹാമിൻ്റെ ഇടയന്മാരും കൂടെ വഴക്കുണ്ടായി. നമ്മുടെ വീട്ടിൽ ഇടയന്മാരില്ല, പക്ഷേ ആരുണ്ട്? പിള്ളേരുണ്ട്. പിള്ളേർ വഴക്കാണ് വലിയൊരു വഴക്ക്. ശരിയാണല്ലോ അല്ലേ? അപ്പം ഏതായാലും കാലം മുമ്പോട്ട് പോയപ്പോൾ ഇങ്ങനെ വഴക്കുണ്ടായി. അപ്പോൾ അബ്രഹാം ഒരു സ്റ്റാൻഡ് എടുത്തു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നിനക്ക് ഇഷ്ടമുള്ള എടുത്തു, നീ എടുത്തിട്ട് എനിക്ക് ബാക്കി മതി. അബ്രഹാം എന്തോ ഉണ്ടാക്കിയില്ല, വഴക്കിന് നിന്നില്ല. വഴക്കുണ്ടാക്കാനാണെങ്കിൽ അബ്രഹാമിന് വഴക്കുണ്ടാക്കാം. കാരണം അബ്രഹാമിൻ്റെ വീട്ടിൽ എത്ര അഭ്യാസികളുണ്ടായിരുന്നു? 312 അഭ്യാസമുണ്ട്. അപ്പോൾ ഈ വഴക്കിൽ അബ്രഹാമേ ജയിക്കത്തുള്ളൂ. പക്ഷേ ഈ അഭ്യാസികളൊക്കെ ഉണ്ടായിട്ട് അഭ്യാസം കാണിക്കാൻ ആരും പോയില്ല.
അബ്രഹാം പോയില്ല, അബ്രഹാം മാറി നടന്നു. അതുകൊണ്ട് ദൈവം അബ്രഹാമിന് ഒരു അനുഗ്രഹം കൊടുത്തു. ശ്രദ്ധിച്ചോണേ, ഇന്ന് വേറൊരു വലിയ സംഭവം വ്യാപരിക്കുക. അതെന്താണെന്നറിയാമോ? വഴക്കിൻ്റെ ഒരു ആത്മാവ്. വഴക്കാണ് എല്ലായിടത്തും. റോഡിൽ കൂടെ നടക്കാനൊക്കെ ഇല്ല, റോഡിൽ നടന്നാൽ വഴക്കാണ്. അത് ബന്ധാണേ പറയുകയും വേണ്ട. ഹർത്താൽ നടന്നാൽ വെട്ടിക്കൊല്ലും, കുത്തിക്കൊല്ലും, അടിച്ചു കൊല്ലും, കല്ലെറിയും. ഇതൊരു വഴക്കിൻ്റെ ആത്മാവാണ്. ഗദ്രദാസെ ഭൂതരകസൻ ആരെ റോഡിൽ കൂടെ എന്ത് ചെയ്യത്തില്ല, നടത്തത്തില്ല. ആ ഭൂതമാണ് ഇപ്പം കേരളത്തിൽ കയറിയേക്കുന്നത്. കാരണം റോഡിൽ കൂടെ ആരും എന്ത് ചെയ്യണ്ട, നടക്കണ്ട. റോഡിൽ നമ്മൾ ടാക്സ് അടച്ചാണ്, ലൈഫ് ടാക്സ് അടച്ചേക്കുന്നത് 15 വർഷത്തേക്ക്. പക്ഷേ ടാക്സ് അടച്ചിട്ട് കാര്യമില്ല, എവിടെ ഇറക്കണ്ട, റോഡിൽ ഇറക്കേണ്ട. റോഡിൽ കൂടെ നടത്തത്തില്ല. അതുതന്നെയായിരുന്നു കർത്താവിൻ്റെ സമയത്ത് ഒരുത്തൻ ആരെ അതുവഴി വഴി നടത്താത്തൊരു പിശാച്. ആ പിശാച് കയറി റോഡിൽ കൂടെ നടത്തത്തില്ല. പിന്നെ വേറൊരു സ്പിരിറ്റ് ഉണ്ട്, വഴിയെ പോകുമ്പോൾ ചുമ്മാതാണ് വണ്ടിയുമായിട്ടൊക്കെ ഓരസുകയും വഴക്കുണ്ടാക്കുന്നത്. ഒന്നില്ലേ, ഒരുത്തൻ ഓവർടേക്ക് ചെയ്ത് വരുന്നു. ഓവർടേക്ക് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഇടത്തൂടെ കയറി വരും. ഞാൻ എത്ര വട്ടം കണ്ടിട്ടുണ്ടെന്നറിയാം, ഈ വണ്ടിയായിരിക്കുന്ന ആൻറ്റിമാർ, ഇവർ നമ്മളോർക്കും മാന്യരാന്ന് ഒന്നുമല്ല. അച്ഛാ കയറ്റിവിടരുത് അച്ഛാ, കയറ്റിവിടരുത് അച്ഛാ. കളം മുപ്പിക്കുന്ന ആ ചേച്ചിമാരുണ്ട്. ഒതുക്കി കൊടുത്തിട്ടുണ്ടല്ലോ, അവൻ അങ്ങോട്ട് അവൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമ്മൾ ഇങ്ങോട്ടൊന്ന് ഒതുക്കി കൊടുക്കുമ്പോൾ അവൻ ചെന്ന് കുഴിച്ചാടും. നമുക്കൊരു സന്തോഷം. അപ്പം നിങ്ങൾ വ്യാപരിച്ചത് ഒരു വഴക്കിൻ്റെ ആത്മാവാണ്. അവൻ അന്ന് ഒതുങ്ങിയപ്പോൾ അവൻ ചിലപ്പം ചെറുക്കന നല്ല കഞ്ചാവെല്ലാം ഉണ്ടല്ലോ, അവൻ കുറുകിയിട്ടിട്ട് അടിച്ച് ശരിയാക്കും. അപ്പം ഈ ചേച്ചിയുടെ സോക്കേട് നിൽക്കും, എൻ്റെ ചേട്ടനെ തല്ലല്ലേന്ന് പറയും. അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഒരു കാരണവശാലും വഴിയിൽ എന്ത് ചെയ്യാൻ പാടില്ല, വഴക്കുണ്ടാക്കാം. വഴി വ്യാപരിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്, അതിൻ്റെ പേരാണ് എന്ത്, വഴക്ക്. അതാണ് ഇന്ന് പിള്ളേരോടൊക്കെ നമുക്കൊന്ന് സംസാരിക്കുമോ? ബൈക്കിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഇടയ്ക്ക് ഒരു അബദ്ധം പറ്റിയേ. ഞാനിങ്ങനെ കാറിൽ പോകുമ്പോൾ എൻ്റെ നാട്ടിൽ വെച്ച് കുറച്ച് പെട്ടെന്ന് ഇങ്ങനെ ഓവർടേക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ക്രോസ് ഇട്ട് ഒതുക്കി. അപ്പോൾ ഞാൻ ചവിട്ടിയില്ലായിരുന്നു, അവനെ ഇടിച്ചേന്. അപ്പോൾ ഞാൻ വണ്ടി എടുത്തു. എനിക്കറിയാം പിള്ളേരൊക്കെ, അവൻ്റെ അപ്പനമ്മമാരൊക്കെ ആയിട്ട് നമുക്ക് എന്തും ബന്ധമാണ്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മക്കളെ, ഞാനാണെങ്കിൽ മക്കളെ എന്നേ വിളിക്കത്തുള്ളൂ, എൻ്റെ മക്കളെ, ഇപ്പം ഞാൻ ചവിട്ടിയില്ലായിരുന്നു ഇടിച്ചോണല്ലോടാ, നീ ഒന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് തിരിയണ്ടാന്ന് ചോദിച്ചു. ഇവൻ ബൈക്ക് നേരെ ക്രോസ് ചെയ്തിട്ട് വെച്ചിട്ട് ചോദിച്ചു, എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു? ഞങ്ങളെന്താ പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. കേട്ടല്ലോ, തോന്നിയതാ മക്കളെ, എന്നാൽ പോക്കട്ടെ, ശരി മക്കളെ. കാരണം എനിക്ക് ഒന്നിനും കൂടെ ഇവരോട് വഴക്കടിച്ചിട്ട് നമുക്ക് ഒത്തിരി നഷ്ടപ്പെടാറുണ്ട്. ഇവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. കാരണം നിത്യത നഷ്ടപ്പെട്ട് കിടക്കുന്നവർ വഴക്കുണ്ടാക്കാൻ വരുമ്പോൾ ഉണ്ടല്ലോ, നിത്യത നഷ്ടപ്പെടാതിരിക്കേണ്ടവരെ വഴക്കുണ്ടാക്കാൻ പോവല്ലേ, തിരിഞ്ഞു നടന്നോണം. സ്വതന്ത്രം ചെയ്തേ. ഈ വഴക്കിൻ്റെ ഒരു ശക്തി എൻ്റെ അപ്പ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഈ പണ്ടേ കൊണ്ട് നിരത്തിൽ, കേരളത്തിലത് കൂടുതല. വെളിം രാജ്യങ്ങളൊക്കെയാണ് എവിടെയെങ്കിലുമൊക്കെ തട്ടുമുട്ടൊക്കെ ചെയ്യുന്ന ഇറങ്ങി വന്നിട്ട് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് കൈയൊക്കെ തരും. ഇവിടെ അല്ല, പടപ്പനെ എന്ത് വരും, അട്ടിയുടെ ഒരു ആത്മാവാണ്. അതാണ് ഈ വഴക്ക്. ഒരു കാര്യമില്ല, ചുമ്മാ വന്ന് എന്ത് ചെയ്യുക, അടിച്ചിട്ട് തിരക്കത്തുള്ളൂ. എന്തോ പറ്റിയത്, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അത് ഇവിടുത്തെ ഒരു പ്രശ്നമാണ്. വടക്ക് ഈ കേരളം അടി. എന്തിനാ അടിച്ചേ? വണ്ടി ഓടിച്ച് അടിക്കണം, വേണ്ട, അടിക്കുക. ഒരു വഴക്കിൻ്റെ ആത്മാവാണ്. ഒഴിഞ്ഞു നടന്നോണേ, പ്രാർത്ഥിച്ച് ജയിച്ചോണേ. ഒരു മനുഷ്യനോട് ജഡത്തിൽ പോരാടാൻ പോകല്ലേ. കാരണം അവൻ്റെ അകത്തിരിക്കുന്ന ഒരു ആത്മാവാണ് അവനെയും കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് അതിനോടൊന്നും. അപ്പോൾ എൻ്റെ അപ്പ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഈ ഒന്ന് വലിയൊരു ബസ്സിൽ പോകുന്ന ഒരു ഡ്രൈവർ, ആ പുള്ളിക്കാരൻ്റെ ഒരു വലിയ രസമുള്ളൊരു കാര്യമായിരുന്നു. നല്ല വെളുത്ത ഷർട്ടും മുണ്ടൊക്കെ കൊടുത്ത് ഒരു അച്ഛൻ നിന്നാൽ ചള്ളയടിപ്പിക്കും. ഈ ആലപ്പുറത്തിരിക്കുന്ന പാപ്പാന് പട്ടിയെ പേടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി കൊണ്ട് പോയിട്ട് ഒറ്റ ചള്ളയടിപ്പിച്ചിട്ട് പുള്ളി ചിരിച്ചുകൊണ്ട് അങ്ങ് പോകും. അങ്ങനെ ഒരു അച്ചായനെ ചള്ളയടിപ്പിച്ചു. അയാളെ കണ്ട് കല്യാണത്തിന് പോകുമായിരുന്നു. അയാളെന്തോ എന്നറിയാമോ, മുണ്ടും മടയും കയ്യിലും കൊടുത്ത് തിരിച്ചു നിന്നു. കല്യാണത്തിനൊന്നും പോകുന്നില്ലെന്ന് വെച്ചു. ഇങ്ങനെ തിരിച്ചു വന്നപ്പം കൈ കാണിച്ച് നിർത്തി, കയ്യിൽ വണ്ടി നിർത്തി. വെള്ളച്ചട്ടം മുണ്ടും മാറിയില്ലേ, കൈരിയൊക്കെ കൊടുത്ത് നിൽക്കുക. അയാൾ കണ്ടു നിർത്തി. അയാളുടെ ഒരു കാലം കൂടെ ഉണ്ടായിരുന്നു, ഒറ്റ കുത്ത് വെച്ച് കൊടുത്തു, കണ്ണ് പൊട്ടിപ്പോയി. ഇപ്പോഴും ആ സ്ഥലം അറിയപ്പെടുന്നത് കണ്ണ് കുത്തിപ്പടിയുന്ന. എന്ത് പറ്റി കിടക്കങ്ങാണ്ടുള്ളൊരു സ്ഥലമാണ് എൻ്റെ അപ്പാണ്ട് പറഞ്ഞിട്ടുള്ളത്, കണ്ണ് കുത്തിപ്പടി. എന്താ കാര്യം എന്നറിയാമോ? ഒരാത്മാവ് വ്യാപരിക്കുന്നത്. പക്ഷേ അബ്രഹാം എന്തിനു നിന്നില്ല, വഴക്കിന് നിന്നില്ല. അതുകൊണ്ട് കർത്താവ് ലോകത്തൊക്കെ സോതോമിലോട്ട് പോയി. നീ സോതോം വരെ കൂടാരം നീട്ടിയടിച്ച് പോയി. പക്ഷേ അബ്രഹാം തിരിഞ്ഞ് ഒതുങ്ങി കർത്താവിനെടുക്കുക വന്നപ്പം കർത്താവ് രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, നീ വഴക്കുണ്ടാക്കിയില്ലോ, ഞാൻ നിന്നെ ഒരു കാര്യം കാണിക്കാം. കണ്ടോ, നീ കണ്ണ് തുറന്ന് നോക്കിക്കേ, ഈ ദേശം എല്ലാം കണ്ടു, ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരാൻ പോവുക. ഒരു കാര്യം ഓർത്തോണേ, വഴക്കിൽ നിന്ന് മാറി നിന്നാൽ വാഗ്ദത്തം കിട്ടും. വഴക്കുണ്ടാക്കുന്ന കുടുംബങ്ങൾക്ക് എന്ത് നഷ്ടപ്പെടും? വാഗ്ദത്തം പോവും. അത് വഴക്ക് പല രീതി വരും. അമ്മായിമ്മയും മരുമകളുമായിട്ട് വഴക്ക്, നാത്തൂനുമായിട്ട് വഴക്ക്. ഇനി ആരെയും കിട്ടിയില്ലേ, നമ്മളും പട്ടിയുമായിട്ട് വഴക്കുണ്ടാക്കും. പട്ടിക്കിട്ട് ഒരു തൊഴി വെച്ച് കൊടുത്തു, പട്ടി ഒരു കടിയും വെച്ച് കൊടുത്തു. അവസാനം ആ പട്ടിയെ വെട്ടിക്കൊന്നു.
നടന്നതോടെ പിള്ളേരെല്ലാം സമരമായി. കാരണം പിള്ളേരുടെ ഏറ്റവും വലിയ സന്തോഷമാണെന്ത്, പട്ടി തീർന്നല്ലോ, ഒരു കാര്യമില്ലാതായി കയറി വരുന്നത്. അപ്പോൾ വഴക്കുണ്ടാക്കാതിരുന്നാൽ വാക്തത്വം കിട്ടും. വാക്തത്വം വേണോ വഴക്കുണ്ടാക്കണം? വാക്തത്വം വേണോ വഴക്ക് വേണോ? വഴക്ക് മതിയെന്ന് പറയുന്ന എല്ലാവരും ഒന്ന് സ്വതന്ത്രം ചെയ്തേ. കണ്ടോ, മിണ്ടിയില്ല. മതി, വഴക്ക് വേണ്ടായല്ലോ. വഴക്കുണ്ടായ അപ്പോൾ എന്തോ പോവും? വാക്തത്വം പോവും. വാക്തത്വം കിട്ടണമെങ്കിൽ വഴക്കുണ്ടാക്കരുത്. വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, ചെറിയ കാര്യങ്ങളാണെങ്കിലും രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ. ആരോട് എന്തുണ്ടാക്കരുത്? വഴക്കുണ്ടാക്കരുത്. മനസ്സിലാകുന്നുണ്ടല്ലോ? വഴക്കുണ്ടാക്കുക അത് പല രീതി വരും. ഞങ്ങൾ ഈ സൺഡേ സ്കൂളും PYP ഒക്കെ എന്താ ഞങ്ങളെന്തോ YPC ഞാനിതിൻ്റെ ഒരു യൂത്തിൻ്റെ ആളുകൂടാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും രസം, ഇന്ന് വരെ ഒരു കൊച്ചും കൂടെ ഈ പിന്നെ പാടാൻ വന്നിട്ട് സമ്മാനം കിട്ടാത്തതിൻ്റെ പേരിൽ 2 കൊച്ചുങ്ങൾ വഴക്കുണ്ടാക്കി ഇന്ന് വരെ എൻ്റെ അടുക്ക് വന്നിട്ടില്ല. കൊച്ചുങ്ങൾ കെട്ടിപ്പിടിച്ച് വർത്തമാനം പറഞ്ഞിട്ട് പോകും. പക്ഷേ ഇതുങ്ങളുടെ 2ൻ്റെയും അമ്മമാരിങ്ങ് വരും. ജഡ്ജസ് പാർഷ്യാലിറ്റി കാണിക്കാം ഉറഞ്ഞു തുള്ളുവല്ലേ. ഞാൻ പറഞ്ഞ അമ്മച്ചി അടുത്ത വർഷമായിട്ട് വേണ്ട, ഈ വർഷമായിട്ട്. ഉയ്യോ എൻ്റെ പൊന്നെ, ഒരു കാര്യം ഓർത്തോണേ, അന്നേരം ഇവർ വ്യാപരിക്കുന്ന ആത്മാവെന്താ? വഴക്കിൻ്റെ ആത്മാവാണ്. അതറിയത്തില്ല, വേറെ ആത്മാവും കയറുക. സത്യമായിട്ടും ഒരു കാരണവശാലും ഈ വർഷം കിട്ടിയില്ല, അടുത്ത വർഷം കിട്ടത്തില്ലേ. അല്ല പിന്നെ ഇത് കിട്ടി അങ്ങ് IAS ആകുമോ? IAS ആകുമോ? 2 വർഷം കഴിയുമ്പോൾ ഇത് എവിടെയെങ്കിലും കളഞ്ഞു കൂവി അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റൊക്കെ അവിടെയൊക്കെ ഇരിക്കത്തല്ലേ ഉള്ളൂ. എത്ര പേരാണ് ഇതൊക്കെ പാത്ത് വെക്കുന്നത്. ഇതൊക്കെ അന്നേരത്തെ ഒരു സന്തോഷം. പക്ഷേ ഇതിൻ്റെ പേരിൽ എന്തോ ഉണ്ടോ? നിത്യത നഷ്ടപ്പെടരുത്. ഇതിൻ്റെ പേരിലാണ് പലപ്പോഴും എന്ത് പോകുന്നത്? നിത്യത പോകുന്നത്. കർത്താവേ, എനിക്ക് പോകാൻ നിത്യതയാണ്, അതുകൊണ്ട് നിത്യത പോകണ്ട. ദൈവമേ, ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വലിയ നഷ്ടങ്ങൾ വരുത്തി വെക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണം. നോക്കൂ, അതാണ് 13-ാം അധ്യായം. വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. അപ്പം ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് എന്ത് തരാം? നിൻ്റെ സന്തതിയെ ഞാൻ ഈ ഭൂമിയിലെ പൊടി പോലെ. അപ്പം വഴക്കുണ്ടാക്കാതിരുന്ന എന്തോ കിട്ടും? വാഗ്ദത്തം കിട്ടും. ഏത് കുടുംബം പഠിപ്പിച്ചു? അബ്രഹാമിൻ്റെ കുടുംബം. 14-ാം അധ്യായത്തിൽ വീണ്ടും ഒരു സാധ്യത. ലോത്തിനെ തട്ടിക്കൊണ്ടുപോയി രാജാക്കന്മാർ. പക്ഷേ അബ്രഹാം എന്ത് ചെയ്യുന്നറിയാമോ? പുറകെ പോയി അവനെ നേടിയെടുത്തു. അപ്പം ശത്രുവിനെ സ്നേഹിക്കാൻ ആര് പഠിപ്പിച്ചു? ദൈവം പഠിപ്പിച്ചു. തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പം ദൈവം തന്നെ അനുഗ്രഹിച്ചു. തിരിച്ചു വന്നപ്പം 14-ാം അധ്യായം മൽക്കീസേദെക്ക് എതിരേറ്റ് വന്നു. അബ്രഹാം സകലത്തിലും മൽക്കീസേദെക്കിന് എന്ത് കൊടുത്തു? ദശാംശം കൊടുത്തു. ഉറക്കം പറഞ്ഞേ, ദശാംശം കൊടുത്തു. 24-ാമത് അധ്യായം. അബ്രഹാം വയസ്സ് എന്നും വൃദ്ധനായി. ദൈവം അബ്രഹാമിനെ സകലത്തിലും എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. അപ്പം കുടുംബങ്ങളെ സകലത്തിലും അനുഗ്രഹിക്കപ്പെടണം. ഒറ്റ വഴിയേ ഉള്ളൂ. എന്ത് കൊടുക്കണം? സകലത്തിലും ദശാംശം. ആമേൻ പറയാവുന്നവരൊക്കെ ആമേൻ പറഞ്ഞേ. കണ്ടോ, പറഞ്ഞില്ല, നല്ലപോലെ പറയാം. ആമേൻ. സകലത്തിലും ദശാംശം കൊടുത്താൽ എന്ത് കിട്ടും? സകലത്തിലും ദശാംശം കൊടുത്താൽ 24-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വൈകിട്ട് പോയി ഒന്ന് നോക്കിയാൽ മതി. 24:1 സകലത്തിലും എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. യഹോവ അബ്രഹാമിനെ സകലത്തിൽ എന്ത് ചെയ്തു? അനുഗ്രഹിക്കും. അപ്പോൾ സകലത്തിൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ സകലത്തിൽ എന്ത് കൊടുക്കണം? ദശാംശം കൊടുക്കും. ആര് പഠിപ്പിച്ചു? അബ്രഹാം പഠിപ്പിച്ചു. അബ്രഹാം 15-ാം അധ്യായത്തിൽ വന്നപ്പോഴത്തേന് അബ്രഹാമിനെ വീണ്ടും ദൈവം അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ യാഗം കഴിക്കുന്നു. 16-ാം അധ്യായം വിസ്തരിക്കാൻ സഭയില്ല. 16-ാം അധ്യായത്തിൽ അപ്പോൾ 85 വയസ്സ്. 16-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ കാണുന്നു 86. 15-ാം അധ്യായം തുടങ്ങുമ്പോൾ എത്ര വയസ്സായിരിക്കണം? 85. ഇസ്മായിൽ ജനിച്ചു കഴിഞ്ഞാണ് 86. അപ്പം സാറയ്ക്ക് മക്കളുണ്ടായില്ല. അപ്പോൾ ഒരു മക്കൾ വേണമെന്നുള്ളൊരാഗ്രഹം അപ്പനെക്കാട്ടും കൂടുതൽ ആർക്കുണ്ട്? അമ്മയ്ക്കുണ്ട്. അതൊരു പരമാർത്ഥമാണ്. കാരണം ഒരു അമ്മ ജനിക്കുമ്പോഴേ, ഒരു പെൺകുട്ടി ജനിക്കുമ്പോഴേ അമ്മയാകാനുള്ളൊരാഗ്രഹം പെൺകുട്ടിക്കുണ്ട്. നമുക്കതറിയാം. 2 ആൺപിള്ളേരും ഒരു പെണ്ണും വീട്ടിലുണ്ടെന്ന് വെച്ചോ. ആൺപിള്ളേർ വഴക്കാളികളായിരിക്കും. ആൺപിള്ളേർ പിന്നെ ഇങ്ങനെ ഒരു വൈബ്രൻറ്റ് സ്വഭാവക്കാരായിരിക്കും. പെൺകുട്ടി അപ്പോൾ എന്താ ചെയ്യുന്നറിയാമോ? ഒരു പാവ എടുത്തിട്ട് പൊട്ട് കൊട്ടിട്ട് കളിക്കും. പണ്ടത്തെ പെൺകുട്ടി. ഇപ്പോഴത്തെ പെൺകുട്ടികളെല്ലാം ആണും പെണ്ണും എല്ലാം കമ്പ്യൂട്ടറിന് കീഴിലായതുകൊണ്ട് ഇവർക്ക് ഇങ്ങനത്തെ ഇതൊന്നും ഇല്ല. എന്നാലും അല്ലെങ്കിൽ എന്തോ ചെയ്യും? ഒരു പാവ എടുത്തിട്ട് കളിപ്പിക്കും. ഞാൻ അമ്മ, നീ കുട്ടി ബാബു. പിന്നെ അല്ലെങ്കിൽ കഞ്ഞിയും കറിയും കളിക്കും. കഞ്ഞിയും കറിയും കളിക്കുമ്പോൾ അവൾ ചെയ്യുന്ന എന്തോ ചെയ്യുന്നറിയാവോ? ആൺപിള്ളേരെ എല്ലാം എടുത്തിട്ട് പറയും, ഞാൻ അമ്മ, നീ എന്താണ്? പിള്ളേരാണ്. കറിയൊക്കെ വിളമ്പുന്ന കണ്ടിട്ടില്ലേ? ഒരില ഇട്ടിട്ട് ഇത് തോരൻ, ഇതെല്ലാം വിളമ്പുന്ന എപ്പോഴും ആരായിരിക്കും? ആ പെങ്കൊച്ചായിരിക്കും. എന്താ കാര്യം? അവളൊരു അമ്മയാകുകയാണ്. അപ്പോൾ അമ്മയാകാനുള്ള ആഗ്രഹം സാറയ്ക്കുണ്ട്. അപ്പോൾ സാറ അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, എനിക്ക് ആരാകണം? അമ്മയാണ്, കുഞ്ഞിനെ വേണം. പക്ഷേ എനിക്കിപ്പോൾ മക്കളാകുന്നില്ലല്ലോ. കർത്താവ് മക്കളുണ്ടാകുമെന്ന് പറഞ്ഞു. ചിലപ്പോൾ ഇനി മക്കളുണ്ടാകാൻ പറഞ്ഞ് കർത്താവ് മറന്നുപോയി കാണും. അല്ലെങ്കിൽ കർത്താവിന് ഇനി ഉണ്ടായില്ലെങ്കിൽ ആർക്ക് നാണക്കേടാം? കർത്താവിന് നാണക്കേടല്ലേ? അതുകൊണ്ട് നമുക്ക് കർത്താവിനെ സഹായിക്കാം. ഹാഗറിൽ ആരുണ്ടാകട്ടെ? കുഞ്ഞുണ്ടാകട്ടെ. ഞാൻ ആഗറിനെ നിനക്ക് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ആഗർ എവിടുത്തുകാരത്തിയായിരുന്നു അറിയാമോ? എവിടുത്തെ ദാസിയായിരുന്നു? മിസ്രൈമി ദാസിയായിരുന്നു. ഈ ഹാഗർ വരാൻ കാര്യം എന്നാ? 12-ാം അധ്യായത്തിൽ ഇടയ്ക്ക് ക്ഷാമം വന്നപ്പോൾ എവിടെ പോയി? മിസ്രൈമിൽ പോയി. അതുകൊണ്ട് അന്നേരം കിട്ടിയപ്പോൾ ഒരു വാലാണ് ആര്? ഹാഗാർ. എപ്പോഴും ഓർത്തോണം, ഈ പിന്മാരത്തിൽ പോയാൽ നമ്മൾ തിരിച്ചു വന്നാലും അതിൻ്റെ ഒരു വാലറ്റം ജീവിതകാലം മുഴുവൻ കാണും. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഇവിടെ പോകരുത്. പിന്മാരത്തിൽ നമ്മളിങ്ങനെ തിരിച്ചു വരും, നിത്യതയെ കാണും. പക്ഷേ ഈ ഭൂമിയിൽ ഒരു വാല് കൂടെ കാണും. അങ്ങനെ ഒരു വാൽ ആർക്ക് കിട്ടി?
അബ്രഹാം കിട്ടി. ആ വാലിൻ്റെ പേരാണെന്ത്? ഇസ്മായിൽ. ഹാഗാർ തിരിച്ചു വന്നു. ഹാഗാറിൽ ആരുണ്ടായി? കുഞ്ഞുണ്ടായി. അപ്പോൾ ഇവർ ആർക്ക് വഴി പറഞ്ഞു കൊടുത്തതാ? ദൈവത്തിന് വഴി പറഞ്ഞു. പലപ്പോഴും നമ്മളും ഇതുപോലാണ്, ദൈവത്തിന് വഴി പറഞ്ഞു. കർത്താവേ അങ്ങനെ ആയാലും ഇങ്ങനെ നടക്കും, ഇങ്ങനെ ആയാലും അങ്ങനെ നടക്കും. പക്ഷെ നമുക്ക് ദൈവത്തിന് എന്തോ വേണ്ട? നമ്മുടെ വഴികൾ വേണോ? വേണ്ട. ദൈവത്തിന് വഴികളുണ്ട്. പക്ഷേ അപ്പം ഹാഗറിൽ കുഞ്ഞുണ്ടായി. ഈ കുഞ്ഞുണ്ടായപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി. എന്താണെന്നറിയാം? ഹാഗറിൻ്റെ വയറ്റിൽ ഇസ്മായിൽ കിടക്കുന്നു. അപ്പോൾ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ ഇസ്മായിലിന് ഹാഗറിന് ആരെ നിന്നയായി? യജമാനത്തി. 16-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എത്രാം വാക്യം? 16-ാം അധ്യായത്തിന് 4-ാം വാക്യം. യജമാനത്തി അവളുടെ കണ്ണിന് നിന്ദിതയായി. ഞാൻ പെട്ടെന്ന് പോട്ടെ. യജമാനത്തി അവളുടെ കണ്ണിന് എന്തായി? നിന്ദിതയായി. അപ്പോൾ ഈ യജമാനത്തിയുടെ ഒരു പുച്ഛം ഉണ്ടായി. അപ്പോൾ ഈ ഇസ്മായിൽ എവിടെ കിടപ്പുണ്ട്? ഹാഗറിൻ്റെ വയറ്റിൽ കിടപ്പുണ്ട്. 21-ാം അധ്യായത്തിൽ ഇസ്ഹാക്ക് ഉണ്ടായി. അപ്പം സാറ പറയുന്നു, ദാസിയുടെ മകൻ പരിഹാസി എന്ന് ആര് കണ്ടു? സാറ കണ്ടിട്ട് അവരെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഇറക്കി വിടും. എപ്പോഴും ഓർത്തോണം, ഈ ഹാഗർ ഇസ്മായിലിനെ വയറ്റിൽ ഇട്ടുകൊണ്ട് സാറയെ കളിയാക്കി. അപ്പോൾ ആര് കേട്ടു? ഇസ്മായിൽ കേട്ടു. കേട്ടതെന്താ? പാട്ടൊന്നുമല്ല, സ്തോത്രമല്ല, 23-ാം സംഗീതനുമല്ല. പിന്നെ ആരെ കളിയാക്കുന്നതാ? സാറായെ കളിയാക്കുന്നത് കേട്ടു. അവനും ആരായിട്ട് മാറി? പരിഹാസിയായി. അതുകൊണ്ട് അവൻ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യേണ്ട വന്നു? ഇറങ്ങിപ്പോകേണ്ടി വന്നു. എപ്പോഴും ഓർത്തോണേ, വീട്ടിലൊരിക്കലും പരിഹസിക്കരുത്. ആരെ എന്ത് ചെയ്യാൻ പാടില്ല? പരിഹസിക്കരുത്. നമ്മുടെ വീട്ടിലെ ഒരു വലിയ കുഴപ്പമാണ്, നമ്മുടെ പിള്ളേരൊക്കെ വന്നിട്ട് പാസ്റ്ററുടെ അന്യഭാഷ അതുപോലെ കളിയാക്കുമല്ല അവനെ. ഒപ്പം നമ്മളൊക്കെ കൃപയാണ്. ആ കൃപ കണ്ട് നമ്മളും കൺകൊടുക്കും. മോൻ്റെ കലാപരിപാടി കണ്ട് ആസ്വദിക്കല്ലേ. കാരണം വീട്ടിലൊരിക്കലും ആരെയും കളിയാക്കിയാൽ എന്തോ പറ്റുമെന്നറിയാമോ? അവകാശങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും. മനസ്സിലാകുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. പ്രത്യേകിച്ച് മക്കളെ, ഒരു ഈ വിക്കരെ കളിയാക്കരുത്. അവൻ പറയുന്ന അതുപോലെ കാണിക്കുമ്പോൾ നമുക്ക് കളിയാക്കരുത്. മുച്ചുറുങ്ങ് ഈ ചിരിയില്ലാത്തവരെ കളിയാക്കരുത്. രോഗിയെ കളിയാക്കരുത്. എന്തോ പറ്റുന്നറിയാമോ? നിനക്കും അങ്ങനെയൊക്കെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ആരെയും കളിയാക്കരുത്. മനസ്സിലാകുന്ന അബ്രഹാം പഠിപ്പിച്ചു. സാഗാർ ആ വീട്ടിൽ കളിയാക്കിയപ്പോൾ മോനും ആരായിട്ട് മാറി? പരിഹാസി. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് പറയുകയാണ്, ഒരു വീട്ടിൽ ആരെയും കളിയാക്കാതിരുന്നാൽ നിന്റെ തലമുറ അവിടെ അവകാശത്തിൽ കാണും. അമ്മയും മക്കളും കൂടെ അവകാശങ്ങൾ നഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ പരിഹാസികളുടെ ഇരിപ്പിടത്ത് ഇരിക്കരുത്, പരിഹസിക്കരുത്. മനസ്സിലാകുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. സിമ്പിളായിട്ട് ജീവിതം, കുടുംബം അനുഗ്രഹിക്കപ്പെടാനുള്ള ചെറിയ കാര്യങ്ങൾ. വഴക്കുണ്ടാക്കരുത്. 2 ദൈവം പഠിപ്പിച്ചൊരു കാര്യം, ആരെ എന്ത് ചെയ്യാൻ പാടില്ല? പരിഹസിക്കാൻ പാടില്ല. മനസ്സിലാകുന്നവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. അപ്പോൾ നോക്കൂ, 21-ാമത് അധ്യായത്തിൽ അതുകൊണ്ട് ആരെ പോകേണ്ടി വന്നു? മോൻ പോകേണ്ടി വന്നു. മുമ്പോട്ട് പോകട്ടെ. അബ്രഹാമിൻ്റെ കുടുംബം. അബ്രഹാമിന് മകനുണ്ടാകുന്നു. ആ മകൻ്റെ പേരാണ് എന്ത്? ഇസ്ഹാക്കിന് കല്യാണപ്രായം എത്തിയപ്പോൾ ആരാണ് പറഞ്ഞു വിടുന്നത്? മോന് വേണ്ടി കല്യാണം ആലോചിക്കാൻ എലയാസറിനെ വിട്ടു. ആരെ വിട്ടു? അബ്രഹാം വിട്ടു. അങ്ങനെ പോയപ്പോൾ റിബേക്ക വരുന്നു. റിബേക്കയെ കണ്ടപ്പോൾ എലയാസറിന് ഇഷ്ടമായി. എലയാസർ ഒരു കാര്യം മനസ്സിൽ കണ്ടു. ഈ വരുന്ന പെങ്കൊച്ചിനോട് ഞാൻ ചോദിക്കും, എനിക്ക് ഇച്ചിരി വെള്ളം വേണമെന്ന് പറയും. അപ്പോൾ ആ വരുന്ന പെങ്കൊച്ച് പറയും, നിനക്ക് മാത്രമല്ല നിൻ്റെ ഒട്ടകത്തിനോട് ഞാൻ എന്ത് തരാം? വെള്ളം തരാം. ഒട്ടകം ഒത്തിരി വെള്ളം കുടിക്കും. അത്രയും വെള്ളം ആര് കോരിക്കൊടുത്തു? റിബേക്ക കോരിക്കൊടുത്തു. ആ പെണ്ണിനെ ആർക്ക് ഇഷ്ടമായി? എലയാസറിന് ഇഷ്ടമായി. അതുകൊണ്ട് എല്ലാ പെൺകുഞ്ഞുങ്ങളും ഇച്ചിരി ജോലി ചെയ്ത് പഠിക്കണം. ആര് പഠിപ്പിച്ചു? റിബേക്ക പഠിപ്പിച്ചു. കാരണം റിബേക്ക എന്ത് ചെയ്തു? ജോലി ചെയ്ത് പിള്ളേരെ ഇഷ്ടമാണ്. നമ്മുടെ എല്ലാ വീടുകളിലും പ്രശ്നം, എൻ്റെ വീട്ടിൽ പിള്ളേരെന്തോ ജോലി ചെയ്യത്തില്ല. എന്നാൽ ഇച്ചിരിയൊക്കെ ജോലി ചെയ്താൽ പ്രിയരെ നല്ല വീട്ടിൽ ചെന്ന് കയറാം. ഇല്ലെങ്കിൽ ആ വീട്ടിലെ അനുഗ്രഹം ശാപം മുഴുവൻ വലിച്ചു കെട്ടും. അപ്പോൾ എന്തോ ചെയ്യണം? ജോലി ചെയ്യണം. കുറച്ച് ജോലിയൊക്കെ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ കൊച്ചു ജോലി ചെയ്യുക. ഒരു ചൂലെടുത്ത് അടിക്കുക, ഒരു പച്ചക്കറി അരിഞ്ഞു കൊടുക്കുക. എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ കിടന്ന് സർ വിളിച്ചുകൊണ്ട് വന്ന് കാലം മുമ്പോട്ട് പോകുന്നു. അപ്പോൾ അവർക്ക് ഒരു 2 മക്കളുണ്ടായി. ആരൊക്കെ ഉണ്ടായി? പെട്ടെന്ന് പറഞ്ഞ്. ഇസ്ഹാക്കിനും റിബേക്കയ്ക്ക് ഉണ്ടായ മക്കൾ ആരൊക്കെ? യാക്കോബും ഏശാവും. പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. യാക്കോബ് അടുത്ത കുടുംബം, യാക്കോബിൻ്റെ കുടുംബം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി. ഈ ഇസ്ഹാക്കിന് 2 മക്കൾ, ഏശാവും യാക്കോബും. പക്ഷേ ചെറിയ പ്രശ്നം ഈ വീട്ടിലുണ്ടായി. ഇസ്ഹാക്കിന് ഇഷ്ടം ഏത് മോനെയായിരുന്നു? ഏശാവിനെയായിരുന്നു. അമ്മയ്ക്ക് ഇഷ്ടം ആരെയായിരുന്നു? യാക്കോബിനെയായിരുന്നു. അമ്മയുടെ മൂത്ത മോൻ, അപ്പൻ്റെ മൂത്ത മോൻ, അമ്മയുടെ യാക്കോബ് അല്ലേ? ഇതാണ് നമ്മുടെ വീട്ടിലും പ്രശ്നം. അപ്പൻ്റെ മോളും അമ്മയുടെ മോനും, അപ്പൻ്റെ മോളും അമ്മയുടെ മോൻ. അത് പിന്നെ സഹിക്കാം. വേറെ കണ്ടു. അമ്മയും മക്കളും ഒറ്റക്കെട്ട്. ആരൊറ്റ? അപ്പനൊറ്റ. അതാണ് പ്രശ്നം. അതാണ് വീടിൻ്റെ പ്രശ്നം. അതൊരു അപ്പൻ അവസാനം പറയും, അമ്മയും മക്കളും എന്നാന്ന് വെച്ചാൽ കാണിക്കാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് എന്നാ വേണ്ട? പൈസ അതന്നല്ലേ ഉള്ളൂ, ഞാൻ തന്നേക്കാം. വഴക്കുണ്ടാക്കല്ലേ നിങ്ങൾ വെച്ചു. അമ്മയും മക്കളും ഒറ്റക്കെട്ട്, അപ്പനൊറ്റ. അല്ലെങ്കിൽ ഇങ്ങനല്ല വേണ്ടത്. ഇസ്ഹാക്കിൻ്റെ വീട്ടിലെ ദുരന്തം ഇത് പഠിക്കണം. അതുകൊണ്ട് അപ്പനും അമ്മയും ഒറ്റക്കെട്ടായിരിക്കണം. ഉറക്കെ പറഞ്ഞേ, അപ്പനും അമ്മയും എന്തായിരിക്കണം? ഒറ്റക്കെട്ടായിരിക്കണം. ഈ പിള്ളേരടിക്കുന്ന ഒരൊറ്റ ഗോളും നമ്മുടെ പന്തിക്കാറല്ലേ, കോട്ടിക്കാറരുത്. അതിന് അപ്പനും അമ്മയും കൂടെ
ഭൈ ആയിട്ട് നിൽക്കണം, കരം കോർത്ത് പിടിക്കണം. സകല ഇവരടിക്കുന്ന പന്തുകളും തിരിച്ചടിച്ച് കയറ്റണം, അങ്ങോട്ടൊന്നും അടിക്കരുത്. അതിന് ഇവർ അപ്പോൾ എന്നാ കാര്യം എന്നറിയാമോ? കൊച്ചു സ്കൂളിൽ പോയിട്ട് വന്നിട്ടിപ്പം പറഞ്ഞു, അപ്പാ അമ്മ ഞാൻ ടൂർ പോകുകയാണ്. പൊക്കോട്ടെ എന്നല്ല ചോദിക്കുന്നത്, ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് എല്ലാവരും പോവാ, ഞാനും എന്ത് ചെയ്യുക പോവുകയാണ്. അപ്പം അമ്മ പറഞ്ഞു ഇവിടുന്ന്, അപ്പം പറഞ്ഞു ഇവിടുന്ന് ഒരു കൊച്ചും ടൂറിന് പോകത്തില്ല. ഉടനെ അമ്മ പറഞ്ഞു ആഹാ ഞാൻ വിടാപടി. അപ്പൻ്റെ വേണ്ടാടി ഞാൻ വിടാം, പറയരുത്. അപ്പം പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട. അപ്പം വീട്ടിലോട്ട് വന്നപ്പം TV കണ്ടോണ്ടിരിക്കുക. അപ്പം പറഞ്ഞു ഇവിടെ TV കണ്ട, ഓഫ് ചെയ്തു. അമ്മ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലോ, എൻ്റെ ആങ്ങളെ ഗൾഫിൽ നിന്ന് വന്നപ്പം തന്നതല്ലേ, കണ്ടു, പറയരുത്. അപ്പം കാണണ്ടെന്ന് പറഞ്ഞാൽ കാണണ്ട. ഇനി അപ്പം കാണണം എന്നുള്ളതാ ശരി, കാരണം ഇച്ചിരി നേരം കാണട്ടെ. ഈ അപ്പൻ ദേഷ്യക്കാരനാണ്, ആരെയും കൊണ്ട് തന്നെ പറയിപ്പിക്കണം, അപ്പനെയും കൊണ്ട് തന്നെ അമ്മ സ്വാധീനിക്കും. അത് അമ്മയുടെ മിടുക്ക്. ചെന്ന് അപ്പനോട് പറയണം നമ്മൾ പിള്ളേർ പിന്നെ അപ്പുറത്ത് പോയിരുന്ന് കാണാനൊക്കെ ഇച്ചിരി നേരം കാണട്ടെ. അപ്പം കാണണ്ടെന്ന് പറഞ്ഞാൽ കണ്ട, അമ്മ കണ്ട, അപ്പം പറഞ്ഞാൽ കണ്ട, അമ്മ പറഞ്ഞാൽ കണ്ട. അപ്പോൾ അങ്ങനെ അപ്പനും അമ്മയും ഒറ്റക്കാരായിരിക്കണം. പക്ഷേ ഇവിടെ എന്തല്ലായിരുന്നു, രണ്ടായിരുന്നു. ആരൊക്കെ? അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടായി. ഈ ഇസാക്ക് ഏശാവും കൂടെ വർത്താനം പറഞ്ഞപ്പോൾ ഒരാൾ പാത്തിരുന്ന് കേട്ടു. ആര്? റിബേക്ക. ഏത് വീട് നല്ല വീട്, ഏത് വീട് അഴുക്ക് വീട്? പാത്തിരുന്ന് കേൾക്കുന്ന വീട് ശരിയാകത്തില്ല. നിങ്ങളുടെ ഭർത്താവ് ഫോൺ ചെയ്യുമ്പോൾ നിങ്ങൾ പാത്തിരിക്കാറുണ്ടോ? നിങ്ങളുടെ ഭാര്യ ഫോൺ ചെയ്യുമ്പോൾ പാത്തിരുന്ന് കേൾക്കാറുണ്ടോ? പിള്ളേരെയും കൊണ്ട് ശ്രദ്ധിപ്പിക്കണമെന്ന് പറയാറുണ്ടോ? തീർന്നു, നിങ്ങൾ ശരിയല്ല, നിങ്ങളുടെ വീട് ശരിയാകത്തില്ല, നിങ്ങളുടെ മക്കൾ അവിടെ കാണത്തില്ല. ഒരു കാര്യം, പാത്തിരുന്ന് കേൾക്കരുത്. സ്വതന്ത്രം ചെയ്ത് പാത്തിരുന്ന് വിശ്വാസമുള്ള വീട്. രണ്ടാമത്തെ ഒരു കാര്യം, അടുത്തൊരു വിഷയം കൊണ്ട് അവിടെ ഉണ്ട്. എന്താണെന്നറിയാമോ? അവരാലോചിച്ച് വേണമായിരുന്നു ചെയ്യാൻ. ഈ അനുഗ്രഹം കൊടുത്തപ്പോൾ ന്യായമായിട്ട് ഇസ്ഹാക്ക് ആരോട് ചോദിക്കണമായിരുന്നു? അമ്മയോട് ചോദിക്കണം. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആരോട് ചോദിക്കണം? അമ്മയോട് ചോദിക്കണം. ആലോചിച്ച് ചെയ്യാത്ത വീട്. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. അപ്പനും അമ്മയും കൂടെ ആലോചിച്ചായിരുന്നു ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നു? ഇല്ല. അപ്പോൾ അങ്ങനെ ഇസ്ഹാക്ക് അവർക്ക് 2 മക്കളുണ്ടായി. അവരെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഒരാളുടെ ഇഷ്ടം മറ്റൊരാളുടെ ഇഷ്ടം ആലോചിക്കാതെ ചെയ്തു. പരസ്പരം പാത്തിരുന്ന് കേട്ടു. അതുകൊണ്ട് എന്തോ പറ്റിയുണ്ടെന്നു ഒരു മോൻ ഓടേണ്ടി വന്നു. ഏത് മോൻ? യാക്കോബ്. അങ്ങനെ യാക്കോബ് എന്ത് ചെയ്തു? ഓടിപ്പോയി. അപ്പോൾ അടുത്ത കുടുംബം, യാക്കോബിൻ്റെ കുടുംബം. അങ്ങനെ ഓടിപ്പോയ വഴിക്ക് ഒത്തിരി അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആ അനുഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. ദൈവം അവനെ വലിയ വെളിപ്പെടുന്നു. അവൻ പറയുന്നു ഞാൻ തിരിച്ചു വന്നിട്ട് ഇവിടെ എന്തോ പണിയും, വലിയൊരു യാഗപീഠമൊക്കെ പണിയുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ യാക്കോബ് മുമ്പോട്ട് പോകുന്നു. തൻ്റെ അമ്മാച്ചൻ്റെ വീട്ടിൽ ചെല്ലുന്നു. വീടിൻ്റെ പേര് ലാബോൻ. അറിയാമല്ലോ ചരിത്രം. ലാബാൻ്റെ വീട്ടിൽ ചെന്നു. ലാബാൻ്റെ വീട്ടിൽ ചെന്നപ്പം കിണറ്റിൻകര വെച്ചൊരു പെണ്ണെ കണ്ടു. അവിടെ പേരെന്താ? റാഖേൽ. സുന്ദരി പെണ്ണ്. റാഖേലിനെ കണ്ടു. കുറേ കഴിഞ്ഞപ്പോൾ ലാബാൻ പറഞ്ഞു നീ വെറുതെ അധ്വാനിക്കണ്ട, നിനക്ക് എന്താ വേണ്ടത്? അവൻ പറഞ്ഞു എനിക്ക് ആരെ മതി? റാഖേലിനെ മതി എന്ന് പറഞ്ഞു. അപ്പം ശരി 7 വർഷം അധ്വാനിക്കാൻ പറഞ്ഞു. 7 വർഷം അധ്വാനിച്ചപ്പോൾ ആരെ കൊടുത്തു? ലേയെ കൊടുത്തു. അയ്യോ എന്തിനാ ചതിച്ചത്? ഒറ്റ കാര്യമുണ്ട്. കുറച്ച് ദിവസം മുമ്പ് അപ്പനെ ചതിച്ചു. അപ്പനോട് വന്ന് ചോദിച്ചു നീ ആരാടാ? ഏശാവാണോ? അല്ല. നീ ആരാ? യാക്കോബാണോ? അല്ല. ഞാൻ ആരാ? ഏശാവ. ഒരു കാര്യം ഉറപ്പാണ്, അപ്പനെ ചതിച്ച മോനെ ആര് ചതിക്കും? അമ്മായിപ്പൻ ചതിക്കും. അമ്മായിപ്പൻ പറഞ്ഞ സ്ത്രീധനം കിട്ടിയില്ലെങ്കിൽ വഴക്കുണ്ടാക്കണ്ട. അപ്പന് പറഞ്ഞ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പന് കൊടുക്കാത്തതുകൊണ്ടാണ് ആര് ചതിച്ചത്? അമ്മായിപ്പൻ ചതിച്ചത്. അപ്പോൾ നോക്കൂ, അമ്മായിപ്പൻ ചതിക്കപ്പെട്ടു. ഇതാണ് വലിയൊരു സത്യമാണ്. ആരെയും ചതിക്കരുത്. ചതിച്ചാൽ എന്ത് കിട്ടും? ചതിക്കപ്പെടും. അളക്കുന്ന അളവിൽ അളക്കപ്പെടും. കിട്ടി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി ഇരിക്കട്ടെ. എത്ര വർഷം? 7 വർഷം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. 7 വർഷം ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ 7 വർഷത്തേക്കിന് വീണ്ടും അധ്വാനിച്ചു. അപ്പോൾ മൊത്തം എത്ര വർഷമായി? 14 വർഷമായി. പിന്നെയും കാലം മുമ്പോട്ട് പോയി. പക്ഷേ ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടായി, വളരെ ഗൗരവമായൊരു പ്രശ്നം. ഈ പ്രശ്നം ഞാൻ ചോദിച്ചാൽ, ലേയയ്ക്ക് സൗന്ദര്യമില്ലായിരുന്നു, അവിടെ കണ്ണിന് എന്തില്ലായിരുന്നു? ശോഭയില്ലായിരുന്നു. പക്ഷേ റാഖേൽ സുന്ദരിയായിരുന്നു. പക്ഷേ മക്കളുണ്ടാകുന്ന ആർക്കായിരുന്നു? ലേയക്കാരൻ. എന്താ കാര്യം എന്നറിയാമോ? അവിടെ കണ്ണിന് നിന്നതയായിരുന്നു. ഇവർ ലേയെ ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യം ഓർത്തോണേ, നിന്നെ വീട്ടിൽ നിന്നതയാണ്. നീ ഒത്തിരി നിന്ന വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇത്രയും ലളിതമായിട്ട് പറയുക, നിൻ്റെ മക്കളിലൂടെ നിൻ്റെ നിന്നയം മാറ്റുന്ന ദൈവത്തിൻ്റെ കൃപയുണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒത്തിരി മക്കൾ, ഒത്തിരി അമ്മമാരും, പരമാർത്ഥമായ കേരള മണ്ണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒത്തിരി ഭാര്യമാരും വീട്ടിൽ നിന്ദിക്കപ്പെട്ടതാണ്. വീട്ടിൽ വന്ന് കയറുമ്പോൾ ഒത്തിരി തിന്നു. അവരുടെ വീട്ടുകാരുടെ പേര്, സൗന്ദര്യമില്ലാത്തതിൻ്റെ പേര്, പണമില്ലാത്തതിൻ്റെ പേര്. ഇന്ന് രാത്രി പറയട്ടെ, നിന്റെ തലമുറകളൂടെ മാറ്റുന്ന ദൈവത്തിൻ്റെ ഒരു നീതിയുണ്ട്. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്ത് നിന്നയെ മാറ്റും. നിന്ദിക്കപ്പെട്ടിട്ടുള്ളവരെ നിങ്ങൾക്കൊരാശ്വാസം, നിങ്ങളുടെ മക്കളിലൂടെ നിന്നയെ മാറ്റും. പക്ഷേ ഇവിടെ എനിക്കറിയില്ല, നിങ്ങളൊരു പ്രസംഗം കേൾക്കാൻ ഇരിക്കുകയായിരിക്കും. എനിക്ക് കർത്താവ് വന്ന ദൂത്, ഞാൻ ഈ ദിവസങ്ങൾ ധ്യാനിച്ചൊരു ദൂത്, അതൊട്ടും മറച്ചു വെക്കാൻ പറയുകയാണ്. 29 അധ്യായത്തിൻ്റെ 32 വാക്യത്തിൽ ലേയ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അവൻ എന്തെന്ന് പേരിട്ടു? രൂപൻ എന്ന് പേരിട്ടു. ഒറ്റ കാര്യം കൊണ്ടാണ്, ഇനിയെങ്കിലും എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് എന്തെന്ന് പേരിട്ടു? രൂപ. അപ്പോൾ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആഗ്രഹം, തന്നെ ഭർത്താവ് എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഇനിയെങ്കിലും എൻ്റെ ഭർത്താവ് എന്നെ എന്ത് ചെയ്യും? സ്നേഹിക്കുമെന്ന് പറഞ്ഞ് ആരെന്ന് പേരിട്ടു? രൂപ എന്ന് പേരിട്ടു. പക്ഷേ ഈ യാക്കോബ് ആരെ സ്നേഹിച്ചില്ല? ലേയയെ സ്നേഹിച്ചില്ല. അങ്ങേർക്ക് ആരെയായിരുന്നു ഇഷ്ടം? റാഖേലിനെയായിരുന്നു സ്നേഹം. ലേയ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ മക്കളുണ്ടാകണമെങ്കിൽ ആര് വേണം? ലേയ വേണം. അങ്ങനെ മക്കൾ ഉണ്ടാകാൻ തുടങ്ങി. 5 മക്കളുണ്ടായി. പിന്നെ അവൾക്ക് 29 അധ്യായത്തിൻ്റെ അവസാനം അവൾക്ക് പ്രസവം നിന്നു. പ്രസവം നിൽക്കുന്നവരെയും മക്കളുണ്ടായി. രൂപൻ വളർന്നു വന്നു. രൂപൻ ഇട്ട പേരെന്താ? ഇനിയെങ്കിലും രൂപനെ, നീ ഉണ്ടായപ്പം മുതൽ നിൻ്റെ അപ്പൻ എന്നെ എന്ത് ചെയ്യും?
സ്നേഹിക്കും. പക്ഷേ ആര് സ്നേഹിച്ചില്ല? അപ്പൻ സ്നേഹിച്ചില്ല. എല്ലാ അപ്പന്മാരും ഓർക്കണേ, അമ്മയെ സ്നേഹിക്കണം, ഭാര്യയെ സ്നേഹിക്കണം. സ്നേഹം മനസ്സിരുന്നാൽ പോരാ. നമ്മുടെ ആൾക്കാരുടെ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾക്ക് അങ്ങനെ അങ്ങ് പ്രകടിപ്പിക്കാനൊന്നും അറിയത്തില്ലെങ്കിലും ഞങ്ങളുടെ അകത്ത് മുഴുവൻ എന്താണ്? സ്നേഹമാണ്. നിങ്ങളുടെ അകത്ത് സ്നേഹം ഇരുന്നാൽ അത് പെട്ടിക്കകത്ത് പോയിട്ട് മണ്ണിനകത്ത് പോകും. മണ്ണിനകത്ത് പോകുന്നതിന് മുമ്പ് ഈ സ്നേഹം കുറച്ചെടുത്ത് എവിടെയാണോ? പുറത്തിടണം. കാണട്ടെ, എല്ലാവരും കാണട്ടെ, ഭാര്യ കാണട്ടെ, പിള്ളേർ കാണട്ടെ. സ്നേഹിക്കുക. സ്നേഹിച്ചില്ല. സ്നേഹിക്കാതെ വന്നപ്പോൾ ഉണ്ടായി വലിയൊരു ദുരന്തം. ഇത് നമുക്ക് വേണ്ടിയുള്ള പാഠം എന്താണെന്നറിയാമോ? രൂപന് ഭയങ്കര പിണക്കായി, ഭയങ്കര മുറിഞ്ഞാണ് വളരുന്നത്. ഈ മുറിഞ്ഞ് വളർന്ന രൂപൻ 30-ാം അധ്യായത്തിൽ ഒരു കാര്യം ചെയ്തു. വയലിൽ പോയിട്ട് വന്നപ്പോൾ എന്തോ മേടിച്ചുകൊണ്ട് വന്നു. ദൂതായിപ്പഴം മേടിച്ചുകൊണ്ട് വന്നു. 30-ാം അധ്യായത്തിൽ ദൂതായിപ്പഴം മേടിച്ചുകൊണ്ട് വന്നപ്പോൾ റാഹേൽ ഇത് മേടിക്കാൻ നോക്കുന്നുണ്ട്. എന്താണ് ദൂതായിപ്പഴം? അമ്മ പ്രസവിക്കാൻ വേണ്ടി ഉള്ള ഒരു മരുന്നാണ് എന്ത്? ദൂതായിപ്പഴം. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഈ കൊച്ചൻ്റെ മനസ്സ് വായിച്ച് ചെറുപ്പക്കാരനായ കൊച്ചൻ മരുന്നും മേടിച്ചുകൊണ്ട് വരിക അമ്മയ്ക്ക് കൊടുക്കാൻ. ഒറ്റ കാര്യം, ഈ മരുന്നുണ്ടെങ്കിൽ അപ്പൻ ആരെ സ്നേഹിക്കും? അമ്മയെ സ്നേഹിക്കും. ഇങ്ങനെങ്കിലും അപ്പൻ എൻ്റെ വീട്ടിലൊന്ന് വരും, അല്ലെങ്കിൽ റാഹേലിൻ്റെ അടുക്കലേ പോകത്തുള്ളൂ. ഒരു കാര്യം ഓർത്തോണേ, അപ്പനും അമ്മയും കൂടെ വഴക്കുണ്ടായാൽ ഏറ്റവും കൂടുതൽ മുറിയുന്നത് ആരായിരിക്കും? മക്കളായിരിക്കും. നിങ്ങളുടെ മക്കൾ മുറിയും. നിങ്ങളുടെ മക്കൾ മുറിയാതിരിക്കണമെങ്കിൽ അവരുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും വഴക്കുണ്ടാക്കരുത്. അവരുടെ മക്കൾ മുമ്പിൽ വെച്ച് വഴക്കുണ്ടായാൽ നിങ്ങളുടെ മക്കളുടെ മുറിവ് വലുതായിരിക്കും. ആ മുറിവ് കരിക്കാൻ കാലത്തിന് പോലും കഴിയത്തില്ല. രൂപൻ വല്ലാതെ മുറിഞ്ഞു വളർന്നു. അവൻ ഇതിനിടയ്ക്ക് ഒരു അനുനയിപ്പിക്കാൻ വേണ്ടി ഒരു സംഭവം ഉണ്ടാക്കി. എന്താണെന്നറിയാമോ? അമ്മയ്ക്കൊരു ആരോഗ്യം ഉണ്ടാകാൻ അമ്മ പ്രസവിക്കാൻ വേണ്ടി ദൂതായിപ്പഴം മേടിച്ചുകൊണ്ട് വന്നു. അവിടെ അങ്ങനെ പറഞ്ഞ് ഞാൻ അതിന് വിടുകയാണ്. കാലം മുമ്പോട്ട് പോകുന്നു. രൂപൻ വൈരാഗ്യമായിട്ട് വളരുന്നു. എന്തുകൊണ്ടായെന്നറിയാമോ? അടുത്ത 35-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തമുണ്ടായി. ഇതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. യാക്കോബിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തമുണ്ടായി. ദുരന്തം എന്നാന്ന് ചോദിച്ചാൽ, തന്നെ ഏറെ സ്നേഹിച്ച ആര് മരിച്ചു? റാഹേൽ മരിച്ചു. അതിന് കാരണം നമുക്ക് ചിന്തിക്കാം. അതിന് ഒന്ന് നിന്നിട്ട് റാഹേൽ മരിച്ചു. യാക്കോബ് ഇസ്രായേൽ യാത്ര തുടർന്നു. എത്രേ? 35, 20, 21 ആയിക്ക് കുറിക്കുന്നു. 35, 20, 21. 22-ാമത് അധ്യായത്തിൽ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഇസ്രായേൽ ആ ദേശത്ത് പാർത്തിരിക്കുമ്പോൾ അവിടെ പാർത്തിരിക്കുമ്പോൾ രൂപൻ ചെന്ന് അപ്പൻ്റെ വെപ്പാട്ടിയായ ആരോടൊപ്പം ശയിച്ചു? ബിൽഹായോടൊപ്പം ശയിച്ചു. അപ്പൻ്റെ വെപ്പാട്ടി വെപ്പാട്ടി എന്നൊക്കെ പറയുന്നത് അന്നത്തെ ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റമാണ്. പക്ഷേ ആ സിസ്റ്റവും പുറത്ത് പോകാൻ പാടില്ലാത്ത സിസ്റ്റം. ഭാര്യ ഔദ്യോഗികമായി ഭാര്യ അല്ലെങ്കിലും വിശുദ്ധിയോടെ ജീവിക്കേണ്ട, ഒരു പാതിവൃത്യം സൂക്ഷിക്കേണ്ട ഒരു സ്ത്രീയാണ് വെപ്പാട്ടി. അതുകൊണ്ട് തന്നെ അപ്പൻ്റെ വെപ്പാട്ടിയോടൊപ്പം ആര് ശയിച്ചു? രൂപൻ ശയിച്ചു. അടുത്ത വാക്ക് എന്നെ പേടിപ്പിച്ചു. അത് ആര് കേട്ടു? ഇസ്രായേൽ കേട്ടു. എന്തിനു കേൾപ്പിച്ചു? രൂപനോട് ഞാൻ പോയി ചോദിച്ചു. എൻ്റെ ധ്യാനമുറി ഞാൻ രൂപനോട് സമ്പാദിക്കണം. വേദവസം വായിക്കും, അതിൻ്റെ കഥാപാത്രങ്ങളോട് വർത്തമാനം പറയണം. ഞാൻ വർത്തമാനം പറഞ്ഞു, രൂപനെ നീ എന്തിനാ ആ പണി കാണിച്ചത്? ഇത് നിൻ്റെ അപ്പനല്ലേ? നീ അപ്പനെ എന്തിനാ ദുഃഖിപ്പിച്ചത്? അവൻ പറഞ്ഞു, എൻ്റെ അപ്പൻ എൻ്റെ അമ്മയെ ഒത്തിരി ദുഃഖിപ്പിച്ചു. എൻ്റെ അപ്പൻ്റെ ഏറ്റവും വലിയ ദുഃഖം അനുഭവിക്കുന്ന സമയത്ത് അയാളെ ഒന്നുകൂടെ ദുഃഖിപ്പിച്ചപ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടി. മാനസികമായി അവനൊരു സന്തോഷം കിട്ടി. ആര് കേട്ടപ്പോൾ? അപ്പൻ ഇത് കേട്ടപ്പോൾ. ഒരു കാര്യം, അപ്പൻ അമ്മയെ സ്നേഹിച്ചില്ലെങ്കിൽ മക്കൾ വൈരാഗ്യമായിട്ട് മാറും. അവർ അവസരം കിട്ടുമ്പോൾ അപ്പനെതിരെ തിരിയും. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് രാത്രി ഗൗരവമായ ചിന്തകൾ ദൈവവചനം പഠിപ്പിക്കുന്നത്, വചനത്തിൻ്റെ ചുരുളുകൾ ഇന്ന് രാത്രി അഴിയുമ്പോൾ അത് ജീവിതത്തിന് മാറ്റമായി മാറാൻ കഴിയണം. അപ്പൻ അമ്മയെ സ്നേഹിച്ചില്ലെങ്കിൽ മക്കൾ വൈരാഗ്യമാകും. മക്കൾ പണി കൊടുത്തു. ഏറ്റവും ലളിതമായ ഭാഷ, മോൻ അപ്പനിട്ടൊരു പണി കൊടുത്തു. എപ്പം കൊടുത്തു? അപ്പൻ്റെ ഏറ്റവും വേദനയിൽ ഒരു പണി കൊടുത്തു. വേദനിച്ചിരുന്നപ്പോൾ. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഇസ്രായേൽ അത് കേട്ടപ്പോൾ അവൻ്റെ ചങ്കിനകത്ത് കുത്തിയിറങ്ങി. രൂപനേ, നീ എൻ്റെ മൂത്തമോൻ. അതുകൊണ്ട് ഈ അപ്പൻ ആരോട് വൈരാഗ്യമായി? രൂപേനോട് വൈരാഗ്യം. 49-ാം അധ്യായത്തിൽ മരിക്കുന്നതിന് മുമ്പ് മൊത്തം മക്കളെ വിളിച്ചു വരുത്തി അനുഗ്രഹം കൊടുക്കുക. പക്ഷെ ഒറ്റ ഒരുത്തിന് അനുഗ്രഹം കൊടുത്തു. ആദ്യത്തെ മോന് അനുഗ്രഹം കൊടുത്ത് എന്താണെന്നറിയാം? രൂപനേ, എൻ്റെ ആദിജാതനെ, നീ എൻ്റെ ശക്തിയുടെ വൈശിഷ്ട്യം, നീ എല്ലാമാ. പക്ഷേ നീ വെള്ളം പോലെ തുളുമ്പുന്നവനേ, നീ ഒരിക്കലും എന്താകത്തില്ല, ശ്രേഷ്ഠനാകത്തില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, ശ്രേഷ്ഠനാകത്തിൽ പറഞ്ഞാൽ ഒരു പ്രാക്കിൻ്റെ ഭാഷയാണ്. പ്രാഗിയിട്ട് പോയി. ആര്? അപ്പൻ. ആരെ? മോനെ. എന്താ കാര്യം? മോന് അപ്പന് പണി കൊടുത്തു. അപ്പം മോനെ പ്രാഗി മലച്ചും ജീവിതം അവസാനിപ്പിക്കാതിരിക്കാൻ ഒരു വഴിയുണ്ട്. ആയ കാലത്ത് അമ്മയെ സ്നേഹിച്ചോണം. ആയ കാലത്ത് വീട്ടിൽ സ്നേഹം ഉണ്ടെങ്കിൽ അവസാനം പ്രാക്കിലും അലയിലും ശാപത്തിലും പോകാതെ എല്ലാവരെയും അനുഗ്രഹിച്ചിട്ട് പോകാൻ കഴിയും. ഇന്ന് രാത്രി സ്നേഹം കുടുംബങ്ങളിൽ നിറയാൻ കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എൻ്റെ കുടുംബങ്ങളിൽ സ്നേഹം നിറയണമേ. നമുക്കൊരു ഭയങ്കര ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഒത്തിരി ചിരിക്കല്ലേ കരയുമെന്ന്. ഒത്തിരി ചിരിക്കല്ലേ കരയും. അങ്ങനെ എവിടെയെങ്കിലും വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? നിങ്ങൾ വേദപുസ്തകത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഒത്തിരി ചിരിക്കും കരയും. ചട്ടിയും കലവുമാണെങ്കിൽ എങ്ങനെ ഇരിക്കും?
തട്ടി മുട്ടിയിരിക്കും. അതൊരു സീരിയൽ. തട്ടിയും മുട്ടി എന്ന് വേദവസ്തുത ഇല്ല. പിന്നെ എന്താ പറയുന്നത്? നിന്റെ കൊത്തളങ്ങളിൽ സൗര്യവും നിന്റെ അരമൻ. ഈ തട്ടിയും മുട്ടി എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന വീട്ടിൽ തട്ടിലും മുട്ടലും ഉണ്ടാകും. ഒത്തിരി ചിരിച്ചാൽ കരയത്തില്ല. കർത്താവ് വന്നത് നിന്റെ കരച്ചിലിനെ മാറ്റാൻ വേണ്ടിയാണ്. വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാട രട്ടടിച്ച് സന്തോഷം ഒടിപ്പിക്കുക. എൻ്റെ കർത്താവ് വന്നെങ്കിൽ ഞാൻ എൻ്റെ കർത്താവിൽ മാത്രം കണ്ട പ്രത്യേകത. ചെല്ല് പറയും, ഒത്തിരി സ്നേഹിക്കല്ലേ, ആയുസ് കാണത്തില്ല. എൻ്റെ തമ്പുരാനെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ കുശുമുണ്ടാകാത്ത ഒറ്റ വ്യക്തി ഉണ്ടെങ്കിൽ അത് ദൈവമായിരിക്കും. നിങ്ങൾ പിണങ്ങിയാൽ ദുഃഖിക്കുന്നതും ദൈവമായിരിക്കും. ഇന്ന് രാത്രി എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ കുറച്ചുകൂടെ സ്നേഹിക്കാൻ ഉള്ളൊരു കൃപ എനിക്ക് തരണമെന്ന് ഹൃദയംഗമായിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ കരമുയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ സ്നേഹം, എനിക്കകത്ത് സ്നേഹമുണ്ട്. എനിക്കിനി എണ്ണപ്പെട്ട ദിവസങ്ങൾ, എല്ലാവർക്കും മുമ്പിൽ എത്ര ദിവസമുണ്ട്? 10, 10,000 ദിവസം, 12,000 ദിവസം, 15,000 ദിവസം, 20,000 ദിവസം. അതികൊള്ളൊന്നുമില്ല പ്രിയരെ. ഇത്രയും ദിവസം ഈ കൊച്ചു ജീവിതത്തിൽ കുറച്ചുകൂടെ സ്നേഹം കൊടുത്ത് ജീവിക്കാൻ എൻ്റെ കർത്താവേ എന്നെ സഹായിക്കണമെന്ന് ഹൃദയംഗമായിട്ടൊന്നും പ്രാർത്ഥിക്കുക. ദൈവം പഠിപ്പിക്കുന്നു. ആര് പഠിപ്പിച്ചു? യാക്കോബ് പഠിപ്പിച്ചു. ആരിലൂടെ പഠിപ്പിച്ചു? രൂബേനിലൂടെ പഠിപ്പിച്ചു. നോക്കൂ, അവിടെ വലിയൊരു പ്രശ്നം കണ്ടു. ഈ രൂബേൻ്റെ വീട്ടിൽ നിന്ന് ലാബാന്റെ വീട്ടിൽ നിന്ന് യാക്കോബ് ഓടിപ്പോകുന്നു. യാക്കോബ് ഓടിപ്പോകുമ്പോൾ ലേയ, റാഹേൽ, ദാസിമാർ, അവരുടെ പിള്ളേർ ഇവരെല്ലാമായിട്ട് ഓടിപ്പോയി. ഈ ഓടിപ്പോയ വഴിക്ക് ഒരു പ്രശ്നം ഉണ്ടായി. എന്താണ്? ഓടിപ്പോകുന്ന വഴിക്ക് ഒരു പ്രശ്നം ഉണ്ടായി. ആര് പുറകെ വന്നു? ലാബാൻ പുറകെ വന്നു. എത്രാം അധ്യായം? 30-ാം അധ്യായം. 30-ാം അധ്യായത്തിന് എത്രാം വാക്യം? 31-ാമത്തെ വാക്യം. പുറകെ വന്നു. ആര് വന്നു? ലാബാൻ വന്നു. ചിന്ത കൂടെ ഉണ്ടല്ലോ. ഓക്കെ, ആര് ഓടിപ്പോന്നു? ഇപ്പോൾ യാക്കോബ് ഓടിപ്പോന്നു. കൂട്ടത്തിൽ ആരുണ്ട്? ലേയുണ്ട്, റാഹേലുണ്ട്, ദാസിമാരുണ്ട്, പിള്ളേരുണ്ട്. എല്ലാവരുമായിട്ട് ഓടിപ്പോകുന്നു. ആടുമാടുമായിട്ട് എല്ലാം ഓടിപ്പോവുകയാണ്. ഓടിപ്പോകുന്ന വഴിക്ക് ഒരാൾ പുറകെ വന്നു. ആര് വന്നു? ലാഭം വന്നു. ഒറ്റ വാക്ക് പറഞ്ഞു. എന്താണ്? എൻ്റെ ഗ്രഹബിംബം എന്തിയെ? എന്താണ് അത്? ഗ്രഹം കുലദൈവങ്ങളാണ്. അത് വലിയ ഐശ്വര്യ പ്രതീകമാണ് ആ കാലഘട്ടത്തിൽ. അത് പോയാൽ ഐശ്വര്യം പോകും. അതുകൊണ്ട് ഐശ്വര്യം പോകുന്നത് പേടിച്ച് ലാഭം പുറകെ വന്നു. ലാഭം പുറകെ വന്നപ്പോൾ യാക്കോബിന് അറിയത്തില്ല ഇത് ആരുടെ കയ്യിലുണ്ടെന്ന്, റാഹേലിൻ്റെ കയ്യിലുണ്ടെന്ന് അറിയത്തില്ല. ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? ഈ വിഗ്രഹം, ഈ ഗ്രഹബിംബം റാഹേലിൻ്റെ കയ്യിലുണ്ടെന്ന് ആർക്കറിയത്തില്ല? യാക്കോബിന് അറിയത്തില്ല. അപ്പോൾ അതും പറ്റിയ പ്രശ്നം. ഈ മൂട്ടിച്ചപ്പം ആരോട് പറഞ്ഞില്ല? ഭർത്താവിനോട് പറഞ്ഞില്ല. എന്തോ ഉണ്ടെങ്കിലും ആരോട് പറയണം? ഭർത്താവിനോട് പറഞ്ഞില്ല. രഹസ്യം. അപകടം ഉണ്ടാക്കി. പോയി ചെന്ന് വഴിക്ക് വെച്ച് പുറകെ വന്നു. ആര് വന്നു? ലാഭം വന്നു. വന്നിട്ട് ചോദിച്ചു, എന്ത് ചെയ്യാൻ എൻ്റെ ഗ്രഹബിംബം? എടുത്ത വായി യാക്കോബ് ഒരു മറുപടി പറഞ്ഞു. ആരുടെ കയ്യിലാണോ ഗ്രഹബിംബം, ആ ആൾ എന്ത് ചെയ്ത് പോട്ടെ? ചത്തുപോട്ടെന്ന് പറഞ്ഞു. ആരുടെ കയ്യിലാണോ ഗ്രഹബിംബം, ആ ആൾ എന്ത് ചെയ്യാൻ പാടില്ല? ജീവനോടിരിക്കാൻ പാടില്ല. ഇത് അപ്പോൾ ഈ ഗ്രഹബിംബം ആരുടെ കയ്യിലുണ്ട്? റാഹേലുണ്ട്. ഒരിക്കലെങ്കിലും ഇത് റാഹേലിൻ്റെ കയ്യിലാണെന്ന് അറിവ് യാക്കോബിനുണ്ടായിരുന്ന യാക്കോബ് അങ്ങനെ പറയുമോ? ഇല്ല. ലേയുടെ കയ്യിലാണെങ്കിൽ പറഞ്ഞിനി. പക്ഷെ ആരുടെ കയ്യിലാണെങ്കിൽ പറയത്തില്ല. റാഹേലിൻ്റെ കയ്യിലാണെങ്കിൽ പറയത്തില്ല. പക്ഷേ ഒറ്റയടിക്ക് പറഞ്ഞു ആരുടെ കയ്യിലാണ്? റാഹേലിൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ പറഞ്ഞു. ആരുടെ കയ്യിലാണോ ഗ്രഹബിംബം, ആ ആൾ എന്ത് ചെയ്ത് പോട്ടെ? ചത്തുപോട്ടെ. 2-3 അധ്യായം കഴിഞ്ഞപ്പോൾ കണ്ടു, റാഹേലിന് പ്രസവ വേദന വന്നു. പ്രസവിച്ചു. കുഞ്ഞിന് പേരിട്ടു ബെന്നോനി. പിന്നാണ് പേരിടുന്നത് ബെന്യാമീൻ. അതോടുകൂടി അവൾ എന്ത് ചെയ്തു പോയി? മരിച്ചുപോയി. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കൊച്ചിന് ജന്മം കൊടുത്ത് പാലൂട്ടാൻ പോലും ഭാഗ്യം കിട്ടാതെ, ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അമ്മയുടെ എന്ത് കുടിക്കുന്നത്? പാല് കുടിക്കുന്നത്. അമ്മയുടെ പാല് കുടിക്കാൻ പോലും ഭാഗ്യം കിട്ടാതെ പ്രസവിച്ചുടനെ ഒരമ്മ മരിച്ചു. ആര്? റാഹേൽ. ഈ കുഞ്ഞമ്മയില്ലാതെ വളരുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നമുണ്ടായി. എല്ലാ പിള്ളേരും പോകുമ്പോൾ അപ്പൻ ആരെ മാത്രം വിടത്തില്ല? ബെന്യാമിനെ അവനെങ്ങനെ പാമ്പർ ചെയ്ത് വളർത്തുക. നീ പോകാൻ പാടില്ല. അവനും അങ്ങ് ആകെ ഈ അപ്പൻ എന്നെ ഇടം വിടത്തില്ല. എന്താ കാര്യം? അമ്മയില്ലാതെ വളർത്തിയ അമ്മയില്ലല്ലോ. അപ്പം ഏറെ സ്നേഹിച്ച മോനെ, ഭാര്യയിൽ ഇഷ്ടമുണ്ടായ മോനെ ആ അവൻ തന്നിട്ട് പോയതായതുകൊണ്ട് അപ്പൻ ഇങ്ങനെ പൊതിഞ്ഞ് പൊടിച്ചു വളർത്തുകയാണ് ബെന്യാമീൻ. പ്രിയനേ, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഞാൻ കണ്ട ഒരു ഉത്തരം ഇത്രയേ ഉള്ളൂ. അപ്പൻ നോക്കി അമ്മയെ നോക്കി പറഞ്ഞു ചത്തുപോട്ടെന്ന് പറഞ്ഞു, ജീവനോട്ടിരിക്കരുതെന്ന് പറഞ്ഞു. അവൾ എന്ത് ചെയ്തു പോയി? ചത്തുപോയി. 2-3 അധ്യായം കഴിഞ്ഞ് ചത്തുപോയി. പഠിപ്പിച്ച പാഠം, ഒറ്റ കാരണവശാലും ഭർത്താവ് ഭാര്യയെ നോക്കി തൊലഞ്ഞു പോകുമെന്ന് പറയരുത്. അവൾ തൊലഞ്ഞു പോകും. തൊലഞ്ഞു പോയാൽ ആർക്ക് പോവും? നിങ്ങൾക്ക് പോവും. വേറെ ആർക്ക് പോകാനാ? നിങ്ങൾക്ക് പോവും. അതുകൊണ്ട് ഒരു കാരണവശാലും ഒറ്റ വാക്ക് വേണ്ടാത്തത് എവിടെ പറയരുത്? വീട്ടിൽ പറയരുത്. മനസ്സിലാകുന്നുണ്ടോ? ഗൗരവമായി ഭാര്യയെ നോക്കി എന്ത് വഴക്കുണ്ടായാലും നീ ഇല്ലത് പൊട്ടറി തൊലഞ്ഞു പൊട്ടറി എന്ന് പറഞ്ഞാൽ അവൾ തൊലഞ്ഞു പോയാൽ എന്തോ ചെയ്യും? ഒരു കാര്യം ഓർത്തുള്ള എല്ലാ ഭർത്താക്കന്മാരോടും എനിക്ക് പറയാൻ ഒരു കാര്യമുണ്ട്. എല്ലാ ഭർത്താക്കന്മാരുടെ ഏകമെടുക്ക് ഭാര്യയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയും, നീ പോയാൽ ഞാൻ കെട്ടുപടി വരുന്നു. ആരാണ്ട് കെട്ടിയിട്ടുള്ളവരോട് ചോദിക്കണം അവർക്കുണ്ടായ ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന്. ഒരിക്കലും അങ്ങനെ പറയരുത്. മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ അപ്പൻ ഭയങ്കര ധീരനായൊരു മനുഷ്യനായിരുന്നു, പാസ്റ്റായിരുന്നു. എൻ്റെ അപ്പൻ്റെ ധൈര്യം എപ്പോഴും പറയല്ല, ഞാൻ കണ്ടിട്ടുള്ള ധൈര്യമാണ്. ഞങ്ങൾ ഈ തോട്ടത്തിലൊക്കെ വളർന്നവരാ. എന്നും മഴക്ക് എൻ്റെ അപ്പൻ്റെ ദേഹത്തെല്ലാം വെട്ടും കുത്തുമൊക്കെയായിരുന്നു. അങ്ങനത്തെ ഒരു ടൈപ്പ് ജീവിതം. പിന്നെ കർത്താവ് രൂപാന്തരപ്പെടുത്തിയെടുത്താൽ. അപ്പോൾ ആ സമയത്ത് ഒരു കുഞ്ഞിനെ ഞാൻ കണ്ട ഒരു കാഴ്ച, 150 പേരുടെ ഒരു സംഘർഷം വരികയാണ്. ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ ആരുമില്ല. എല്ലാവരും കാലം പിടിച്ചു. അപ്പം പോരുത് എൻ്റെ പൊന്ന് ചക്കരപ്പല്ല പോകല്ലേ. എവിടെ? തട്ടി മാറ്റിയിട്ട് ഒറ്റ പോകും. ഭയങ്കര ഊരാണ്. പോയിട്ട് ഇവർ വരുന്ന വഴിക്ക് ഒരു കസേര ഇട്ടിട്ട് അവിടെ ഇരുന്നു. ഒരു കൈക്കോടാലി എടുത്ത് വെച്ചു അവിടെ ഇരുന്നു. ഒരൊറ്റ ഒരുത്തം നോക്കി പോലുമില്ല. അപ്പോൾ ആ ഊരുണ്ടോ? ഊരാണോ?
അതൊക്കെ ചുമ്മാ ഈ പറയും ഞാൻ അടിക്കും കിടിക്കും എന്നൊന്നും പറയൊന്നുമല്ല. അതൊക്കെ പോയി ഒന്നും പറഞ്ഞില്ല, അവിടെ ഇരിക്കുക. ആ ഇരിപ്പ് കണ്ടാൽ അറിയാം അവൻ്റെ അടുക്ക് വരത്തില്ല, ഒറ്റയൊരുത്തും വന്നില്ല. പക്ഷേ 2010 എൻ്റെ അമ്മ മരിച്ചു. അത് പിന്നെ കട്ടിലേ കിടക്കാൻ പേടിയായിരുന്നു. ഒറ്റയ്ക്ക് കിടക്കത്തില്ല, ഒരു കൊച്ചെങ്കിലും ഞങ്ങളുടെ പിള്ളേർ കൂടെ കിടക്കണമായിരുന്നു. എന്നാ പേടിയാണ്. രണ്ടും കൂടെ ഉള്ളപ്പം വഴക്കടിച്ച് മാറി കിടക്കുമായിരുന്നു. പക്ഷേ ചത്തുപോയപ്പം പേടിയായിരുന്നു. അപ്പോൾ ഓർത്തോണേ, വെല്ലം പറഞ്ഞ് പോയെങ്കിൽ എന്തോ പറ്റും. അത് ഞാൻ പഠിച്ചതെന്നറിയുമോ, എൻ്റെ ഭാര്യയ്ക്ക് ഒരു ദിവസം അസുഖം വന്ന് ആശുപത്രി കിടന്നു. ഞാൻ എൻ്റെ കൊച്ചിനെയും കൊണ്ട് യോഗത്തിന് പോയി, പോകാതിരിക്കാനൊക്കെ പോയി. അപ്പോൾ ഇവനിടയ്ക്ക് പ്രസംഗിക്കാൻ കൂടി ഇവിടെ ഇരുത്തി. അവനിടയ്ക്ക് എന്നോട് പറഞ്ഞു, പപ്പ എനിക്ക് ഇപ്പോൾ ടോയ്ലറ്റിൽ പോകണം. അപ്പോൾ ഞാനൊരു പാട്ട് പാടിയിട്ട് ഇവനെയും കൊണ്ട് ഇറങ്ങിയപ്പോൾ ഒരു അമ്മച്ചി ഉണ്ടെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ അമ്മമാരല്ലേ, പോ മനുഷ്യനെ, നിങ്ങൾ പോയി പ്രസംഗിക്കും, നിങ്ങൾ എന്ത് പണിയാണ്? അപ്പോൾ അവൻ പറഞ്ഞു, അമ്മച്ചി വേണ്ട പപ്പ മതിയെന്ന്. അന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ അവൾ ചത്തുപോലെ. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചോണേ, ചത്തുപോകാതിരിക്കുക. ഞങ്ങൾക്കെല്ലാം കുഴപ്പമില്ല, വേണ്ടാത്തത് പറയരുത്. പറയരുത്, ഒരു കാരണവശാലും പറയരുത്. 2 മക്കളെ ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങളുടെ ഭർത്താവ് നോക്കി നിങ്ങൾ പ്രാകരുത്. എത്ര ദണ്ണം വന്നാലും പ്രാകരുത്. അയാൾ പോയാൽ നിങ്ങൾ എന്തോ ചെയ്യും? പിന്നെ അയാൾ പോയാൽ എന്തോ ചെയ്യും? അയാളുള്ളതിൻ്റെ വിലയേ ഉള്ളൂ നിങ്ങൾക്ക്. അയാൾ വലിയ കഴിവൊന്നും ഇല്ലാത്തവനായിരിക്കും, എന്നാലും ഉണ്ടല്ലോ അയാൾ ഇരിക്കുന്നുണ്ടാ നീ അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് അയാളെ പൊന്നുപോലെ നോക്കിക്കണം, അയാൾ ഇരിക്കാൻ പ്രാർത്ഥിക്കണം. അതുപോലെ അപ്പനും അമ്മയും ഓർത്ത് പ്രത്യേകം പറയുക, മക്കളെ നോക്കി വേണ്ടാത്തത് പറയരുത്. ഈ മക്കളാണ് എരന്ന് മേടിക്കും, അവർ കിട്ടിയിട്ടേ പോകത്തുള്ളൂ. അതുകൊണ്ട് പരീക്ഷാ സമയമല്ല, നിന്നെ നോക്കി നിൻ്റെ അമ്മ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ മേടിച്ച് വെച്ചതാ. അതുകൊണ്ട് പോയി അമ്മയോട് പറയണം, അമ്മ പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ. ഇത് ഞാൻ പറഞ്ഞില്ല, പിന്നെ ആരാ പറയുന്നത്? പരീക്ഷ പഠിക്കാൻ മേടിക്കും, പക്ഷേ അവിടെ ചെല്ലുമ്പോൾ മറന്നു പോവുക. ഒരു കാര്യം, അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കാൻ ആർക്കേ അധികാരമുള്ളൂ? അമ്മയ്ക്ക്. അമ്മ പറഞ്ഞത് മറന്നുപോയി, പക്ഷേ അമ്മയെ പറയിപ്പിച്ചതാ. എങ്ങനെ പറയിപ്പിച്ചു? പുറകേ നടന്ന് പറയിപ്പിച്ചു. അമ്മ വിലകിരിയാ, പറഞ്ഞു പോയി. അതുകൊണ്ടാണ് പ്രത്യേകം ഓർത്തണം, അമ്മമാർ ഒരു കാരണവശാലും മക്കളെ നോക്കി എന്ത് ചെയ്യാൻ പാടില്ല, വേണ്ടാത്ത ഒന്നും പറയാൻ പാടില്ല. എനിക്കുണ്ടായ രസകരമായ അനുഭവം. ഒരാൾ പറഞ്ഞാണ്, ഒരു കൊച്ചൻ ഈ ഉപ്പുമുളകില്ലേ, ഉപ്പുമുളക് അറിയാമല്ലോ, ഉപ്പുമുളകല്ല, ഒരു സീരിയലില്ലേ, ഏതാണ്ട് ഒരു പരിപാടി, അതിനകത്തൊരു ചെറുക്കനുണ്ട്. എന്താ പറയടി കൊച്ചേ, നിനക്കറിയാം? അറിയാം, മുടിയൻ. എന്താ? അത് തന്നെ. അവനെ പോലെ മുടി വളർത്തി നടക്കുക. അപ്പോൾ ഈ സങ്കടം സഹിക്കാൻ വയ്യാതെ അപ്പം പറഞ്ഞെന്ന്, ഇവിടെ മുടി വളർത്തല്ലേ, മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. ഇതൊക്കെ അങ്ങ് ഏക്കുകയാണ്. അപ്പോൾ ഓർത്തോണേ, ഒരു കാരണവശാലും നിങ്ങളുടെ മക്കളെ നോക്കി നിങ്ങൾ വേണ്ടാത്ത പറയരുത്. തീരുമാനിക്കാമോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അവരെ വിളിച്ച് തിരിച്ചെടുത്തോണം. നിങ്ങളും പോയി ഏറ്റു പറയണം. മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടോന്ന് ഉണ്ട്. ഇനിയും എനിക്ക് വേറൊരു വലിയ രസം കിട്ടി. രസമല്ല, ഭയങ്കര സങ്കടം തോന്നി. ഞാനൊരു വീട്ടിൽ കയറി ചെന്നപ്പോൾ കോൺക്രീറ്റ് എല്ലാം ഇളകിയിരിക്കുന്നു. അപ്പം ചോദിച്ചു, ഇതന്നെ പറ്റി? അത് പണ്ട് മണലായിരുന്നു, ഇപ്പം പാറപ്പടിയായിരുന്നു, ആ ഇട്ട മേസരി ശരിയല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പോയി. പെട്ടെന്ന് എന്നോട് കർത്താവ് പറഞ്ഞു, ഇട്ട മേസരി ശരിയാകാഞ്ഞുകൊണ്ടും മണൽ പാറപ്പൊടി ആയതുകൊണ്ടൊന്നും അല്ല, അകത്തിരുന്ന് ഈ നശിച്ച വീടെന്ന് പറയുക, കോൺക്രീറ്റ് താങ്ങാൻ വയ്യ എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ വീട്, നശിച്ച വീട്, തന്നെ കോൺക്രീറ്റ് ഇളകിപ്പോരുക. ഈ കോൺക്രീറ്റ് ഇളകാതിരിക്കണം. കാരണം വേദോസ് തെളിവുണ്ട്, അന്ത്യകാലത്ത് തെളിവ് വരും. ആര് വരും? പറ, ആരാ വരുന്നേ? ഉത്തരം, ഭീമ് എല്ലാം കയറി വരുമെങ്കിൽ ഈ വീടിന് കോൺക്രീറ്റ് അവിടെ ഇരിക്കണമെങ്കിൽ പ്രാകരുത്, നശിച്ച വീടെന്ന് പറയരുത്. പിന്നെന്താ പറയണം? എൻ്റെ കൊത്തളങ്ങി സ്വൈര്യം, എൻ്റെ അരമനെ സമാധാനം, എൻ്റെ തമ്പുരാൻ തന്ന വീട്, ആ വീടിനെ അങ്ങ് അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ വീട്ടിൽ സമാധാനം ഉണ്ടാകും, നിങ്ങളുടെ വീട്ടിൽ ആരോഗ്യം ഉണ്ടാകും. ഇന്ന് രാത്രി യാക്കോബ് പഠിപ്പിച്ചതുപോലെ വേണ്ടാത്തൊന്നും പറയാതിരിക്കാൻ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കാൻ എത്ര പേര് തയ്യാറാകും? ഇനി അവർ ജീവിച്ചിരിപ്പ്. പ്രിയരെ, കുഞ്ഞുങ്ങളെ, നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയുക, നിങ്ങളുടെ അപ്പനെ അമ്മയെ നോക്കി ഈ തള്ള അങ്ങ് ചത്തുപോയായിരുന്നെങ്കിൽ പറയും, തള്ള അങ്ങ് ചത്തുപോയായിരുന്നെങ്കിൽ എന്നല്ലായിരുന്നു. ഈ തള്ള ചത്തുപോയാൽ നീ എന്തോ ചെയ്യും? 2010 എൻ്റെ അമ്മ മരിച്ചു. 2010 എൻ്റെ അമ്മ മരിച്ചു. ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്. ലൈവ് വന്നാന്ന് തോന്നുന്നു, വേറെ ആരായിരുന്നു, മറന്നുപോയി. ഓക്കെ, ലൈവ് വന്നാണ്. 2010 എൻ്റെ അമ്മ മരിച്ചു. ഞാൻ അന്നേരം എനിക്കന്നൊരു ജീപ്പാണ്, മഹേന്ദ്രയുടെ ഒരു ജീപ്പ്. ഞാൻ എവിടെ പോയിട്ട് വന്നാലും രാത്രിയാകുമ്പോൾ 2 മണി 1 മണി 1 ഒക്കെ വരുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, ജീപ്പിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ കഥ ഉറക്കാൻ ആര് വേണം? അമ്മ വേണം. കൊച്ചു 4 മണിക്ക് വരും, 4:05 വരും, 4:10 വരും. 4:10 അപ്പുറം പോകത്തില്ല. 4:11 ഒരാൾ റോഡിലിറങ്ങും. ആരാ? അമ്മ. അപ്പോഴും അപ്പം മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ അമ്മ ഇറങ്ങും. കാത്തിരിക്കാൻ ആരേ ഉള്ളൂ? അമ്മയേ ഉള്ളൂ. എല്ലാവരും ഓർത്തണേ, പിള്ളേരെല്ലാം വന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് പൊതിയെടുത്ത് വെക്കുമ്പോൾ, ഇന്ന് ചോറാണോ? ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ചോറ് വേണ്ട, ചപ്പാത്തി മതിയെന്ന്. എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ നിമിഷം നേരം കൊണ്ട് ആകാശത്തോടെ ഈ ചപ്പാത്തി വരുന്നത്. അത് തരണമെങ്കിൽ ആര് വേണം? അമ്മ വേണം. വേണ്ടേ? വേണം. നിങ്ങൾ അനാഥശാലയിൽ പോയിട്ടുണ്ടോ? ചപ്പാത്തി വേണം, ചോറ് വേണമെന്ന് പറയോ? ഇല്ല, മിണ്ടത്തില്ല. കൊടുത്തിട്ട് മേടിച്ചിട്ട് പോകും. ആരുള്ളത് കൊണ്ടാണ് വേണ്ടെന്ന് പറയുന്നത്? അമ്മയുള്ളതുകൊണ്ട് ആണോ? നിങ്ങൾ പിന്നെ പോലീസുകാർ അടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഈ പിന്നെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ അനാഥ പിള്ളേരെ കരയുമോ? ഇല്ല. പക്ഷേ നിങ്ങളുടെ കൊച്ച് വീണാൽ എഴുന്നേക്കത്തില്ല, കിടന്ന് കരയും. എപ്പം കരയും? ആരെങ്കിലും കണ്ടെന്ന് കണ്ടാൽ കരയും, അല്ലെങ്കിൽ കരയത്തില്ല. എന്തുകൊണ്ടാണ് കരയെന്നറിയാമോ? കരച്ചിൽ കാണാൻ ആളതുകൊണ്ടായി കരയുന്നത്. ഒരു കാര്യം ഓർത്തോണേ, കരച്ചിൽ കാണാൻ ആളില്ലാത്ത ആരെങ്കിലും കരയാൻ, ആരെടുക്കുക കരയാൻ? അപ്പോൾ എല്ലാവരും ഓർത്തോണം, എന്നും അമ്മയുണ്ടെങ്കിലേ കാത്തിരിക്കത്തുള്ളൂ, അപ്പനുണ്ടെങ്കിലേ കാത്തിരിക്കത്തുള്ളൂ. 2 വർഷം മുമ്പ് എൻ്റെ അപ്പം മരിച്ചു. ഞാൻ ഇവിടെ പോയിട്ട് വന്നാലും ഒരു 10:30 ആകുമ്പോൾ എനിക്കൊരു 11 മണിയാകുമ്പോൾ കോള് വരും. എവിടായടാ? 12 ആകുമ്പോൾ വരും. വയ്യ എന്നാലും എവിടായടാ?
1 മണിയാകുമ്പോഴത്തേനും അല്ല 1:30 ഞാൻ കയറി വരുമ്പോൾ അതുവരെ വയ്യായെങ്കിൽ ഓക്സിജൻ വെച്ചാൽ അന്നേരം ഇരിക്കും. എന്നിട്ട് പതുക്കെ എഴുന്നേറ്റ് പോകും. അപ്പം പോയി ആരാധ കാണാതിരിക്കും. ഒരു കാര്യം ഓർത്തോണേ, ഇവരൊക്കെ ഉണ്ടെങ്കിലേ കാത്തിരിക്കത്തുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏറ്റു പറയാൻ തയ്യാറാകണം. എത്ര വരുന്ന രാത്രി വാക്കുകളിൽ കൂടെ വന്ന കെടുതികളെ കർത്താവെ നീക്കണമെന്ന് പ്രാർത്ഥിക്കും. ഗൗരവമായി പ്രാർത്ഥിച്ച് നിങ്ങൾ ഒരു വാക്കും പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഭയങ്കര വിശുദ്ധരാണെങ്കിൽ ഈ വചനം നിങ്ങൾക്കുള്ളതല്ല, അടുത്തുള്ളത് ഏറ്റുള്ളൂ. പക്ഷേ എൻ്റെ കർത്താവെ, ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് കുറച്ചുകൂടെ സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഒക്കുന്നില്ല, എനിക്കങ്ങ് ഭയങ്കര വാശിയാണ്. ഈ വാശി ഇത്രയും ദിവസമേ ഉള്ളൂ. പിണങ്ങി ഒരാഴ്ചയൊക്കെ ഇരിക്കുന്ന മിണ്ടാതെ. നിങ്ങളങ്ങനെ ഇങ്ങനെ പിണങ്ങി മിണ്ടായിരിക്കുന്നത്, ഒറ്റ ആഴ്ചയൊക്കെ പിണങ്ങി മിണ്ടായിരിക്കുന്ന മനുഷ്യരെ അയാൾ അറ്റാക്ക് വന്ന് ചത്തുപോത്തില്ലേ? അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വലിയ ഒറ്റ കാര്യം, കുറച്ച് ദിവസമേ ഉള്ളൂ, 10 ദിവസം ഇല്ല പിണങ്ങാൻ. ഏത് പിണക്കുണ്ടെങ്കിലും എപ്പം മുമ്പ് തീർത്തോണം, സന്ധ്യയ്ക്ക് മുമ്പ് തീർത്തോണം. കർത്താവെ, ഞാൻ ഉദ്ദേശത്തിൽ പറഞ്ഞു പോയി, പൊറുക്കണേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? കരമുയർത്തി പ്രാർത്ഥിച്ചേ, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചേ. വല്യപ്പച്ചമാരെ, വല്യമ്മച്ചിമാരെ, നിങ്ങൾ നിങ്ങളുടെ മരുമക്കളെ നോക്കി വല്ലതൊക്കെ പറഞ്ഞിട്ടില്ലേ? ആ കൊച്ചിനെ നോക്കി വല്ലതും പറഞ്ഞിട്ട് അത് പോയാൽ നിങ്ങളുടെ കൊച്ചുമക്കൾ എന്തോ ചെയ്യും? പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തേ. യേശുവെ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ച് വീടുകളിൽ അനുഗ്രഹം മാത്രം പറയട്ടെ, വീടുകളിൽ ശാപങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ശാപക്കെട്ടുകൾ അഴിയണം. ഇന്നും ഇതെല്ലാം കെട്ടാവും. കാരണം മനുഷ്യൻ പറയുന്ന വാക്കുകൾ അന്തരീക്ഷത്തിൽ കിടക്കുന്ന വാക്കുകൾ നിങ്ങൾക്ക് കെട്ടുകളായി മാറും. ആ കുരുക്കുകളെ അഴിക്കാൻ ഒരു പ്രവാചകൻ വന്ന് ശാസിച്ചാൽ പോത്തില്ല. പ്രിയരെ, നിങ്ങൾ ഉപയോഗിച്ച് അത് പോകാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഏതിന്ന് വീണുപോയി അറിയാതെ പറ്റിപ്പോയി കർത്താവെ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് തമ്പുരാൻ്റെ സന്ധി അലമുറയിട്ട് കരഞ്ഞാൽ തമ്പുരാൻ ആ വാക്കുകളുടെ മേൽ യേശുവിൻ്റെ രക്തം ഒഴിച്ച് കവർ ചെയ്യും. നിങ്ങൾക്ക് വിരോധവും പ്രതികൂലമായി വ്യാപരിക്കുന്ന കൈയെടുത്തെല്ലാം മായ്ക്കും. എല്ലാവരും ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് ഷഖ ലിഗന റഗന അത്തുനിയെ ഷഗനെ റിഗനെ ഹംതനെ റഗനെ അർക്ക ദിബ ലഗദന ഹംദന. പ്രാർത്ഥന ഉയരട്ടെ. യാക്കോബ് എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം, പറയരുത്. യാക്കോബ് എന്നെ പഠിപ്പിച്ച പാഠം, അന്ത്യത്തിൽ മോനെ ശപിക്കേണ്ട വന്നു. കാരണം അമ്മ ആയ കാലത്ത് ആരെ സ്നേഹിച്ചില്ല, ഭാര്യയെ സ്നേഹിച്ചില്ല. ഇന്ന് രാത്രി കർത്താവ് എനിക്ക് കുറച്ചുകൂടെ സ്നേഹം തരാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അടുത്തൊരു പ്രധാനപ്പെട്ട കുടുംബം പെട്ടെന്ന് അവസാനിപ്പിക്കുക, ബോവസും രൂത്തും. ഉറക്കെ പറഞ്ഞേ, ബോവസും രൂത്തും. രൂത്തിൻ്റെ പുസ്തകം നമുക്ക് വളരെ അറിയാവുന്നൊരു പുസ്തകമാണ്. പക്ഷേ അതിനകത്ത് ഒറ്റ ചിന്ത, 1-2 ചിന്തകൾ മാത്രം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. നവോമി, എലിമലേക്ക്, എല്ലാവർക്കും അറിയാമല്ലോ. നവോമി, എലിമലേക്ക് 2 മക്കൾ. ആരൊക്കെ? മകളോൻ കില്യോൻ. ഇവർ അവിടുന്ന് ക്ഷാമം വന്നപ്പം പോയിട്ട് ആരെ കല്യാണം കഴിച്ചു? 2 പെൺമക്കൾ, മോവാബി പിള്ളേരെ കല്യാണം കഴിച്ചു. അവരുടെ പേരെന്തൊക്കെ? രൂത്തും ഓർപ്പയും. എന്നിട്ട് അവർ തിരിച്ചു വരുന്നു. 10 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. ആര് മാത്രം? പകുതി വഴിക്ക് വെച്ച് ആര് തിരിച്ചു പോയി? ഓർപ്പ തിരിച്ചുപോയി. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തണം, ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന ഓർപ്പയെക്കുറിച്ചോ രൂത്തിനെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്, അല്ലേ? ബോവസും രൂത്തുമാണ്. ആരെക്കുറിച്ച് പ്രസംഗിച്ചില്ല? ഓർപ്പയെക്കുറിച്ച് പ്രസംഗിക്കാല്ല. എന്താ കാര്യം? പാത വഴി യാത്ര അവസാനിപ്പിച്ചു. ഞാൻ ഒത്തിരി ഇടത്ത് പോയി, ഒത്തിരി സ്ഥലത്ത് വെച്ച്, അമേരിക്ക, ജർമ്മനി, പലയിടത്ത് വെച്ചും ഞാൻ രൂത്തിനെ കണ്ടു. പക്ഷേ ഇന്ന് വരെ ഞാൻ ഓർപ്പയെ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. എനിക്കൊരു കുഞ്ഞുണ്ടായ രൂത്ത് എന്ന് പേരിടുമെന്ന് തീരുമാനിച്ചവരെ കണ്ടു. പക്ഷേ ഇന്ന് വരെ ആരും തീരുമാനിച്ചില്ല ആരെന്ന് പേരിടുമെന്ന്. ഓർപ്പ. എന്താ കാര്യം? പിന്മാറ്റക്കാരെ ആരും ഓർക്കത്ത് പോലുമില്ല. പാതി വഴി യാത്ര അവസാനിപ്പിക്കാതെ, കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കാതെ മുമ്പോട്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നീതിമാൻ എന്നേക്കും എന്ത് ചെയ്യും? ഓർമ്മയായിരിക്കും. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ട് ഈ കുടുംബം ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. ഈ മോവാബി പെൺകുട്ടി, അവിടെ ഭർത്താവ് മരിച്ചു, അമ്മായിപ്പം മരിച്ചു. രൂത്ത് നവോമി ഇവർ യാത്ര തുടരുകയാണ്. അവരങ്ങനെ ബേത്ലഹേമിലേക്ക് മടങ്ങിയെത്തുന്നു. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ആ കാലത്ത് അവർ മടങ്ങിയെത്തിയപ്പോൾ അവരെങ്ങോട്ട് പോയി? അവിടെ ചെന്നു. അപ്പോൾ യവക്കൊയ്ത്തിന്റെ ആരംഭമായിരുന്നു. അവർ പോയപ്പോൾ ക്ഷാമമാണ്. പക്ഷെ അവിടെ മടങ്ങി വന്നപ്പോൾ എന്തുണ്ടായി? യവക്കൊയ്ത്തിന്റെ ആരംഭം ഉണ്ടായി. എപ്പോഴും ഓർത്തോണം, ദൈവത്തിൽ നകന്ന ക്ഷാമം, മടങ്ങി വരവ്, കൊയ്ത്തുണ്ടാകണോ? മടങ്ങി വരണം. ഇന്ന് രാത്രി ദൈവസന്നിധിയിലേക്ക് നാം മടങ്ങി വരാൻ തയ്യാറായാൽ സന്തോഷത്തിന്റെ ഒരു കൊയ്ത്ത്, സ്നേഹത്തിൻ്റെ ഒരു കൊയ്ത്ത്, സമൃദ്ധിയുടെ ഒരു കൊയ്ത്ത്, ഐശ്വര്യത്തിൻ്റെ ഒരു കൊയ്ത്ത്, അനുഗ്രഹത്തിൻ്റെ ഒരു കൊയ്ത്ത് നമ്മളെ കാത്തിരിപ്പുണ്ട്. എന്നാൽ ദൈവത്തിൽ നകന്നു പോകുന്നതോടും സ്നേഹത്തിന് ക്ഷാമം മുട്ടുവരാൻ തുടങ്ങി. എന്തിനെല്ലാം മുട്ടുവരും? സ്നേഹത്തിന് മുട്ടുവരും, സന്തോഷത്തിന് മുട്ടുവരും. എന്ന മടങ്ങി വന്നാലോ വിഷണ മനസ്സിന് സ്തുതി എന്ന വേലാട, കൂട്ടുകാരി പരമായി ആനന്ദ തൈലം. ദൈവം എല്ലായിടത്തും ഒരു സമൃദ്ധി കൊടുക്കും. അങ്ങനെ മടങ്ങി വന്നു, ആരംഭിച്ചു. അങ്ങനെ അപ്പോൾ ഈ രൂത്ത് പോയി. എവിടെ പോയി? കാലാ പറക്കാൻ വേണ്ടി പോയി. ആരുടെ വീട്ടിൽ ചെന്നു? ബോവസിൻ്റെ വയലിൽ ചെന്നു. പക്ഷെ ബോവസിൻ്റെ വയലിൽ ചെന്നല്ല, ഭാഗ്യവശാൽ എവിടെ ചെന്നു? ബോവസിൻ്റെ വയലിൽ ചെന്നു. എനിക്ക് അവിടെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായി. ആരോടെന്നറിയാമോ? രൂത്തിനോടല്ല, നവോമിയോട്. നവോമി പ്രായമുള്ളൊരു സ്ത്രീയാണ്. നവോമി ആയിട്ട് ഈ രൂത്ത് മടങ്ങി വന്നു. രൂത്ത് എവിടുത്തെ പെൺകുട്ടിയാണ്? മോവാബി പെൺകുട്ടി. മോവാബി ആ സ്ഥലക്കാരല്ല, ആ ദേശക്കാരല്ല, അവൾ യഹൂദ വംശജയല്ല, അവൾ ശാപം വിട്ട വംശത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അവൾ കല്യാണം കഴിച്ചുകൊണ്ട് മാത്രം ഈ ദേശത്തേക്ക് വന്നതാണ്. അപ്പോൾ അവർക്ക് വേണേൽ വരാതിരിക്കാമായിരുന്നു. പക്ഷേ അവൾ വന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. അമ്മായിമ്മയോടൊപ്പം പാർക്കാൻ ഒരു രൂത്ത് തയ്യാറായി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവളെ കൊണ്ടൊന്ന് പോയി പരിചയപ്പെടുത്താനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം ആർക്കുണ്ടായിരുന്നു? നവോമിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആര് ചെയ്തില്ല? നവോമി ചെയ്തില്ല. എനിക്ക് ദേഷ്യം തോന്നി നവോമിയോട്. ഞാൻ നവോമിയോട് ചോദിച്ചു, ഈ കൊച്ചിനെ കൊണ്ട് ആ ബോവസിൻ്റെ പോയി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കത്തില്ലായിരുന്നു? അത്രയെങ്കിലും ഒരു കാര്യം നിനക്ക് ചെയ്യത്തില്ലായിരുന്നു? അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താണെന്നറിയാമോ?
അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ മുൻനിർണയത്തിൽ അറിയാം നാളെ രൂത്ത് ബോവസിനെ കല്യാണം കഴിച്ച് ആ വയലിൻ്റെ ഉടമസ്ഥയാകും. അങ്ങനെ ഉടമസ്ഥയായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്ടക്കേട് വരുമ്പോൾ ഈ നവോമി എന്ത് ചെയ്യുന്നറിയാമോ? രൂത്തിനോട് പറയും, എടീ നീ ഇവിടെ വന്നത് ഞാൻ നിന്നെ കൊണ്ടാക്കിയത് കൊണ്ടാണ്, നീ വലിയ ആളൊന്നും കളിക്കേണ്ടടി, ഞാനൊന്ന് കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ നീ ഇവിടെ വരുമായിരുന്നു എന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഓർത്തോണം, അങ്ങനെ ചോദിക്കാൻ ദൈവം അനുവദിച്ചില്ല. എന്തുകൊണ്ട് ചിലർ നമ്മളെ സഹായിച്ചില്ല? ഇന്ന് രാത്രി നിന്നെ സഹായിക്കാത്തവരോട് നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ആ ബുദ്ധിമുട്ട് വിട്ടേക്കണം. എന്തുകൊണ്ടാണെന്നറിയാമോ? നാളെ ദൈവം ഉയർത്തുമ്പോൾ ഞാനാണ് നിന്നെ വലുതാക്കിയെന്ന് പറയാൻ ദൈവം ചിലരെ അനുവദിച്ചില്ല. കയ്പ് അകത്തിരിപ്പുണ്ടോ? അമ്മാച്ചൻ ഗൾഫില, അന്തരനെ ഇതുവരെ കൊണ്ടുപോയില്ല. പെങ്ങളെ അമ്മാച്ചനോട് പിണക്കാണോ? പ്രിയരെ ഉപ്പാപ്പനോട് പിണക്കാണോ? പിണങ്ങണ്ട. എന്തുകൊണ്ട് കൊണ്ടുപോയില്ല? നാളെ അവരാണ് കൊണ്ടുപോയിരുന്നെങ്കിൽ നാളെ നിന്റെ കൊച്ചനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നതിന് ഞാൻ അവനെ കൊണ്ടുപോയെന്ന്. ഉയർച്ചയിൽ മഹത്വം എടുക്കാൻ വേറെ ആരെയും അനുവദിക്കാതെ, ചിലതിനെ അനുവദിക്കാതിരുന്ന ദൈവത്തിന് ഓർത്ത് സ്തോത്രം ചെയ്യണം. അവരോട് എന്ത് ചെയ്യാൻ പാടില്ല? കയ്പ് വരാൻ പാടില്ല. മുമ്പോട്ട് പോകുന്നു. ഈ ബോവസിന്റെ വയലിലേക്ക് രൂത്ത് എത്തുകയാണ്. അപ്പോൾ രൂത്ത് എന്ത് പറക്കാനാണ് പോയത്? കാലാ പറക്കാൻ വേണ്ടി പോയി. പാവം പിടിച്ചൊരു പെൺകുട്ടി കാലാ പറക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അന്നത്തെ ഒരു കഷ്ടം, ഈ പാവം പിടിച്ച പെൺകുട്ടികൾ ജീവിക്കുന്നത് കാലാ പറക്കിയാണ്. വയൽ കൊല്ലുമ്പോൾ ഒത്തിരി ധാർമ്മിക നിയമങ്ങളുണ്ട്. പരദേശിക്ക് വേണ്ടി, അനാഥന് വേണ്ടി വയലിൻ്റെ അരികെ എന്ത് ചെയ്യായിരിക്കും? കൊയ്യാതിരിക്കും. അപ്പോൾ ഇവർ കൊയ്യാതിരുന്നു, അവിടെ വന്ന് കാലാ പറക്കുകയാണ്. അന്ന് അവർക്ക് ഇഷ്ടം പോലെ നെല്ലുണ്ട്, നെല്ലുകൊണ്ടാണ് കാലാ പറക്കാൻ വരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തെ അതിനെ എങ്ങനെ ചിന്തിക്കാം? നമുക്കിന്ന് വയലില്ല. വയലുണ്ടോ? ഇല്ല. പണ്ട് നമ്മൾ പാടി, നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടെ രാഗം പൂങ്കളിയെ എന്തോ ഭയങ്കളിയെ. ഇല്ല, നമുക്കിന്ന് വയലില്ല. പക്ഷേ ഇന്ന് നമുക്ക് എന്തുണ്ട്? ഇഷ്ടം പോലെ പ്ലാസ്റ്റിക് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കതിര് പറക്കാൻ, കാല പറക്കാൻ ആരും വരത്തില്ല. പക്ഷേ എന്താ പറക്കാൻ വരും? പ്ലാസ്റ്റിക് പറക്കാൻ വരും. അപ്പോൾ അത്രയും ഒരു പെൺകുട്ടിയായിട്ട് ആരെ കണ്ടാൽ മതി? രൂത്തിനെ കണ്ടാൽ മതി. പ്ലാസ്റ്റിക് പറക്കാൻ വന്നൊരു പെൺകുട്ടി. അപ്പം ബോവസ് പറയുന്ന കാര്യം കണ്ടോ? അവൾ പറക്കിക്കോട്ടെ, അവളെ ആരും എന്തുണ്ടാക്കരുത്, വഴക്കുണ്ടാക്കരുത് എന്ന് പറഞ്ഞ് അവളെ അനുവദിച്ചു. ആരെ അനുവദിച്ചു? രൂത്തിനെ അനുവദിച്ചു. ദൈവത്തെ ഓർത്ത് നമ്മുടെ അപ്പന്മാരെ, നമ്മുടെ അയ്യത്തൊക്കെ പറക്കാൻ വരുന്ന ഈ പാവങ്ങൾ പറക്കിക്കൊണ്ട് പോട്ടെന്ന് വരും. ഞാൻ കണ്ടു മക്കൾ അമേരിക്കയിൽ, പിള്ളേർ ഗൾഫിൽ, ഇഷ്ടം പോലെ പൈസ. പാവം പിടിച്ചൊരു പെണ്ണ് പ്ലാസ്റ്റിക് പറക്കാൻ വന്നു. ഇടീ കക്കല്ലേ മോട്ടിക്കല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ അപ്പച്ചൻ ആ പെണ്ണിൻ്റെ പുറകെ അയ്യത്തൂടെ പോയി തകരപ്പാട്ട കൊണ്ട് കയറി കാലെല്ലാം മുറിഞ്ഞു പോയി. ഈ അപ്പച്ചൻ അവിടെ കാണിയിരുന്നാൽ പോരായിരുന്നു. ഇനി 2 തകര എടുത്തുകൊണ്ട് പോയാലും ഇഷ്ടം പോലെ കിടപ്പില്ലേ? പക്ഷേ ഈ പെണ്ണിൻ്റെ പുറകെ പോവുക. പക്ഷേ ബോസ് അങ്ങനല്ല. അവൾ എന്ത് ചെയ്തോളാം പറഞ്ഞു? പറക്കിക്കോളാൻ പറഞ്ഞു. ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കട്ടെ. ഇവൾ പറക്കാൻ പോയപ്പോൾ ബോസ് പ്രത്യേകം പറഞ്ഞു, ബാല്യക്കാർ അവളെ എന്ത് ചെയ്യാൻ പാടില്ല? തൊടാൻ പാടില്ലെന്ന് പറഞ്ഞു. ഒരു കാര്യം ഓർത്തോണേ, അവൾ വന്നത് ഭാഗ്യവശാൽ ഈ ബോവസിന്റെ വയലിലേക്കാണ് വന്നത്. പക്ഷെ അവിടെ ഒരു കൽപ്പനയുണ്ട്, അവളെ ആരും എന്ത് ചെയ്യാൻ പാടില്ല? തൊടാൻ പാടില്ല. ഇന്ന് രാത്രി ഒരു കാര്യം ഓർത്തോണേ, നമ്മൾ ഈ തമ്പുരാന്റെ വയലിലാണെങ്കിൽ ഒരു കൽപ്പന കിടപ്പുണ്ട്, നിന്നെ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല? തൊടാൻ പാടില്ല. പ്രിയരെ, ബയോപ്സിയുടെ ടെസ്റ്റ് എടുത്തപ്പോൾ ഉറപ്പായിരുന്നു അത് മറ്റൊന്നായിരിക്കുമെന്ന്. ആ ഒരൊറ്റ പേപ്പറിന്റെ കൈ കിട്ടുമ്പോഴത്തെ 1 മിനിറ്റാണ് നിന്റെ ഭാവി ഇരുണ്ടതാക്കുന്നത്, തിരിച്ചാക്കുന്നത്. പക്ഷെ വന്നപ്പോൾ റിസൾട്ട് നോർമലായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? ചിലത് തൊടാൻ കയറി വന്നു, പക്ഷേ എൻ്റെ തമ്പുരാൻ അനുവദിച്ചില്ല. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, അറ്റാക്ക് വന്നു, നെഞ്ചിനകത്ത് 1 വാരം വേർത്തു. അറ്റാക്കായിരുന്നു ഓർത്തതാ. എന്നാൽ ആൻജിയോഗ്രാം ചെയ്തപ്പം ബ്ലോക്കില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? അത് വന്നത് അതിനു വേണ്ടി വന്നതാ. പക്ഷെ ദൈവത്തിൻ്റെ കൃപയുണ്ടായിരുന്നത് കൊണ്ടാണ് അത് പലതും തൊടാതെ പോയത്. എന്തുകൊണ്ട്? എൻ്റെ നിന്റെ മേൽ ഈ വയലിലാണോ ഒരു കൽപ്പന കിടപ്പുണ്ട്, നിന്നെ തൊടാൻ പാടില്ലെന്നൊരു കൽപ്പന. എൻ്റെ അഭിഷക്തനെ തൊടരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷം ചെയ്യരുത്. നാം അറിയാതെ നമ്മുടെ മേലുള്ള കൽപ്പനയ്ക്കായി ഇന്ന് രാത്രി എല്ലാവരും കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? തൊടാൻ പാടില്ല. രൂത്തിന്റെ കുടുംബം, ബോവസിന്റെ കുടുംബം നോക്കൂ. ഈ ബോവസ് പഠിപ്പിക്കുന്നു, തൊടാൻ പാടില്ല. ബാല്യക്കാർ നിന്നെ എന്ത് ചെയ്യരുത്? തൊടരുത്. അടുത്തവരോട് പറഞ്ഞു, നിനക്ക് ദാഹിക്കുമ്പോൾ ബാല്യക്കാർ കോരി വെച്ചതിൽ നീ എന്ത് ചെയ്തോണം? കുടിച്ചോണം. ഈ രൂത്ത്, അവൾ പാവം പിടിച്ചൊരു പെൺകുട്ടി, അവൾ അമ്മായിമ്മയുടെ കൂടെ വരികയാണ്. എന്താണ് ഒരു തീരുമാനം? നിന്റെ ദൈവം എൻ്റെ ദൈവം, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, മണ്ണത്താലും നമ്മൾ തമ്മിൽ പിരിയരുത്. ആരും ചെയ്യാത്ത ഒരു തീരുമാനം എടുത്തിട്ട് ബന്ധങ്ങൾക്ക് വില കൊടുത്തുകൊണ്ട് ഒരു മരുമകൾ വിധവയായ അമ്മയമ്മയോടൊപ്പം താമസിക്കാൻ തയ്യാറായപ്പോൾ കർത്താവ് അവരെ നോക്കി ഒരു വാഗ്ദത്തം പറയുന്നു, നിനക്ക് ദാഹിക്കുമ്പോൾ ബാല്യക്കാർ കോരി വെച്ചെന്ന് കുടിച്ചോണം. ഒരു കാര്യം ഓർത്തോണേ, അധ്വാനത്തോടൊന്നും കൂട്ടുന്നില്ലെങ്കിലോ നീ കർത്താവിൻ്റെ വയലിലാണെങ്കിൽ, കർത്താവിനോടൊപ്പം നടക്കുകയാണെങ്കിൽ നിനക്ക് വേണ്ടി കോരി വെപ്പിച്ച് തക്ക സമയത്ത് കുടിക്കത്തക്കോണം കരുതി വെക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ നിനക്കായി കരുതുന്നാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലം എൻ്റെ മേൽ എന്ത് ചെയ്തുകൊള്ളണം? ഇട്ടുകൊള്ളണം. ഈ പെൺകുട്ടി അങ്ങ് വിനയപ്പെട്ടു. എനിക്കൊരു എക്സ്ട്രാ ബൈബിൾ ഇതര റീഡിങ്ങിൽ നിന്ന് കിട്ടിയ ഒരു അറിവുണ്ട്. ഈ രൂത്ത് ഒരു സാധാരണ പെൺകുട്ടിയല്ല. ഇവൾ ആരാണ്? ഇവൾ മോവാബ് ദേശത്തെ ഒരു രാജ കുടുംബത്തിൽപ്പെട്ട പെണ്ണാണ്. നമ്മൾ പിന്നെ പല തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. ഇസ്രായേൽ ചെല്ലുമ്പോൾ അവർ വലിയ സുന്ദരന്മാരെയും കുടുംബ മഹിമയൊക്കെ ഉള്ളവരായതുകൊണ്ട് അവരോട് ബന്ധം കൂടാൻ സാധാരണ അവർക്കൊക്കെ ഇഷ്ടമാണ്, വിജാതിയർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ രൂത്ത് സാധാരണ വീട്ടിലെ ഒരു പെൺകുട്ടിയല്ല, രാജകുടുംബത്തിൽപ്പെട്ട പെണ്ണാണെന്ന് ഒരു അറിവ് കിട്ടി. അതെന്നെ ഞെട്ടിച്ചു. അങ്ങനെയാണെങ്കിൽ അവൾക്ക് അവിടെ നിന്നായിരുന്നെങ്കിൽ ഇതിലും വലിയ സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവൾക്കൊരു കാര്യം മനസ്സിലായി, അവിടെ നിന്നാൽ ഈ ദൈവത്തെ ആരാധിക്കാൻ ഒക്കത്തില്ല. ഓർപ്പ മടങ്ങിപ്പോയി. അപ്പം പറയുന്നു, അവൾ അവിടെ ദേവന്റെ അടുക്കിലേക്കും ജനത്തിന്റെ അടുക്കിലേക്കും എന്ത് ചെയ്തു? മടങ്ങിപ്പോയി. ഇവിടെ നിന്നാൽ ദൈവത്തെ ആരാധിക്കാൻ ഒക്കത്തില്ല. അതിനുവേണ്ടി അവൾ അമ്മായിമ്മയോടൊപ്പം ദീർഘമൈലുകൾ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്ന് ഏറ്റവും ഈ കാല വറക്കുന്ന താഴെ കടയിലുള്ള രാജകുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ്
തല കറക്കുന്ന ഒരു ജയിലിലേക്ക് താണി. ആര് നിമിത്തം? സുവിശേഷ നിമിത്തം. ആര് നിമിത്തം? ദൈവം നിമിത്തം. അങ്ങനെ താണതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? അവൻ തന്നെത്താൻ താഴ്ത്തുന്നവരെ ഏറ്റവും ഉയർത്തുന്ന ദൈവം. അവളെ ഉയർത്തി. ഈ പെൺകുട്ടി താഴാൻ തയ്യാറായപ്പോൾ ദൈവം അവരെ ഉയർത്തി. പെൺകുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, വലിയ ചെറുപ്പക്കാരെ, നിങ്ങൾ നിങ്ങളിക്കാതിരുന്നാൽ, അഹങ്കരിക്കാതിരുന്നാൽ, വാക്കുകളിൽ പോലും ഒരു അഹങ്കാരം വരാതിരുന്നാൽ തമ്പുരാൻ നിങ്ങളെ ഉയർത്തുന്ന ദൈവമാണ്. വിനയമുള്ളവരായിരിക്കുക, സ്നേഹിക്കുന്നവരായിരിക്കുക, താഴ്മയുള്ളവരായിരിക്കുക. അപ്പോൾ അവർ താഴ്മയുള്ളത്. അപ്പോൾ ഈ ബോവസ് അവളെ നോക്കി പറയുകയാണ്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകും കെട്ടി പൂർണ്ണ ആശ്രയം വെച്ച് വന്നിരിക്കുന്ന കർത്താവ് നിനക്ക് എന്ത് തരും? പൂർണ്ണ പ്രതിഫലം തരും. അവൾ വിനയപ്പെട്ടു, ദൈവത്തിന്റെ ചിറകിന് കീഴിൽ ആശ്രയം വെച്ചു. അതുകൊണ്ട് തമ്പുരാൻ അവളെ മാനിക്കുകയാണ്. എന്ത് മാനിച്ചു? അത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്താണ് അവൾ ചോദിച്ചത്? ഞാൻ എന്ത് പറക്കിക്കോട്ടെ എന്നാ? കാല പറക്കിക്കോട്ടെ. ബോവസ് രൂത്ത് എന്നെ പഠിപ്പിക്കുന്നു, ആ കുടുംബം എന്നെ പഠിപ്പിക്കും. രൂത്ത് മോവാബി പെൺകുട്ടി. അവൾ സാധാരണക്കാരനായ ഒരു പെൺകുട്ടിയല്ല, വലിയൊരു രാജകുടുംബത്തിൽ പിറന്ന പെണ്ണ്. അതെന്നെ വല്ലാതെ പേടിപ്പിച്ചു. കാരണം ഇത്രയും വലിയ പിറന്ന പെൺകുട്ടിക്ക് അതിന് ഒത്തിരി സാധ്യതയുണ്ട്. പക്ഷെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി മാത്രം ഈ കുട്ടി ഈ ബേഥലേഹേമിലേക്ക് വന്നു. എന്താ കാര്യം? ഈ ദൈവം എൻ്റെ ദൈവം, ഇസ്രായേലിലെ ദൈവത്തെ കണ്ടതുകൊണ്ട് അവൾ നാടും വീടും കൂടും വിട്ട് അവിടേക്ക് വന്നു. അതുകൊണ്ട് അവൾ ചോദിച്ചു, ഞാൻ കാല പറക്കിക്കോട്ടാൻ ചോദിച്ചു. പക്ഷെ കാല പറക്കാൻ ചോദിച്ച പെൺകുട്ടിയെ കർത്താവ് എന്താക്കിയെന്നറിയാമോ? ആ വയലിൻ്റെ ഉടമസ്ഥയാക്കി മാറ്റി, ബോവസിൻ്റെ ഭാര്യയാക്കി മാറ്റി. എനിക്ക് ഈ വചനം, ഞാൻ എപ്പോഴും എനിക്ക് ഒരു സ്ട്രഗിൾ ഉണ്ടാകും. ദൈവമേ, എന്ത് ഞാൻ പ്രസംഗിക്കണം? എനിക്കൊരു ലാസ്റ്റ് മിനിറ്റ് കൺഫർമേഷൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ വേറൊരു ചിന്തയുമായിട്ട് വന്നതാണ്. എന്നാൽ ദൈവദാസൻ ഇൻട്രൊഡക്ഷനിൽ പ്രാർത്ഥിച്ചപ്പോൾ ഈ നന്ദി പറഞ്ഞ കൂട്ടത്തിൽ ഈ വാക്കും പറഞ്ഞു. എന്താണെന്നറിയാമോ? ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നടത്തി. ഈ പെൺകുട്ടി ചോദിച്ചു. എന്ത് ചോദിച്ചെന്നറിയാമോ? കർത്താവേ, ഞാനിവിടെ കാലാ പറക്കിക്കോട്ടെ. ഞാൻ ഈ രാജകുടുംബത്തിൽ പിറന്ന പെണ്ണ് കർത്താവ് സുവിശേഷ നിമിത്തം, കർത്താവ് നിമിത്തം ഇവിടെ വന്ന് അമ്മായിമ്മയോട് പാർത്ത് ഏറ്റവും എളിമയിലേക്ക് വന്നപ്പോൾ അവൾ ചോദിച്ചു, ഞാൻ കാലാ പറക്കിക്കോട്ടെ എന്ന്. അവളെ ദൈവം എന്താക്കി മാറ്റി? വയലിൻ്റെ ഉടമസ്ഥയാക്കി മാറ്റി. എനിക്കൊരു കർത്താവിനെ അറിയാം. പ്രിയ കുടുംബങ്ങളെ, ഈ കർത്താവിൻ്റെ വയലിൽ എളിമപ്പെട്ട് നിന്നാൽ, ഒരുമനപ്പെട്ട് നിന്നാൽ, അമ്മായിമ്മയും മരുമകളും കൂടെ വഴിക്കടയ്ക്കാൽ ചേർന്ന് നിൽക്കാൻ തയ്യാറായാൽ എൻ്റെ ദൈവത്തിൻ്റെ ഒരു നീതി നിങ്ങളുടെ കുടുംബങ്ങളിൽ വെളിപ്പെടും. പഠിപ്പിച്ചു. ആര് പഠിപ്പിച്ചു? രൂത്ത് പഠിപ്പിച്ചു. എന്താണ് ആ നീതി? ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ഒരു നീതി. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്ത്. എനിക്കൊരു കർത്താവിനെ അറിയാം. ഈ കർത്താവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്ത് തരുമെന്നറിയാമോ? ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നടത്തും. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും. സ്തോത്രം ചെയ്യാമോ? ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി. ഒരു ജീവിതാനുഭവം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. എനിക്ക് ഒരു പെങ്ങൾ, എൻ്റെ അപ്പനൊരു ശുശ്രൂഷകനായിരുന്നു. അമ്മ കർത്താവിൻ്റെ വില ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾ 2 കുഞ്ഞുങ്ങൾ. എൻ്റെ പെങ്ങളെ നേരത്തെ കെട്ടിച്ചു. പ്രീ ഡിഗ്രി കഴിഞ്ഞു, കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞപ്പം തൊട്ട് 2 മക്കളായി. ഒരു കൂടെ പൂർണ്ണ ആരോഗ്യവതിയായിരുന്നു. പക്ഷേ നല്ല മിടിക്കുകയും. പക്ഷേ രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം കൊടുത്തോടുകൂടി ആരോഗ്യം കുറയാൻ തുടങ്ങി. BP കൂടി നിന്നു. അവസാനം ഞങ്ങൾ ഡോക്ടർമാരെ കണ്ട് പരിശോധിച്ചു. മനസ്സിലായി അവിടെ കിഡ്നി പെട്ടെന്ന് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണ് അവളെയും കൊണ്ട് ആശുപത്രി പോകുന്നത്. പോയപ്പം പറഞ്ഞു, ഒരു 6-7 വർഷം കൊണ്ട് ഇവിടെ കിഡ്നി പൂർണ്ണമായിട്ട് ചുരുങ്ങും. പക്ഷേ പെട്ടെന്ന് ഇവൾ രോഗിയായിട്ട് മാറി. കുഞ്ഞുങ്ങൾ തീരെ ചെറുത്. ഒരു കുഞ്ഞിന് 3 വയസ്സ്, ഒരു കുഞ്ഞിന് 3 മാസം, 2 പെൺകുഞ്ഞുങ്ങൾ. അന്ന് വല്ലാതെ ഭാരപ്പെട്ടു. ഞങ്ങൾ ദൈവത്തോട് ഒറ്റക്കാര്യന്മാരെ മാത്രം ചോദിച്ചു, കർത്താവേ, സ്കൂളിൽ നിന്ന് വരുമ്പോൾ കുഞ്ഞുങ്ങൾ തന്നെ കുളിക്കണം, തന്നെ ഉടുപ്പിടണം, അതുവരെ അമ്മ ഇരിക്കണം. അത്ര ചോദിച്ചുള്ളൂ. പക്ഷേ അമ്മ ഇരിക്കാൻ തുടങ്ങി. മൂത്തമോള് 10ാം ക്ലാസ് ആയപ്പോഴത്തേക്കും അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് കൂടും, ഇടയ്ക്കിടയ്ക്ക് കുറയും. പക്ഷേ അവൾ ഇരിപ്പുണ്ട്. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. 10 കഴിഞ്ഞോട്ട് കർത്താവേ, 10 പാസ്സായി. അപ്പോൾ അവൾ കോളേജിൽ പോയി. അപ്പം പ്രാർത്ഥിച്ച്, കർത്താവേ, ഇത്രയൊക്കെ തന്നില്ലേ, ഇനി കോളേജിലൂടെ പോട്ട്. കോളേജിൽ പോയിട്ട് വന്നു. അപ്പോഴും പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഇരിപ്പുണ്ട്. ഡിഗ്രിക്ക് പോയി. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പിള്ളേർ വരുമ്പോൾ ആര് വേണം? അമ്മ വേണം. കർത്താവേ, പെൺകുഞ്ഞുങ്ങളല്ലേ. ഡിഗ്രി കഴിഞ്ഞു. മൂത്തമോൾ MCom ചെയ്തു, MBA ചെയ്തു. അപ്പോഴും അമ്മ ഇരിപ്പുണ്ട്. 3 വയസ്സുള്ളപ്പം തുടങ്ങിയതാണ്. അതിനിടയ്ക്ക് എത്രയോ പ്രാവശ്യം മരിച്ചു എന്ന് പേര് കേട്ടു. പക്ഷേ ഈ ഒരു വചനം ഇങ്ങനെ പിടിച്ചു നിർത്തി. MCom MBA കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും എൻ്റെ അടുക്കെന്ന് പറഞ്ഞു, ചിലപ്പം ഇവളിങ്ങനെ ചാകാതെ ചാകത്തില്ല, പേടിപ്പിക്കും. ചാകും. നമ്മൾ ഓർക്കും മരിച്ചോ. ഐസിയുവിൻ്റെ വാതിലൊക്കെ നിൽക്കുന്നത്. ഡോക്ടർ വരുമ്പം എന്തോ വാർത്തയ്ക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ചത്തില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇനി ഇങ്ങനെ കിടക്കുന്നത് ചിലപ്പം ഒരു കൊച്ചിൻ്റെ കല്യാണം കണ്ടിട്ട് ഒന്നിൻ്റെയെങ്കിലും കണ്ടിട്ട് പോകാൻ വേണ്ടി കിടക്കുമായിരിക്കും. അപ്പം നല്ലൊരു കല്യാണം വന്നു. പെട്ടെന്ന് ആലോചിച്ചു. പക്ഷെ നല്ലൊരു കുടുംബത്തിൽ ഒരു കുഞ്ഞിനെ ദൈവം തന്നു. കല്യാണം നടന്നു. സാധാരണ പെണ്ണിനെ കെട്ടിച്ച് വിട്ടാൽ അവരുടെ വീട്ടിൽ വെച്ച് വേണം കല്യാണം നടക്കാൻ. ഞാനും അപ്പയും കൂടെ ആലോചിച്ച് റാന്നി വെച്ച് നടത്തി. എന്താ കഴിച്ചാൽ ദൈവമക്കളെല്ലാവരും വിളിക്കണം. കാരണം ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ സഭയിൽ ഒത്തിരി പേരുണ്ട്, സെൻട്രലിൽ ഒത്തിരി പേരുണ്ട്. എല്ലാവരും വിളിച്ചു വന്നപ്പോഴത്തേനും 10,000-3,500 പേരായി. അഹങ്കാരം കാണിച്ചൊന്നുമല്ല. ഇവിടെ അനുഭവം അറിയാവുന്നതുകൊണ്ട് എല്ലാവരും വന്നു. സന്തോഷമായിരുന്നു എല്ലാവരും. ഞങ്ങളെല്ലായിടത്തും ബാനർ അടിച്ചു വെച്ചു. കാരണം ഇതിനിടയ്ക്ക് വലിയൊരു അത്ഭുതം ഉണ്ടായി. ഇവിടെ ഒരു ദർശനം കണ്ടു. മരിക്കാൻ തുടങ്ങിയപ്പോൾ, മരിച്ചു കിടന്നപ്പോൾ, മരിച്ചെന്ന് പറഞ്ഞാൽ അവിടെ അനുഭവത്തിൽ എല്ലാ പ്രജ്ഞയെല്ലാം അറ്റുബോധം പോയപ്പോൾ ദർശനം കണ്ടു. മുപ്പിരിച്ചേരുടെ വേഗത്തിൽ അറ്റുബോധത്തില്ല. അത് സ്വർണ്ണ അക്ഷരങ്ങൾ അവളെ എഴുതി കാണിച്ചു. എന്നിട്ടൊരു വാഗ്ദത്തം കൂടെ കെട്ടി, മക്കളെ നീ എന്ത് ചെയ്യും?
പക്ഷെ നമുക്കതൊന്നും വിശ്വസിക്കാൻ സമയമില്ല. കല്യാണമൊക്കെ നടത്തി. അപ്പം ഇങ്ങനെ ചാകപ്പോകെ നിൽക്കുക. അപ്പം കല്യാണം ഇത്രയും നടത്തിയതിൻ്റെ പിന്നിൽ ആങ്ങളെയായി എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഇവളിത് കണ്ടിട്ട് മിക്കവാറും എന്ത് ചെയ്യും, പോവും. കണ്ടതോടുകൂടി കല്യാണം കണ്ടോടി ഇവൾ പിന്നെ റിക്കവറായി. അപ്പോൾ എന്നോടെല്ലാവരും പറഞ്ഞു ചിലപ്പോൾ ഒരു കൊച്ചിനെ കാണാൻ കിടക്കുമായിരിക്കും. ഞാൻ എൻ്റെ പിള്ളാടിയെന്ന് പറഞ്ഞ് എൻ്റെ പൊന്നു മക്കളെ, ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ വേണ്ടാന്ന് പറയും. നിങ്ങൾ അങ്ങനൊന്നും പറയല്ലേ, ഉടനെ അങ്ങൊന്നും വേണ്ടാന്ന് പറയല്ലേ, അവളത് കണ്ടിട്ട് പൊക്കോട്ടെ. കൊച്ചുണ്ടായി. കൊച്ചിനിപ്പോൾ 2 വയസ്സ് കഴിഞ്ഞു. ഇപ്പോഴും അവൾ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ ഇനി അടുത്തുണ്ട്. എനിക്കൊരു കർത്താവിനെ അറിയാം. നിങ്ങൾ ഈ ദൈവസന്ധി അങ്ങ് താഴണം. ഈ ദൈവത്തെ അങ്ങ് ആരാധിക്കണം. ഈ വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കാൻ ആരമ്പും വഴക്കും എല്ലാം മാറ്റി തമ്പുരാൻ്റെ സന്ധി വിനയപ്പെടാൻ എൻ്റെ ദൈവത്തിന് പ്രത്യേകതയുണ്ട്. ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാണ് ചെയ്യാൻ കഴിയുന്നൊരു ദൈവം. എനിക്കൊരു ദൈവത്തെ അറിയാം. പരീക്ഷ എഴുതുന്ന മക്കളൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിക്ക്. പരീക്ഷ എഴുതുന്ന മക്കൾ ഇവിടെ കണ്ടുണ്ടോ? ഈ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് കഴിവൊന്നും ഞാൻ ചോദിച്ചില്ല. നിങ്ങളുടെ പ്രൊഫസർപ്പെട്ടോ കഴിവൊന്നും എനിക്കറിയാൻ വേണ്ട. നിങ്ങൾ ഈ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കാമോ? എനിക്ക് എൻ്റെ ദൈവത്തെ അറിയാം. അതറിയാമെന്ന് പറഞ്ഞാൽ എനിക്കറിയാം എൻ്റെ ദൈവത്തെ. ഞാൻ പണ്ടൊക്കെ ഈ വാക്യം ഇങ്ങനെ പറയുമായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ഈ വാക്യം പറയുന്നത് അറിവിൽ നിന്ന് പറയുകയല്ല, അനുഭവത്തിൽ നിന്ന് പറയും. എൻ്റെ ദൈവത്തിന് പ്രത്യേകതയുണ്ട്. ചോദിക്കുന്നതിലും ഒരു ശുശ്രൂഷകൻ്റെ മോൻ, ഞങ്ങൾ 3 തലമുറ കൊണ്ട് ഞങ്ങളുടെ ചർച്ച വീട്ടിൽ തന്നെ മുഴുവൻ സ്ഥലവും കഷ്ടിച്ചുകൂടിയിരിക്കുന്ന ഒഴിച്ച കുടുംബ സ്വത്ത് മുഴുവൻ ചർച്ചിന് എഴുതി കൊടുത്തു. ഒരായുസ് കൊണ്ട് ഒരു ചർച്ച വെച്ചു. വലിയൊരു ചർച്ച, 2,500 പേർക്ക് ഇരിക്കുക. സഭ വളർന്നു. അമ്മ മരിച്ചു. അമ്മയായിരുന്നു ഒരു ബാക്ക് ബോൺ. അപ്പം എൻ്റെ അപ്പായെ ഒരാൾ വിളിച്ചു, അത്യാവശ്യമായിട്ട് വീട്ടിൽ വരെ വരണം. ഇവിടെ ഇരിക്കുന്ന ശുശ്രൂഷകളുടെയൊക്കെ അറിവിന് വേണ്ടി ഞാൻ പറയും, ഒരു ധൈര്യത്തിന് വേണ്ടി. അത്യാവശ്യമായിട്ട് വീട്ടിൽ വരെ വരണം. എന്തിനാ? ഒരു കാര്യം പറയാം. അപ്പം തിരിച്ചു വന്നപ്പോൾ അമ്മ മരിച്ചേ ഉള്ളൂ, മുഖം വല്ലായിരിക്കുന്നു. ഞാൻ ചോദിച്ചു, അപ്പം എന്തിനാ വിളിച്ചേ? ഒന്നുമില്ലടാ. അപ്പം എന്നപ്പാ? ഒന്നുമില്ലടാ. എന്നപ്പാ അവരെന്തിനാ വിളിച്ചേ? എടാ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? അപ്പം എന്നപ്പാ? ഒരു കാര്യം പറയാൻ വിളിച്ച. എന്താ പറഞ്ഞത്? നീ ഇനി ഇവിടെ പ്രസംഗിക്കരുത്. നീ ചോദിച്ചു, ഞാനോ? ഞാനെന്താ ചെയ്തു? അപ്പം പറഞ്ഞു, നീ പ്രസംഗത്തിൽ തമാശ പറയും, നിങ്ങൾ ചിരിക്കാൻ പാടില്ല. നമ്മളാരും ചിരിക്കരുത് കേട്ടോ. നിങ്ങളാരും ദയവായിട്ട് യോഗത്തിനൊന്നും ചിരിക്കരുത്. വളരെ ഗൗരവത്തോടെ ഇരിക്കാവൂ. ചിരിക്കാൻ പാടില്ല. എനിക്കാണെങ്കിൽ കർത്താവിനോട് ചിരിക്കാനും കരയാനും ഒക്കെ ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ ചോദിച്ചു, അതുകൊണ്ട് നീ ഇനിയും പ്രസംഗിക്കാൻ പാടില്ല, അത് പറയാനാണ് വിളിച്ച്. അപ്പം ഞാൻ അപ്പടി ചോദിച്ചു, അപ്പം ഞാൻ ഇനി എന്തോ ചെയ്യണം? അതെനിക്കറിയത്തില്ല. പിന്നെ ഒരു അപേക്ഷയുണ്ട്. നിൻ്റെ അമ്മയും ഞാനും കൂടെ കുടൽ പൊക്കി ഉപവസിച്ചുണ്ടാക്കി ഒരു സഭയാണ്. മുടിച്ച് തേച്ച് കളയരുത്. ഒരപ്പൻ്റെ അപേക്ഷ. ഞാനെന്തോ ചെയ്യും? ഞായറാഴ്ച രാവിലെ മനസ്സ് തകർന്നു അവിടെ നിൽക്കും. എല്ലാവരും കയറ്റിയിരുത്തും. ആരാ വന്നെന്ന് നോക്കും, ആരാ വരാത്തെന്ന് നോക്കും. എന്നിട്ട് ഞാൻ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോകും. എന്നോട് ചോദിച്ചു, എവിടെ പോയതാ? ഞാൻ പറഞ്ഞു, ഒരാളെന്നെ പ്രസംഗിക്കാൻ വിളിച്ചിട്ട് പോയതാ, എന്നെ ആരും വിളിച്ചില്ല. ഞാൻ യോഗം കഴിയുമ്പം തിരിച്ച് വരും, കറങ്ങി തിരിഞ്ഞ് വരും. എവിടെ പോയി? ഒരിടത്ത് പോയി. അങ്ങനെ കറങ്ങി നടന്നപ്പം ഞാൻ ആലോചിച്ചു, കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞായറാഴ്ച എന്നെ ഒരാളെ വിളിച്ചാൽ എനിക്ക് പ്രസംഗിക്കാൻ പോകാൻ. ഞായറാഴ്ച എങ്ങനെ ഞാൻ ഇവിടെ നിന്ന് കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്നത്? എല്ലാവരും അല്ല കേട്ടോ, എന്നെ സ്നേഹിക്കുന്ന 1000 പേരുണ്ട്. എങ്കിലും ഒരാളുടെ വാക്ക് അയാൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ പോയത്. ഇന്ന് ഞാൻ ഞായറാഴ്ച പോലും നിൽക്കാൻ പാടുപെടാറുണ്ട്. എന്താ കാര്യം എന്നറിയാം? ഞായറാഴ്ച ഒന്ന് വിളിക്കാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ സ്ഥിതിയെ മാറ്റി. ഞാൻ വലിയ പ്രാസംഗികനായതുകൊണ്ടൊന്നും പ്രസംഗിക്കാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളക്കാർ എന്തോരം പ്രാസംഗികരുണ്ട്. പക്ഷെ ചുമ്മാ അത് കർത്താവ് പറഞ്ഞാൽ, കർത്താവ് ഞായറാഴ്ച എന്നെ ആരെങ്കിലും വിളിക്കണം. ഇന്ന് എനിക്ക് നിൽക്കാൻ വയ്യാത്ത പോലെ വിളിയുണ്ട്. പ്രാസംഗികനായതുകൊണ്ടൊന്നും അല്ല, ചുമ്മാ ദൈവത്തോടൊന്ന് ചോദിച്ചു പോയതുകൊണ്ട്. കർത്താവ് ഇട്ട് ഓടിക്കുക. എനിക്കൊരു കർത്താവിനെ അറിയാം. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാ ചെയ്യാൻ കഴിയുന്നത്. ആ ദൈവം എൻ്റെ ദൈവം. ഇന്ന് രാത്രി ഈ ദൈവത്തെ ഞാൻ പരിചയപ്പെടുത്തുക. കുടുംബങ്ങൾക്ക് വേണ്ടി വഴക്കടിക്കാതെ സ്നേഹം കൊണ്ട് മൂടി പരസ്പരം അനുഗ്രഹിച്ച് തമ്പുരാൻ്റെ കൃപയിൽ ആശ്രയിച്ച കുഞ്ഞുങ്ങളെ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഞാൻ ഈ വാക്യം പ്രസംഗിക്കുകയാണ്. എൻ്റെ ചർച്ച തടി വീണും ഒരു മരിച്ചുപോയ ഒരു അപ്പൻ്റെ മോള്, പാവം വിധവ കൊച്ച്, അപ്പൻ മരിച്ചുപോയി, പാവം പിടിച്ചൊരു കൊച്ചു പുറകിരിക്കുക. കർത്താവിൻ്റെ ആത്മാവിനോട് പെട്ടെന്ന് പറഞ്ഞു, അതിനൊരു 6 ചുരിദാർ മേടിച്ചു കൊടുക്കണം. എൻ്റെ കാശൊന്നുമില്ല, എന്നാലും കർത്താവ് പറഞ്ഞല്ലേ. ഞാൻ ദൈവശബ്ദം കേൾക്കുകയാണ്. ഞാൻ ആ മോളെ വിളിച്ച് പറഞ്ഞ്, എൻ്റെ ചേച്ചിയെ വിളിച്ചുകൊണ്ട്, നീ പോയിട്ട് ഇന്ന കടയിൽ പോയി സാധനം എടുത്തോളാം, ഞാൻ പറഞ്ഞോളാം, നീ ഒരു 6 എണ്ണം എടുക്കണം. അവളെന്നെ കെട്ടിപ്പിടിച്ച് വലിയവായി കരഞ്ഞു. ഞാൻ ചോദിച്ചു, എന്നാടി? അച്ഛാ
അപ്പ മരിച്ച പിന്നെ ചുരിദാർ കിട്ടിയിട്ടില്ല. ഞാൻ ആ യോഗത്തിരുന്നോട് പ്രാർത്ഥിച്ചു, സ്കൂൾ തുറക്കുക, എല്ലാം മങ്ങി, എനിക്ക് ഒരു ചുരിദാർ വേണം, എനിക്കൊരു കർത്താവിനെ അറിയാം. ചോദിക്കുന്നതിൽ നനയ്ക്കുന്നതിൽ അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി ചെയ്യാൻ കഴിയുന്നത്. കണ്ണടച്ച് എല്ലാവരും പ്രാർത്ഥിച്ചു. വല്ലാത്ത ബുദ്ധിമുട്ടാണ്, വല്ലാത്ത ഞെരുക്കമാണ്, വല്ലാത്ത നിന്നയാണ്. I know a God who can do far more abundantly than what you think or ask. അതാ ഇസ്രായേലിൻ്റെ ദൈവം. ഇസ്രായേലിൻ്റെ ദൈവം ഇന്ന് എൻ്റെ ദൈവമാണ്. ഈ ദൈവം എൻ്റെ ദൈവം, നിങ്ങളുടെ ദൈവം. പ്രാർത്ഥിച്ച് ഇവിടെ നിന്നുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ച് ഈ വാക്യം പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച് എല്ലാ മക്കളും പ്രാർത്ഥിച്ചേ, എല്ലാ അമ്മമാരും പ്രാർത്ഥിച്ചേ, എല്ലാ കുഞ്ഞുങ്ങളും പ്രാർത്ഥിച്ചു. ആദ്യത്തെ ദിവസം പ്രസംഗിച്ചത് അനീഷ് തോമസ് അല്ലേ? അനീഷ് തോമസ്. അനീഷ് കൊച്ചിലെ പ്രസംഗിക്കാൻ തുടങ്ങിയ കേട്ടോ, പ്രവചിക്കാൻ തുടങ്ങിയ ഒരു 6ാം ക്ലാസ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ അവനെക്കാട്ടിലും ഒത്തിരി മൂത്താണ്. ഇവിടെ ഒരു കൊച്ചു അനിയൻ പയ്യനാണ്. അപ്പം ഈ മോനെ ഞാൻ പ്രവചിച്ച് കഴിഞ്ഞിട്ട് സ്കൂളിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സ്കൂൾ കഴിഞ്ഞിട്ട് അവന് കട്ടിങ് മട്ട് കളിക്കുന്നതൊക്കെ ഈ പ്രവചന ശുശ്രൂഷ കഴിഞ്ഞിട്ട് അങ്ങനെ കൊച്ചിനെ തുടങ്ങിയതാണ്. അപ്പോൾ അവനെ എന്നോട് കഴിഞ്ഞ ഞങ്ങളൊന്നിച്ച് പ്രാർത്ഥിക്കാതിരിക്കും, എൻ്റെ ഒരു അനിയനാണ്. അപ്പോൾ ഞങ്ങളും അനീഷും കൂടെ പ്രാർത്ഥിക്കാതിരുന്നപ്പം അനീഷ് ഒരു കാര്യം പറഞ്ഞു. എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് അനീഷിനെ വിളിച്ച്, അനീഷ് എന്ന് പ്രവാചകനാണ്, ഞാൻ അനീഷ് എന്ന് പറയുന്നത് ശ്രമിക്കണേ, ഞാനങ്ങനെ പറഞ്ഞ് അങ്ങ് പരിചയിച്ചോട്ടെ. അനീഷിനെ വിളിച്ചിട്ട്, എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് അനീഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, അനീഷേ, എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ മോനെ, നീ പ്രാർത്ഥിക്കണം, നിന്നെപ്പോലെ എൻ്റെ മോനും ഒന്ന് പ്രസംഗിക്കണോടാ, എനിക്ക് അതേ ഉള്ളൊരു ആഗ്രഹം. അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങളൊന്നിച്ച് പലയിടത്ത് പോയപ്പം പറഞ്ഞു, അവസാനം എൻ്റെ അമ്മ അവനോട് കരഞ്ഞു പറഞ്ഞെന്ന്, എൻ്റെ മോനും ഒന്ന് പ്രസംഗിക്കണം. അമ്മേ, അങ്ങനെ ഒന്ന് ചോദിക്കാവോ? ചോദിക്കുന്നത് നനയ്ക്കുന്നത് അത്യന്തപരമായി ചെയ്യുന്ന ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കും. എല്ലാവരും പ്രാർത്ഥിച്ചേ. പ്രാർത്ഥന ഉയരട്ടെ, സ്തുതി ഉയരട്ടെ, ആരാധന ഉയരട്ടെ, സ്നേഹം ഉണരട്ടെ. പ്രാർത്ഥിച്ച് 3 ദിവസത്തെ സന്ദേശം കഴിയുക. പക്ഷെ ഇന്ന് പകലിൽ ചില വിഷയങ്ങൾക്ക് ദൈവം ഈ രാത്രി വിടുതൽ തരാൻ പോവുകയാണ്. നാളുകളായി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചിലതിന് മേൽ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ കുടുംബങ്ങൾക്കകത്തേക്ക് ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ദൈവം അയക്കുകയാണ്. നാളുകളായി നീ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നിന്റെ കണ്ണീരെല്ലാം കർത്താവിൻ്റെ കൃത്യത്തിലുണ്ട് കുഞ്ഞ്. അതൊന്നും തമ്പുരാൻ മറന്നു കളയുന്നില്ല. എത്രയോ രാത്രികളിൽ തലവണ നനയിപ്പിച്ച് നീ ചോദിച്ചു, കിട്ടിയില്ലേ? പ്രാർത്ഥിച്ചേ, എല്ലാവരും പ്രാർത്ഥിച്ചേ. നിന്റെ കുഞ്ഞ് മോശമാണോ? പഠിക്കാൻ ശരിയല്ലയോ? വീട്ടിൽ തലതെറിച്ച് നിൽക്കുകയാണ്, എവിടെയോ ഒരു മറുതലിപ്പാണോ? കരയുകയാണോ? പക്ഷെ എനിക്കറിയാം, നഷ്ടപ്പെട്ടു പോകുന്നില്ല. ചോദിക്കുന്നതിന് നനയ്ക്കുന്നത്. നാളെ ഇനി എങ്ങനെ ആകുമെന്ന് ചിന്തിച്ച് ഭാരപ്പെടുകയാണോ? 2 അറ്റം കൂട്ടി മുറ്റിക്കാൻ നീ ബന്ധപ്പെടുകയാണ്. ഞാൻ പ്രോസ്പെരിറ്റിയുടെ ആളൊന്നുമല്ല, അഭിവൃദ്ധിയുടെ സുവിശേഷകനും അല്ല. പക്ഷെ എൻ്റെ കർത്താവിനെ എനിക്കറിയാം. എൻ്റെ കർത്താവ് ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിലും അത്യുത്തമൻ. ഈ രാത്രി ദൈവത്തിൻ്റെ സ്നേഹം വ്യാപരിക്കട്ടെ. ശുശ്രൂഷകളുടെ മേൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാകട്ടെ. സഭകളുടെ മേൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാകട്ടെ. ആത്മീയ അനുഭവങ്ങളുടെ മേൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാകട്ടെ. വിദ്യാഭ്യാസ മേഖലയുടെ മേൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാകട്ടെ. പ്രാർത്ഥനാ ജീവിതത്തിന്മേൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാകട്ടെ. നാളുകളായി കരയുന്ന ചിലതിൻ്റെ മേൽ ഇന്ന് രാത്രി വഴികൾ തുറക്കട്ടെ. അടഞ്ഞു കിടക്കുന്ന ചിലത് യേശുവിൻ നാമത്തെ തുറന്നു വരുന്ന രാത്രിയായി മാറട്ടെ. എങ്ങനെ വരും എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ കർത്താവിൻ്റെ വചനം പറഞ്ഞാൽ വരും. ഈ രാത്രി വിടുതലിൻ്റെ രാത്രിയായി മാറുക. യേശുവിൻ്റെ നാമത്തെ വിശ്വസിച്ച് ചിലരുടെ കർത്താവ് ഇന്ന് രാത്രി തൊട്ട് പ്രാർത്ഥിക്കുക. എത്രയോ നാളുകളായി നീ കരയുക അമ്മേ, എത്രയോ നാളുകളായി കരയുക പിതാവേ. രഹസ്യമായി കരയുന്നതല്ല, തമ്പുരാൻ്റെ തുരുത്തിയിലുണ്ട്. കരമുയർത്തി എല്ലാവരും വാക്യം പറഞ്ഞേ, കരമുയർത്തിക്ക് വിശ്വാസത്തോടെ പറഞ്ഞേ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം ഉദരം പറഞ്ഞ് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം. മോവാബി പെൺകുട്ടിയാ കാലാപറക്കിക്കോട്ടെ ചോദിച്ചു.
ബോവസിൻ്റെ ഭാര്യയാക്കി. അതിലും വലിയൊരു അത്ഭുതം, കർത്താവായ യേശുവിൻ്റെ വല്യമ്മച്ചിയുടെ പട്ടിക കയറ്റി നിർത്തി. ഇതിന് പരമെന്താ ഭാഗ്യം, ഇതിൽ പരമെന്താ ഭാഗ്യം, ഇതിനപ്പുറത്തേക്ക് എന്താ കർത്താവ് ചെയ്യും? യേശുപ്പച്ചൻ്റെ വംശാവലിയുടെ ലീനേജിൽ അവളുടെ കയറി നിർത്തിയില്ലേ? സ്ത്രീകളുടെ പേര് പറയാത്ത കാലഘട്ടത്തിൽ, പുരുഷ മേധാവിത്വത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ പെൺകുട്ടിയുടെ പേര് പറയാൻ കാര്യം എന്താ? അവൾ കരഞ്ഞു ചോദിച്ചു, എൻ്റെ ദൈവം, പിതാവേ, ഇന്ന് രാത്രി നിന്റെ സന്നിധിയിൽ എളിമപ്പെട്ട് കരഞ്ഞുകൊണ്ട് കർത്താവിനോട് യാചിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി എല്ലാം ഞാൻ പ്രാർത്ഥിക്കുക. ഇപ്പോൾ കർത്താവ് അവരുടെ കരം പിടിക്കണേ. നിങ്ങൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി കരയുന്നവരെ ആ വിഷയങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. നിങ്ങളെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ കരമുയർത്തി പ്രാർത്ഥിച്ചോ, വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചോ. ഈ സ്ഥലത്ത് കർത്താവുണ്ട്. എന്തുമാത്രം പ്രാർത്ഥന ഈ യോഗത്തിൻ്റെ പിന്നിലുണ്ട്. പ്രാർത്ഥിച്ചോ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങളുടെ ശുശ്രൂഷയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവിനാൽ ഉപയോഗിക്കപ്പെടാൻ പ്രാർത്ഥിക്കും. വിദ്യാഭ്യാസ മണ്ഡലത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നാളെ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ഓർത്ത് ഭാരപ്പെടുകയാണ്. കർത്താവിനോട് പറഞ്ഞു, ഹൃദയം തുറന്നവർക്ക് യഹോവ സമയം പ്രാർത്ഥിച്ചേ. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നിന്റെ സന്നിധിയിലേക്ക് കരങ്ങളെ ഉയർത്തി വ്യക്തിപരമായി കുടുംബമായി വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ പൊന്നു മക്കൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരുണയുടെ കര ഇപ്പോൾ വ്യാപരിക്കണമേ. ഇത് ലൈവ് കേൾക്കുന്നവരെ, നിങ്ങൾക്ക് ഇത് ഇപ്പോൾ പ്രാർത്ഥനയിൽ പങ്കുചേരാം. നിങ്ങൾ ലൈവിലിരുന്ന് വീട്ടിലിരുന്നു കൊണ്ടാണ് ഈ ലൈവ് കേൾക്കുന്നതെങ്കിൽ, നിങ്ങൾ വാഹനത്തിൽ ഓടിച്ചുകൊണ്ടാണ് ഈ ലൈവ് കേൾക്കുക, എവിടെയാണെങ്കിലും ഒരു നിമിഷം കർത്താവെ ഈ പറയുന്നതിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായിക്ക്. ആവശ്യങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് ഇറക്കി വെച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതി നിങ്ങളിലേക്ക് വെളിപ്പെടുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം ഈ വചനത്തിന് മുമ്പിൽ നടക്കുകയാണ്. അതിൻ്റെ സാക്ഷ്യങ്ങൾ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പറയത്തക്കവണ്ണം കർത്താവ് ഇന്ന് രാത്രി ഒരു അത്ഭുതം ചെയ്യണം. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി ചെയ്യാമെന്ന് പറഞ്ഞത് അങ്ങാണെങ്കിൽ, അങ്ങനെ പറഞ്ഞെങ്കിൽ, അങ്ങ് പറഞ്ഞ മാറത്തില്ലെങ്കിൽ, ഇപ്പോ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയോട് കർത്താവേ ഹൃദയം നുറുങ്ങി നിലവിളിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ പ്രാർത്ഥന കേട്ട് അങ്ങൊരു അത്ഭുതം ചെയ്യാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യണമേ. ചെയ്തതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാം മറന്നാലും ഒന്നും മറക്കരുത്. വേണ്ടാത്ത ഒന്നും പറയല്ലേ. അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആരെങ്കിലും, നിങ്ങളുടെ അമ്മമാരോ അപ്പന്മാരോ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അവരോട് നിന്ന് നിങ്ങൾ പറയണം, ക്ഷമിക്കണം, തിരിച്ചെടുക്കണം. ഇന്ന് രാത്രി ഭയങ്കര അനുരഞ്ജനങ്ങൾ ഉണ്ടാകട്ടെ. നിങ്ങളുടെ ഭർത്താവിനെ നോക്കി നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കണം, ചെന്ന് പറഞ്ഞിട്ട്. നിങ്ങളുടെ ഭാര്യയെ നോക്കി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കണം. അമ്മച്ചിമാരെ, നിങ്ങളുടെ മരുമക്കളെ നോക്കി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കണേ. മരുമക്കളെ, നിങ്ങളുടെ അമ്മച്ചിമാരെ നോക്കി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കണേ. ഇന്ന് രാത്രി നിങ്ങളുടെ ഭവനത്തെ നോക്കി നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കണേ. കർത്താവെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ രക്തം നിനക്ക് വിരോധമായ കയ്യെഴുത്തുകളെല്ലാം മായ്ച്ചു കളയും. കർത്താവിൻ്റെ കൃപ കൊണ്ട് കരങ്ങളടിച്ച് എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചേ. അതിരങ്ങളെ തുറന്ന് സ്തുതിച്ചേ. അന്യഭാഷകളിൽ സ്തുതിച്ചേ. എല്ലാവരും ശബ്ദമുയർത്തി സ്തുതിച്ചേ. നമ്മുടെ കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്തേ. എല്ലാവരും അതിരങ്ങളെ തുറന്ന് കരങ്ങൾ അടിച്ച് അല്പസമയം ദൈവത്തെ സ്തുതിച്ച് ഈ കൺവെൻഷൻ്റെ സമാപന രാത്രി എല്ലാവരും ദൈവത്തെ ഒന്ന് ആരാധിച്ചേ.